അക്രൂരന്റെ അടുത്ത്. അക്രൂരന്റെ ആ ഒരു സ്തുതിയില് അദ്ദേഹം പറയുന്നുണ്ട്, ഒരു പായല് കിടക്കുന്ന കണ്ടാല് അക്രൂരൻ ഭഗവാനെ സ്തുതിക്കുന്ന ഭാഗവതത്തിൽ വളരെ വിശേഷപ്പെട്ട ഒരു ഭാഗമാണ്. ഭഗവാനോട് പറയുക, അല്ലയോ ഭഗവാനെ, ഒരു പായല് കിടക്കുന്നു എന്ന് കണ്ടാൽ എന്താ അതിന്റെ അർത്ഥം? അതിന്റെ അടിയിൽ ജലമുണ്ട്, ജലമുള്ളിടത്തെ പായൽ ഉണ്ടാവുകയുള്ളൂ. അപ്പൊ എന്താ നമ്മൾ ചെയ്യേണ്ടത്? അത് പായലാണെന്ന് പറഞ്ഞിട്ട് അവിടെ ജലമില്ല എന്ന് വിചാരിച്ച് മാറിപ്പോകാതെ വീണ്ടും വീണ്ടും അന്വേഷിച്ച് നടക്കാതെ എന്ത് ചെയ്യണം? ആ പായലിനെ ഒന്ന് മാറ്റണം. മാറ്റിയാൽ അതിന്റെ അടിയിൽ ജലം കിട്ടും. അതുപോലെ എവിടെയാണ് പായല്? നമ്മുടെ ഹൃദയത്തില്. ഹൃദയമാകുന്ന ആ ജലം നിറഞ്ഞു നിൽക്കുന്ന സ്ഥലത്ത് ഒരു പായല്. എന്താണ് പായൽ എന്ന് ചോദിച്ചാൽ അജ്ഞാനമാകുന്ന പായല്. അതൊന്ന് മാറ്റിയാൽ മതി. അത് മാറ്റാനുള്ള ശ്രമം ചെയ്യാതെയാണ് ഈ പുറമെ അന്വേഷിച്ച് ജലത്തിന് വേണ്ടി നടക്കുന്നത്. അത് മാറ്റിയാൽ അങ്ങനെ എന്താ പറയാ, ആ പലതും തേടി പുറത്തേക്ക് അലയുന്നത്, ഈ വെള്ളത്തിനെ, ഈ ഒരു ദാഹജലത്തിനെ തേടി, ഈ ഒരു എക്സ്പീരിയൻസ് ചെയ്യാനുള്ള ഒരു അദമ്യമായ ആഗ്രഹത്തോടെ ഒരു സാധകൻ പുറത്തന്വേഷിക്കാതെ ഈ അജ്ഞാനവും ആവരണവുമാകുന്ന പായലിനെ ഒന്ന് മാറ്റിയാൽ എന്താ, നല്ല തെളിഞ്ഞ ജലം എവിടെ? അകത്ത് തന്നെ നമുക്ക് കിട്ടും. അപ്പൊ ഇനി ഇങ്ങനെ നടക്കരുത്. അപ്പൊ ഇതിനെന്താ വേണ്ടത്? നമുക്ക് ഒരു സദ്ഗുരുവിന്റെ ഒരു സദർശനം വേണം. ആ സത്തിനെ പറയാൻ കഴിവുള്ള ഒരു ഗുരുവിനെ ശരണാഗതി ചെയ്യണം. ആ ആത്മജ്ഞാനം കൊണ്ട് മാത്രമേ ആത്മജ്യോതിയെ നമുക്ക് ഉദ്ദീപിപ്പിക്കാൻ പറ്റൂ. ഓൾറെഡി ജ്യോതി ഉണ്ട്. ആ ജ്യോതി ഉള്ളത് കൊണ്ടാണ് നമ്മൾ ഓരോരുത്തരും ഇന്ന് ജീവനായിട്ട് ഇരിക്കുന്നത്. അപ്പൊ ആവരണം മാറ്റണമെങ്കിൽ എന്ത് ചെയ്യണം? നമ്മള് ആ ഒരു സദ്ഗുരുവിനെ, ആ സത്സംഗം വേണം നമുക്ക്. ആ സത്സംഗത്തിലൂടെ നമുക്ക് വന്നു ചേരുന്നത് എന്താ? ആ ഒരു രോഗിയോട് ഒരു ഡോക്ടർ എന്താ ശരിക്കും പറയണ, ആയുർവേദത്തിലൊക്കെ നിർമ്മലാനന്ദഗിരി സ്വാമിജികളൊക്കെ എപ്പോഴും പറയും, ഒരു രോഗിക്ക് ആദ്യം വേണ്ടത്, എത്ര വലിയ അക്യൂട്ടായിട്ടുള്ള രോഗമായിക്കോട്ടെ, അവിടെ വന്ന് ആ ഒരു ഡോക്ടറെ കാണുമ്പോൾ, കാരണം നമ്മുടെ വിചാരം, ഒരു സാധാരണക്കാരന്റെ വിചാരം, ഒരു ഡോക്ടർ എന്ന് പറയുന്ന ആളിന് നമ്മുടെ രോഗം മാറ്റാൻ പറ്റും എന്ന പൂർണ്ണ വിശ്വാസത്തോടു കൂടിയാണ് ഒരു രോഗി ഒരു ഭിഷഗ്വരനെ സമീപിക്കുന്ന, ഒരു ഡോക്ടറെ സമീപിക്കുന്നത്. അപ്പൊ ആ രോഗിയോട് ഒറ്റ വാക്ക് മതി, ഭയം വേണ്ട, സമാധാനമായിട്ടിരിക്കൂ, ഇതെന്താ നിസ്സാരല്ലേ, നമുക്കെല്ലാം ഭേദപ്പെടുത്താം എന്ന ഈ ഒരു ഒറ്റ വാക്ക് മതി ആ രോഗിയുടെ ഉള്ളില് സമാധാനം കിട്ടാൻ, അല്ലെ? ശം എന്ന് പറഞ്ഞാൽ സുഖം, ശാന്തി. ശം നോ മിത്ര ശം വരുണ എന്നൊക്കെ നമ്മൾ പറയുമ്പോൾ, ശം എന്ന് പറഞ്ഞാൽ സുഖമായിട്ടിരിക്കട്ടെ, ക്ഷേമമായിട്ടിരിക്കട്ടെ. ഇതെന്താ ശാസ്ത്രത്തിൽ നമ്മൾ പഠിക്കുന്നത്? ഒരു ഗുരുവിൽ നിന്ന് നമ്മൾ ഇത് അറിയണം. കാരണം നിന്റെ രോഗത്തിന്, നിന്റെ ഭവരോഗത്തിന് കാരണം എന്താ? ആ ഒരു ദുഃഖമാണ്. നിനക്ക് നിന്നെ അറിയാത്തത് കൊണ്ടുള്ള ദുഃഖമാണ് ഈ ഭവരോഗം നിനക്ക് തരുന്നത്. ആ രോഗം മാറണമെങ്കിൽ ആ ഒരു ഗുരുവിന് ശരണാഗതി ചെയ്യുമ്പോ പറയാണ്, സമാധാനമായിട്ടിരിക്കൂ, നീ പേടിക്കേണ്ട, ക്ഷേമം ഗച്ഛേത് അകിഞ്ചന. ഇതാണ് രാമായണം നമ്മളെ പഠിപ്പിക്കുന്നത്. ആ ഒരു ഭാഗവതവും ഇത് തന്നെയാണ് നമുക്ക് പറഞ്ഞു തരുന്നത്. ജീവിതത്തില് വേണ്ടതൊക്കെ പറഞ്ഞു തരുന്നു. ആ ഒരു പരീക്ഷത്തിന്റെ അടുത്ത് എല്ലാം പറഞ്ഞു കൊടുത്തിട്ട് ശുഖബ്രഹ്മർഷി എന്താ പറയുന്നത്? തനിക്ക് മരിക്കാൻ 7 ദിവസമേ ഉള്ളൂ എന്ന് അറിഞ്ഞ പരീക്ഷത്ത് ആ ഒരു 7 ദിവസം കൊണ്ട് എന്തൊക്കെ നേടാൻ പറ്റുമോ ആ ഒരു നേടാം എന്നുള്ള ആ ഒരു ആഗ്രഹം കൊണ്ട്, തന്റെ മരണത്തെ തടയിടാനല്ല, മരണത്തിനപ്പുറം പോണം, എന്തൊക്കെ നേടാൻ പറ്റുമോ ഈ 7 ദിവസത്തില് പൂർത്തീകരിക്കണം എന്ന് പറഞ്ഞിട്ടാണ് ശുഖബ്രഹ്മർഷിയുടെ അടുത്ത് ചെയ്യുന്നത്. അപ്പൊ അവിടെ ചെല്ലുമ്പോൾ തന്നെ ഈ പറഞ്ഞ ശുഖബ്രഹ്മർഷിയാകുന്ന ഗുരു അദ്ദേഹത്തിനോട് പറയുന്നു, ഭയപ്പെടേണ്ട, അല്ലയോ പരീക്ഷിത്ത് മഹാരാജാവേ, 7 ദിവസം കിടക്കുകയല്ലേ. ഇത് മനസ്സിലാകാൻ എന്താ വേണ്ടത്? ഒരു സുമുഹൂർത്തം മതി. കാരണം ഇതിനെ അറിഞ്ഞാൽ പിന്നെ ഭയം എന്തിനാണ്? ആ ഭയം ഉള്ളത് കൊണ്ടാണല്ലോ നമുക്ക് എന്താ പറയാ, മരിച്ചു പോകുമോ, ശരീരം വിട്ടു പോകുമോ എന്നൊക്കെ നമുക്ക് വരുന്നത്. അപ്പൊ അതാണ് ശരിക്കുള്ള ഗുരുവിന്റെ ലക്ഷണം. നീ ഭയപ്പെടേണ്ട, നിനക്ക് നമസ്കരിച്ചാൽ ഞാൻ അഭയം തരാം. അതായത് നീ എന്റെ കാലിൽ ശരണാഗതി ചെയ്യുമ്പോ നീ എന്തിനെയാണോ പേടിച്ച് എന്റെ അടുത്ത് വന്നിരിക്കുന്നത്, ആ ഭയത്തിൽ നിന്ന് നിന്നെ മാറ്റിത്തരാം. വിഭീഷണൻ രാമപാദങ്ങളിൽ അഭയം പ്രാപിച്ചപ്പോൾ രാമൻ പറയുന്നു, മാ അഭയിഷ്ട വിദ്വൽ തവ നാസ്തി അപായ. എന്നെ ആരാണോ അഭയം പ്രാപിച്ചിരിക്കുന്നത് അവന് എന്താ അപായങ്ങളില്ല, അവന് ഒരു വിധത്തിലുള്ള, അവനെ രക്ഷിക്കേണ്ടത് എന്റെ കടമയാണ്. ശിഷ്യൻ ആ അഭയമായിട്ട് എത്തുമ്പോൾ ഭയപ്പെടേണ്ട എന്ന് പറയാൻ ഒറ്റ ആൾക്കേ കഴിയുള്ളൂ, സദ്ഗുരുവിന്. ബാക്കി ആരുടെ കാലിൽ വെച്ചാലും എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല എന്നേ പറയാൻ പറ്റൂ. പക്ഷെ ഗുരുവിന് എന്ത് ചെയ്യാൻ പറ്റും? ആ ഒരു ഭയത്തെ മാറ്റി കൊടുത്തിട്ട് എന്ത് പറയും? ആ ഒരു എന്താ, അഭയം സർവ ഭൂതേഭ്യ ദദാമി ഏതത് വ്രതം മമ. എന്റെ വ്രതം എന്താണ്? എന്നെ അഭയം പ്രാപിക്കുന്നവർക്ക് സർവ മംഗളങ്ങളും കൊടുക്കുക.
ദദാമി, ഞാൻ കൊടുത്തിരിക്കും. ഞാൻ അവർക്ക് മംഗളസ്വരൂപമായിട്ടുള്ള അവന്റെ ആത്മതത്വത്തെ കാണിച്ചു കൊടുക്കും. ഇതെന്റെ വ്രതമാണ്. ആ ഒരു വിഭീഷണൻ ആ ഒരു രാവണന്റെ സഹോദരനാണ്. പക്ഷെ അത് ശത്രുവെന്നോ മിത്രമെന്നോ കൂടാതെ ശരണാഗതി ചെയ്ത ഒരു വ്യക്തിക്ക് രാമൻ എന്ന് പറയുന്ന രാമതത്വമാകുന്ന ഗുരു എന്താ പറഞ്ഞു കൊടുക്കുന്നത്? നിനക്ക് ഞാൻ തരും, ഇതെന്റെ വ്രതമാണ്, ഞാൻ സ്വീകരിച്ചിരിക്കുന്ന ഒരു നിയമമാണ്. നമുക്കറിയാം പരീക്ഷിത്ത് മഹാരാജാവിന്റെ 7 ദിവസം അദ്ദേഹത്തെ തക്ഷകൻ കൊത്തി മരിക്കും എന്ന് കേട്ട് അദ്ദേഹം ഇങ്ങനെ ഒരു ശുക ബ്രഹ്മർഷിയുടെ മുമ്പില് ഭാഗവതം പഠിക്കാൻ തുടങ്ങിയെന്നൊക്കെ അറിഞ്ഞിട്ട് ഈ തക്ഷകൻ ഒരു ബ്രാഹ്മണന്റെ വേഷം ധരിച്ചു പോകുന്നുണ്ട്. അപ്പോൾ ധന്വന്തരി എന്ന് പറയുന്നത് ധന്വന്തരി മൂർത്തി വിഷ്ണുവിന്റെ അവതാരം തന്നെയാണ്. ധന്വന്തരിയും പറയുന്നു ഞാൻ അദ്ദേഹത്തെ രക്ഷിക്കും. അങ്ങനെ കൊള്ളില്ലല്ലോ, അദ്ദേഹം ഏത് തക്ഷകൻ കടിച്ച് മരിച്ചാലും രക്ഷിക്കാനുള്ള കഴിവ് എനിക്കുണ്ടെന്ന് പറഞ്ഞ് രണ്ടുപേരും ബ്രാഹ്മണന്മാരുടെ വേഷത്തിൽ പോവാണ്. അപ്പൊ ധന്വന്തരിക്ക് മനസ്സിലായി ഇത് ആരാണ്? തക്ഷകനാണ് വേഷം മാറി വന്നിരിക്കുന്നത്. തക്ഷകനും അറിയാം ഇത് ധന്വന്തരിയാണെന്ന്. രണ്ടുപേരും കൂടെ സംസാരിച്ചുകൊണ്ട് പോയപ്പോ അങ്ങ് എന്തിനാണ് പോകുന്നത്? അപ്പൊ എനിക്ക് ധന്വന്തരി പറയണേ, എന്റെ ശിഷ്യനെ ആ ഒരു പരീക്ഷിത്ത മഹാരാജാവിനെ ഭാഗവതം കേൾക്കുകയാണ്, അദ്ദേഹത്തെ ഏതോ ഒരു തക്ഷകൻ കടിച്ചു കൊല്ലുന്നു പറഞ്ഞു, അതിൽ നിന്ന് അദ്ദേഹത്തെ എനിക്ക് രക്ഷിച്ചേ മതിയാവുള്ളൂ. അപ്പൊ ഈ തക്ഷകൻ ഉള്ളിൽ ചിരിക്കുകയാണ്, ചിരിച്ചോണ്ട് പറയാണ്, അങ്ങനെ രക്ഷിക്കാൻ പറ്റുമോ? തക്ഷകൻ ആരാണെന്ന് അങ്ങേക്ക് അറിയില്ല. തക്ഷകന്റെ പ്രഭാവം അറിയാമോ? എന്ത് പ്രഭാവമായിക്കോട്ടെ, വിഷം അല്ലേ, ആ വിഷം കൊണ്ട് കൊത്തും, അത്രയല്ലേ ഉള്ളൂ. പക്ഷെ ആ ഒരു വിഷത്തെ ശമിപ്പിക്കാനും തിരിച്ച് പുനരുജ്ജീവിപ്പിക്കാനും ധന്വന്തരിക്ക് കഴിവുണ്ടെന്ന് പറയാണ്. എന്നാൽ ഇത് കണ്ടോളൂ എന്ന് പറഞ്ഞ് പോണ വഴിയിലുള്ള ഒരു വലിയ ആൽമരത്തിനെ തക്ഷകൻ ഒന്ന് ദംശിച്ചതേ ഉള്ളൂ. ആ ഒരു മരം മുഴുവനും കരിഞ്ഞ് ചാമ്പലായി. ഉഗ്രവിഷമാണ് തക്ഷകന്. ഒന്ന് തൊട്ടാ മതി. അപ്പൊ ഇത് കണ്ട് ചിരിച്ചോണ്ട് ഈ ധന്വന്തരിയായിട്ട് വന്ന ബ്രാഹ്മണൻ എന്ത് ചെയ്തു? തന്റെ കമണ്ടലിൽ നിന്ന് ഒരു തുള്ളി ജലമെടുത്ത് ജപിച്ച് ആ ഭസ്മത്തിലോട്ട് തളിക്കുകയാണ്. ആ നിമിഷം പ്രതി ആ നശിച്ചുപോയ മരം വീണ്ടും തളിർത്ത ആ മരമായിട്ട് അവിടെ വന്നു. തക്ഷകന് മനസ്സിലായി ഇത് നിസ്സാര ആളല്ല, ഇദ്ദേഹത്തെ നമുക്ക് തോൽപ്പിക്കാൻ പറ്റില്ല. കാരണം ഈ കാണുന്ന ബാഹ്യമായിട്ടുള്ള കാര്യങ്ങൾ എന്തും ഉണ്ടാക്കാം, ആന്തരികമായിട്ടുള്ള കാര്യത്തെ മാറ്റാൻ ആർക്കും പറ്റില്ല. ഈ മരണം സ്ഥൂല ശരീരത്തിനാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ സൂക്ഷ്മ ശരീരം എന്ന് പറയുന്ന ആത്മാവ് എല്ലായിടത്തും വ്യാപിച്ചിരിക്കുന്നവൻ വിഷ്ണുവിന്റെ അവതാരമായിട്ടിരിക്കണ ഈ ധന്വന്തരിയെ എനിക്ക് തോൽപ്പിക്കാൻ പറ്റില്ല എന്ന് അറിഞ്ഞ തക്ഷകൻ ശരണാഗതി ചെയ്യുകയാണ് ഇദ്ദേഹത്തിന്. അപ്പൊ ധന്വന്തരി മൂർത്തയെ എന്ന് പറഞ്ഞിട്ട് അഭയം ചേർന്നിട്ട് പറയണം, അങ്ങ് എന്നെ മോശക്കാരനാക്കരുത്. തക്ഷകന്റെ വിഷമേറ്റ് ഭൂമിയിൽ ഒരു കുഞ്ഞുപോലും മരിക്കാതിരുന്നിട്ടില്ല. ഇത് പരീക്ഷത്തിന്റെ ശാപമാണ്. അതായത് ഇന്ദ മുനിയുടെ കഴുത്തില് പാമ്പിനെ ഇട്ടത് കൊണ്ടുള്ള ശാപം നടന്നേ തീരൂ. അങ്ങൊരു കാര്യം ചെയ്യണം, അങ്ങ് സന്തോഷമായിട്ട് തിരിച്ചു പോണം. എനിക്ക് ഇദ്ദേഹത്തെ ദംശിച്ചേ പറ്റുള്ളൂ. ലോകത്തില് പാമ്പിന്റെ വിഷത്തിന് അതായത് സ്ഥൂല ശരീരത്തെ നശിപ്പിക്കാൻ പറ്റുമെന്നുള്ള ആ ഒരു ഇത് മാറ്റിക്കളയരുതെന്ന് പറയണം. അപ്പോ ധന്വന്തരി പറയണു, അല്ലയോ തക്ഷക, നിനക്ക് സ്ഥൂല ശരീരത്തെ നശിപ്പിക്കാൻ പറ്റുള്ളൂ, ഇരിക്കുന്ന ആത്മാവിനെ നശിപ്പിക്കാൻ ആർക്കും പറ്റില്ല. പരീക്ഷിത്ത് നേടാൻ പോകുന്നത്, ഈ 7 ദിവസം കൊണ്ട് നേടാൻ പോകുന്നത് സ്ഥൂല ശരീരത്തിന്റെ നാശമല്ല. അത് എന്തായാലും സംഭവിക്കും, എനിക്കറിയാം. അത് ലോകത്തിനെ മാറ്റാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. പക്ഷെ അദ്ദേഹത്തിന്റെ ആ സൂക്ഷ്മ ആത്മാവിന് ബലം കൊടുക്കാൻ, ഈ ശുഗബ്രഹ്മർഷിയുടെ 7 ദിവസത്തെ ഭാഗവതം കേട്ട് ആത്മാവിന് ബലം കിട്ടാൻ, അതിന് അദ്ദേഹത്തിന്റെ ആ ഒരു സൂക്ഷ്മ ശരീര ബലത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ പോകുന്നത്. അദ്ദേഹത്തിന് ഒരു പ്രത്യേക ഔഷധക്കൂട്ട് കൊടുത്തിട്ട് ഇതിന് ഈ പരീക്ഷത്ത് എന്ന് പറഞ്ഞ ഗർഭപാത്രത്തിൽ കിടന്ന് തന്നെ ഭഗവാന്റെ ആ ഒരു സുദർശന ചക്രം കൊണ്ട് രക്ഷിക്കപ്പെട്ട ആളാണ്. അപ്പൊ അദ്ദേഹത്തിന് എനിക്കിത് കൊടുക്കണം. കൊടുത്തു കഴിഞ്ഞ് തീർച്ചയായിട്ടും അദ്ദേഹത്തിന്റെ സ്ഥൂല ശരീരത്തെ നീ നശിപ്പിച്ചോളൂ. അപ്പോഴത്തേക്കും അദ്ദേഹത്തിന്റെ മനസ്സെത്തേണ്ടിടത്ത് എത്തിക്കഴിയും. നമുക്ക് ആർക്കും നശിപ്പിക്കാൻ പറ്റാത്ത ആ പരമമായ ധാമത്തില് അദ്ദേഹം എത്തിച്ചേരും എന്ന് പറയണം. അപ്പൊ നോക്കൂ, എന്ന് പറഞ്ഞാലും ഈ സ്ഥൂല ശരീരം നശിക്കും, അതിന് വേറെ ഒരു പോംവഴിയും ഇല്ല. പക്ഷെ നമുക്ക് എത്തേണ്ടടുത്ത് എത്തിക്കഴിഞ്ഞാൽ, മനസ്സിന് എത്തേണ്ടടുത്ത് എത്തിക്കഴിഞ്ഞാൽ ആ ഒരു മരണമില്ലാത്ത അവസ്ഥ ശരീരത്തിൽ ഈ പറഞ്ഞ ഉപാധി ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് നേടാൻ പറ്റുള്ളൂ. അപ്പോ നമ്മുടെ ജീവിതത്തില് ആ ഭാഗവതം കേട്ടിട്ട് പരീക്ഷിത്ത മഹാരാജാവ് പറഞ്ഞ പോലെ ഈ രാമായണം കേട്ടിട്ട് നമുക്കും ഓരോരുത്തർക്കും പറയാൻ പറ്റണം, എന്താണ്? ആ ഒരു വേണ്ടതിനെ പറഞ്ഞു തന്നു. അല്ലയോ രാമായണം എന്ന് പറയുന്ന ആ മഹത്തത്വം, രാമതത്വം എന്താണ് നമുക്ക് പറഞ്ഞു തന്നത്? സിദ്ധോസ്മി അനുഗ്രഹോസ്മി. അതായത് എന്നെ സിദ്ധനാക്കി, എനിക്ക് അനുഗ്രഹം തന്നു. എന്തുകൊണ്ട്? ഭഗവത് കരുണയാ. ആ ഒരു അഭയം ദർശിതത്വം ത്വയാ. ഈ അഭയം എന്നുള്ള ഒരു വാക്ക്, എനിക്ക് ഭയമില്ലാത്ത അവസ്ഥ, അതെനിക്ക് ആര് തന്നു?
ഈ പറഞ്ഞിരിക്കുന്ന ഈ ഭാഗവത ശ്രവണത്തിലൂടെ എൻ്റെ ഗുരു ശുഖബ്രഹ്മർഷി എനിക്ക് തന്നിരിക്കുന്നു. അതുകൊണ്ട് ഞാൻ സിദ്ധനായി തീർന്നു. ഈ പറഞ്ഞ ബാഹ്യ സാധനങ്ങളൊന്നും വേണ്ട സിദ്ധനാവാനായിട്ട്. ഈ പായലിനെ, അജ്ഞാനമാകുന്ന ഈ പായലിനെ ഒന്ന് മാറ്റിയിട്ട് അത് കണ്ട ആ കിടക്കുന്നത് ശുദ്ധ ജലമാണെന്ന് അറിഞ്ഞാൽ മാത്രം മതി. അതാണ് അനുഗ്രഹം. അപ്പൊ അനുഗ്രഹം ആര് തരണം? ഗുരു മുഖാന്തരം. ആ ഗുരുതത്വത്തിലൂടെ നമ്മൾ ഈശ്വരനെ നമ്മുടെ ഉള്ളിൽ കാണണം. അതാണ് ആ ഭഗവാന്റെ കരുണ. അപ്പോ ഏറ്റവും അടുത്തിരിക്കുന്നതിനാണ് നമ്മൾ അറിയാതെ പോകുന്നത്. കസ്തൂരി മൃഗം തന്റെ ആ കസ്തൂരിയെ തേടി ഒരുമാതിരി അഡിക്റ്റഡ് ആയിട്ട് അത് ഭ്രാന്ത് പിടിച്ച് ആ വനത്തിൽ മുഴുവൻ നടക്കും. ഇത് എവിടുന്ന് വല്ലാത്ത മതിപ്പിക്കുന്ന സുഗന്ധം. ഭഗവതിയുടെ കസ്തൂരി തിലകം, കൃഷ്ണന്റേത് കസ്തൂരി തിലകമാണ്. ആ മൃഗമതമാണ്. ഭയങ്കര ഒരു വല്ലാത്ത സുഗന്ധം ഉള്ള ആ ഒരു പൊട്ടാണ് ദേവി ഇടുന്നത്. അപ്പൊ അതുപോലെ ആ സുഗന്ധം ആ കാട്ടിൽ മുഴുവൻ പരക്കുകയാണ്. ഈ മാന് അതിന്റെ പുറകെ. ഇത് എവിടുന്നാണ് ഗന്ധം വരുന്നത്? തന്റെ ശരീരത്തിൽ നിന്നാണ്. തന്റെ ശരീരത്തിൽ ഒളിഞ്ഞിരിക്കുന്ന ഒരു സ്ഥലത്തു നിന്നാണെന്ന് വരാതെ എന്ത് ചെയ്യുന്നു? ആ കാട് മുഴുവനും തേടി നടക്കുന്നു. ഇത് തന്നെയാണ് നമ്മൾ ഓരോരുത്തരും. നമ്മുടെ ഉള്ളിലിരിക്കുന്ന ആ സുഗന്ധ വസ്തുവിനെ, ആ ചാരത്തിൽ ഒളിഞ്ഞു കിടക്കുന്ന ആ ഒരു അഗ്നിയെ നമ്മൾ കാണാതെ എവിടെയൊക്കെയോ അന്വേഷിച്ച് നടക്കുകയാണ്. ആ അന്വേഷിച്ച് നടന്ന് എന്താ, നമ്മൾ തന്നെ ക്ഷീണിക്കുന്നു. ക്ഷീണിച്ചിട്ട് എന്താ, ഒരു തമിഴ് സിദ്ധൻ പാടിയതുപോലെ, എനിക്ക് തമിഴ് അറിയില്ല, എന്നാൽ ഇത് ഭയങ്കര നല്ലതായതുകൊണ്ട് ഞാൻ പറയുകയാണ്. ഓടി 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 ഉത്കലന്ത ജ്യോതിയെ നാടി 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 നാൾക്കളും കഴിഞ്ഞു പോയി. വാടി 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 മാണ്ടുപോയ മാന്തറുകൾ കോടി 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 എണ്ണിരന്ത കോടിയെ. ഉള്ളിൽ കലർന്ന, ഭയങ്കര ഇഷ്ടപ്പെട്ടോണ്ട് ഞാൻ ഇങ്ങനെ എഴുതി വെച്ചു. കാരണം ഞാൻ തമിഴാണ് ലളിതാ സഹസ്രനാമം പഠിച്ചത്. അദ്ദേഹം ഒരുപാട് ഇങ്ങനെ സിദ്ധന്മാര് പറയുന്നത്, ഒരുപാട് തമിഴ് കൊട്ടേഷൻ പറയാറുണ്ട്. എല്ലാം തന്നെ അതീവമായിട്ട് വളരെ ഉൾക്കാമ്പുള്ളതാണ്. അപ്പൊ ഇത് പറയുന്നത്, ഉള്ളിൽ കലർന്ന ജ്യോതിയെ അന്വേഷിച്ച് ദിവസങ്ങൾ കഴിഞ്ഞിട്ട് എന്താ ഓടി ഓടി തളർന്നു ഞാൻ. കഴിഞ്ഞിട്ട് എന്ത് ചെയ്തു? മാണ്ടുപോയി. അങ്ങനെ ആ ജീവൻ, ആ ശരീരം കൊണ്ട് പലയിടത്തും ഈ കസ്തൂരിമാനിനെ പോലെ ആ ഉള്ളിലാണ്ട ജ്യോതിയെ, ഉള്ളിലിരിക്കുന്ന ജ്യോതിയെ അന്വേഷിച്ച് ഓടി ഓടി തളർന്ന ഒരു ദിവസം ചത്തുപോയി. അതിനെ ചത്തുപോയി എന്നേ പറയാൻ പറ്റൂ. കാരണം മൃഗങ്ങളെ പോലെ ആ ഒരു മനുഷ്യത്വ മനനമില്ലാതെ, ആ മനുഷ്യന്റെ യഥാർത്ഥ ആ ഒരു ലക്ഷ്യബോധം, ലക്ഷ്യത്തെ അറിയാതെ ചത്തുപോയി. പാവം ശിവ ചത്തുപോകുന്നു എന്ന് പറയുമ്പോൾ മനുഷ്യൻ മൃഗത്തിന് തുല്യമായിട്ട് മരിച്ചു പോകുന്നു എന്നർത്ഥം. അപ്പൊ എന്താ, ശങ്കരാചാര്യര് പറയുന്ന പോലെ ജീവിതം ചുട്ടു തിന്നു എന്നൊക്കെ പറയൂലേ. അപ്പോ ആത്മജ്ഞാന വിഹീനഹ എന്നൊക്കെ പറയും. നമ്മൾ എന്ത് ചെയ്യണം? ഉള്ളിൽ കലർന്ന ജ്യോതിയെ നമ്മള് മരിച്ചു പോകുന്നതിന് മുമ്പേ, ശരീരം വിട്ടു പോകുന്നതിന് മുമ്പേ അറിയണം. എന്നാലേ ആത്മജ്ഞാന വിഹീനഹ മൂഢാഹ പശ്യന്തേ. അവരെന്ത് കാണുന്നു? ഈ മൂഢന്മാര്, ആത്മജ്ഞാനമില്ലാത്ത മൂഢന്മാര് നരക നിഗൂഢഹ. അവർക്ക് നരകത്തിന്റെ നിഗൂഢ തത്വങ്ങളെ മനസ്സിലാക്കാൻ പറ്റും. അല്ലാതെ ജീവിതത്തിന്റെ ആ ഒരു സുഗന്ധമാർന്ന തലം അവർക്ക് മനസ്സിലാവില്ല. അതുകൊണ്ട് എന്ത് ചെയ്യണം? നിന്റെ ജീവിതം നീ വ്യർത്ഥമാക്കരുത്. കുശലമായിട്ടിരിക്കൂ. അതിനെന്ത് വേണം? സത്സംഗം വേണം. സത്തിനെ അറിയണം. സത്തിലോട്ട് സംഘം ചെയ്യണം. അതിലോട്ട് യാത്ര തുടങ്ങണം. ഇങ്ങനെയൊക്കെയുള്ള ഓരോ ഉപദേശങ്ങൾ കൊടുക്കുകയാണ്. ഞാൻ ഈ രാമഹൃദയം എന്ന് പറയുന്നത് തന്നെ നമ്മുടെ ഈ ഒരു എന്താ പറയുക, ഇതാണ് നമ്മുടെ ലക്ഷ്യം. അതായത് ആ ഒരു സിദ്ധോസ്മി, നമ്മളിത് കഴിയുമ്പോൾ അനുഗ്രഹോസ്മി, എനിക്ക് അനുഗ്രഹം കിട്ടി, ഞാൻ സിദ്ധനായി തീർന്നു എന്ന് രാമായണം തീരുമ്പോൾ, രാമഹൃദയ മന്ത്രം പഠിച്ചു കഴിയുമ്പോൾ നമ്മൾ ഓരോരുത്തർക്കും ഉള്ളിലായിട്ടെങ്കിലും പറയാൻ പറ്റണം. കാരണം ഇതെനിക്ക് ഒരു അനുഗ്രഹം കൊണ്ട് കിട്ടിയതാണ്. എൻ്റെ ഈ സംഘം, സത്വമായിട്ടുള്ള സംഘം എനിക്ക് കിട്ടാൻ കാരണം അനുഗ്രഹമുള്ളത് കൊണ്ടാണ്. അനേക ജന്മത്തില് ഞാൻ ചെയ്ത പുണ്യങ്ങളാണ് എനിക്ക് അമ്മയുടെ അനുഗ്രഹത്തിലൂടെ, അമ്മയെ പഠിക്കാൻ വന്ന ഞാൻ അമ്മയിലോട്ട് എത്തണമെങ്കിൽ ഒരുപാട് പടവുകൾ കയറണമെന്നറിഞ്ഞ് രാമായണത്തിലൂടെ എനിക്ക് രാമതത്വത്തെ, രാമഹൃദയത്തെ എനിക്ക് അറിയാൻ പറ്റി. അപ്പൊ നമ്മളും ഓരോരുത്തരും ആ ഒരു 7 ദിവസം അല്ല, നമ്മൾ ഇന്ന് 30 ദിവസത്തോളമായി ഈ രാമായണം, ഏകദേശം 25-26 ദിവസം, അതിലൂടെ നമ്മളും പറയണം അനുഗ്രഹോസ്മി, ഞാൻ അനുഗ്രഹീതനാണ്, അനുഗ്രഹിക്കപ്പെട്ടവരാണെന്ന് നമ്മുടെ ഉള്ളിൽ ആ ഒരു നിറവ്, ആ ഒരു ഫുൾഫിൽമെന്റ്, നമ്മൾ സിദ്ധന്മാരായി തീരണം. കാരണം സാധ്യമായ വസ്തു ഒരിടത്തും ഓടി വിഷമിക്കണ്ട, ഒരിടത്തും അലയണ്ട. ഒരു വീട്ടില് സുഖമായിട്ടിരുന്ന് നമ്മുടെ ഉള്ളിലിരിക്കുന്ന ആ തത്വത്തിലേക്ക് പതുക്കെ 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 നമുക്ക് യാത്ര ചെയ്യാം. സുഖമായിട്ടുള്ള നിദ്രയിലൂടെ ആ ഒരു സത്യത്തെ അറിയുന്ന പോലെ ജാഗ്രത അവസ്ഥയിൽ നമുക്ക് അവിടെ എത്തിച്ചേരാൻ പറ്റും എന്ന് നമുക്ക് ഉറക്കുന്നു. ഇന്നലെ നമ്മള് രാമഹൃദയത്തിൽ എന്താ കണ്ടത്? സുഖമായിട്ടൊന്ന് ഉറങ്ങണം. അതാണ് എല്ലാവരുടെയും ലക്ഷ്യം.
ശാന്തമായി ഉറങ്ങണം. അതിനാണ് നമ്മൾ എല്ലാം ഉണ്ടാക്കുന്നത്. നമ്മൾ ഈ നെട്ടോട്ടം ഓടുന്നതെല്ലാം എന്തിനാ? നന്നായിട്ടൊന്ന് ഉറങ്ങണം. അതിനെന്ത് വേണം? ആ ഉറങ്ങണമെങ്കിലും അറിവ് വേണം. അറിവില്ലാതെ ഉറങ്ങിയാൽ എന്താ? ഉറങ്ങിടേണം അറിവായി. അത് അറിവായിട്ട് ഉറങ്ങണം. എന്താ? അറിവില് എന്ന് വെച്ചാൽ നമ്മൾ ചെന്ന് ഉറങ്ങുന്ന സമയത്ത് ചെന്ന് ചേരുന്ന പൂർണ്ണമായിട്ടുള്ള അറിവിലാണ് ആ സുഷുപ്തി അവസ്ഥ എന്ന് പറയുന്നത്. തന്റെ സ്വബോധത്തോടു കൂടി തന്റെ ആത്മാവുമായിട്ടുള്ള ഒരു കലർന്നിരിക്കലാണെന്ന് അറിയണം. പിന്നെ ആ അറിഞ്ഞില്ലെങ്കിലോ ആ ഒരു ത്രിപുടി മുടിഞ്ഞ് ആ ഒരു ത്രിഭുവന സീമ വിട്ട് വിളങ്ങുന്ന മുനിജന സേവയിൽ മൂർത്തിയെ നിർത്തിടേണം. ആ മുനിജനങ്ങളെ സേവിക്കണം. കാരണം ഈ സത്യത്തെ അവർ ഉണർന്നവരാണ്. അവർക്ക് നമുക്ക് പറഞ്ഞു തരാൻ പറ്റും. ആ സത്സംഗത്തിലൂടെ നമ്മൾ ഇത് അറിഞ്ഞുകൊള്ളണം. അപ്പൊ നമ്മൾ സുഖമായിട്ട് ഉറങ്ങാനായിട്ടാണ് വീട്, കുടുംബം, നമ്മൾ കുടുംബിനി, ധനം, ഇങ്ങനെയൊക്കെ പറഞ്ഞ് ഓരോന്ന് ഉണ്ടാക്കുന്ന. ഇതെല്ലാം തന്നെ നമുക്ക് പറയാം അനിമൽ ഇൻസ്റ്റിങ്ക്റ്റ് ആണ്, അല്ലെ? അനിമൽസ് ഇതെല്ലാം ചെയ്യണില്ലേ? ഒരു സിംഹം അതിനൊരു ഗുഹ ഉണ്ടാക്കുന്നു, ഒരു പക്ഷി അതിനൊരു കൂടുണ്ടാക്കുന്നു, എല്ലാ മൃഗങ്ങളും കൂടുണ്ടാക്കി അതിനകത്ത് സുഖമായിട്ട് താമസിക്കുന്നു. അവരൊരു കുടുംബം ഉണ്ടാക്കുന്നു, ഒരാണും ഒരു പെണ്ണും ചേർന്ന് ജീവിച്ച് അതിൻ്റെതായിട്ടുള്ള ആ ഒരു ജീവിതത്തിൽ അതിന്റെ ആ ജന്മങ്ങള് അതിന് അടുത്ത തലമുറ ഉണ്ടാക്കുന്നു. ഇതും നമ്മളും തമ്മിൽ എന്താ വ്യത്യാസം? അത് ധനം സമ്പാദിക്കുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. കാരണം അതിന് ധനം എന്നുള്ള ഒരു കാര്യം അറിയാം. അതിന്റെ ധനം അതിന്റെ കൂടെയുള്ള ഭാര്യ, ഭർത്താവ്, കുഞ്ഞുങ്ങൾ, അതൊക്കെ തന്നെ. ഒരു കൊച്ചു കുഞ്ഞിനെ രക്ഷിച്ച് പോറ്റി അത് പ്രകൃതിയിലേക്ക് വിട്ടുകൊടുക്കുന്നു. അതിന് പ്രത്യേകിച്ച് ധനം സമ്പാദിക്കേണ്ട ആവശ്യമില്ല. മനുഷ്യനോ ഇതെല്ലാം സമ്പാദിച്ച് ധനം എന്നുള്ളതിന്റെ പിറകെ ഇങ്ങനെ പായുകയാണ്. നമ്മൾ അറിയുന്നില്ല വിദ്യാധനം സർവധനാൽ പ്രധാനം. ആ വിദ്യ നമ്മൾ കൈവിട്ടുപോയി. അതാണ് നമ്മൾ അനിമൽ ഇൻസ്റ്റിങ്ക്റ്റ് എന്ന് പറയാൻ കാരണം. അല്പം ചിന്തിച്ചാല് മനനം ചെയ്യുന്ന മനുഷ്യൻ ഒരിക്കലും മനസ്സിലാവും സുഖം എന്നത് കിട്ടുന്നത് സുഷുപ്തിയിലാണ്, സ്വർണമയമായ ആ ഒരു കാരണ ശരീരത്തിലാണെന്ന് നമുക്ക് മനസ്സിലാവും. കാരണം ഈ പറഞ്ഞതിനെ എല്ലാം മറയ്ക്കുന്ന മായയാണ്. ഹിരണ്യം എന്ന് പറഞ്ഞാല് സ്വർണം, ഹിരണ്യഗർഭന്റെ ലോകം. അതാണ് നമ്മൾ ഉറങ്ങുന്ന സമയം നമുക്ക് കിട്ടുന്നത്. ഹിരണ്യഗർഭൻ എന്ന് പറഞ്ഞാൽ ഏറ്റവും ഈ സൂക്ഷ്മ ശരീരം, കാരണ ശരീരം എല്ലാം ലയിച്ചിരിക്കുന്ന ആദ്യത്തെ ആ ഉണ്ടാകുന്ന വസ്തു ഹിരണ്യഗർഭനിൽ നിന്നാണ് നമ്മുടെ ഈ സൃഷ്ട പ്രപഞ്ചം പുറത്തു വരുന്നത്. അപ്പോ അത് അറിയണമെങ്കിൽ നമ്മൾ ഉറക്കത്തിലേക്ക് വീഴുന്നതിന് മുമ്പും ഉണർന്നു വരുന്ന അവസരത്തിലും ഒന്ന് ചിന്തിച്ചാൽ മതി. അവിടെ നമുക്ക് എന്താ അങ്ങനെ അറിയാൻ കാരണം? ആ ഒരു സമയത്ത് അവിടെ ജാതി, മത, വർണ്ണാശ്രമങ്ങൾ ഒന്നുമില്ല. ഈ ശരീരബോധം പോലും ഇല്ല. അതായത് ഒന്നിനും എത്തിച്ചേരാൻ പറ്റാത്ത ഒരവസ്ഥ. അതിനെയാണ് നമ്മൾ അവ്യക്തം എന്ന് പറയുന്നത്. അവ്യക്തം എന്ന് പറയുന്നത് ബ്രഹ്മം, അവ്യക്തം. അവിടെ നിന്നാണ് അവ്യക്തമായ അവസ്ഥയിൽ. അത് നമ്മൾ ശരീരത്തിലിരുന്ന് അറിയണമെങ്കിൽ ഒന്ന് ആ ഡീപ്പ് സ്ലീപ്പിലോട്ട് പോകുന്ന സമയം. അത് ആർക്കും വേർതിരിച്ചറിയാൻ പറ്റില്ല. എപ്പോഴാണ് നമ്മൾ ഇങ്ങനെ കിടന്നത് മാത്രം നമുക്കറിയാം. എപ്പോഴാണ് അതിലോട്ട് വഴുതി വീണത് അത് നമുക്ക് ആ ഒരു എന്താ പറയാ ഒരു ഡീമാർക്ക് ചെയ്ത് പറയാൻ പറ്റില്ല. ഞാൻ ഇന്ന സമയത്ത് വീണു, അത് നമ്മൾ അറിയാതെ ഇത് തന്നെയാണ് ഒരു ജീവന്റെ ലയനവും. അറിയാതെ നമ്മൾ അതിൽ ലയിച്ചു പോയി. പിന്നെ എപ്പോഴാണ് അതിൽ നിന്ന് ഉണർന്നു വന്നത് അതും നമുക്കറിയില്ല. ഇത് രണ്ടും നമുക്കറിയില്ല. അതുകൊണ്ടാണ് നമ്മൾ അതിനെ എന്താ പറയുന്നത്? വ്യക്തമല്ലാത്തത് എന്തോ അത് അവ്യക്തം. അപ്പൊ ചുറ്റുപാടിൽ നിന്ന് പതുക്കെ പതുക്കെ എന്താ പറയാ ആ ഒരു സ്വപ്നത്തിൽ നിന്ന് ജാഗ്രതയിൽ നിന്ന് സ്വപ്നം, സ്വപ്നത്തിൽ നിന്ന് സുഷുപ്തി, അങ്ങനെ എല്ലാവരും ഒരു നിത്യപ്രളയ അവസ്ഥയിലേക്ക് എത്തുന്നു. അവിടെ ഈ മതം, ഈശ്വരൻ, കുടുംബം ഒന്നുമില്ല. ആ പുരത്തിൽ നിന്നാണ് നമ്മൾ പതുക്കെ പതുക്കെ വെള്ളിപ്പുരമാകുന്ന സ്വപ്നാവസ്ഥയിൽ വരുന്നു. അവിടെ നിന്ന് നമ്മൾ ഇരുമ്പിന് സമാനമായ ജാഗ്രത അവസ്ഥയിലേക്ക് വരുന്നു. കാരണം ഇരുമ്പിനാണ് തുരുമ്പ് പിടിക്കുന്നത്. അതിനാണ് ഈ പറഞ്ഞ കുറെ കാലം എന്താ പറയാ എന്തിലോട്ടെങ്കിലും ചേർന്നിരിക്കുമ്പോൾ അവിടെ തുരുമ്പ് പിടിക്കുകയാണ്. പിന്നെ നമ്മൾ അത് എന്ത് ചെയ്യണം? തുരുമ്പിനെ മാറ്റണം. തുരുമ്പ് വന്നാല് ഇരുമ്പ് ആകർഷിക്കപ്പെടില്ല കാന്തത്തിനോട്. അതുകൊണ്ടാണ് നമ്മുടെ സ്ഥൂല ശരീരത്തിൽ ഇരിക്കുമ്പോൾ അകത്ത് കാന്തവസ്തുവായിട്ടിരിക്കുന്ന ആ ഒരു ആത്മശക്തിയുമായിട്ട് ആകർഷണം ഇല്ലാത്തത്. കാരണം അത് വളരെ തിക്കാണ്, ഒട്ടും ട്രാൻസ്പെറന്റ് അല്ല. ആ ഒരു ശക്തിയെ ഇങ്ങനെ തടഞ്ഞു നിർത്തിയിരിക്കണം, നമുക്ക് മനസ്സിലാക്കാത്ത ഒരു മായ പോലെ. അത് കൊണ്ടുവരുവാൻ, അതിലോട്ട് കൊണ്ടുവരാനായിട്ട് ഒരു ആത്മശക്തി അറിയണമെങ്കിൽ ഈ 3 പുരങ്ങളെയും നമ്മൾ അതിക്രമിക്കണം. ഇതിന് സാക്ഷിയായിട്ട് നിൽക്കുന്ന ആരോ അവനെ നമ്മൾ ത്രിപുരാരി, ത്രിപുരങ്ങളെ ഇല്ലാതാക്കുന്ന ത്രിപുരങ്ങളുടെ ശത്രു ത്രിപുരാരി എന്നറിഞ്ഞാലും ഈ പുരങ്ങളെ സൃഷ്ടിക്കുവാനും സംഹരിക്കാനും കഴിവുള്ള ആ ബോധം, അതിനെയാണ് നമ്മൾ നിർവികൽപ, നിരാബാധ, നിവൃത്തി രൂപമായിരിക്കുന്ന ശിവതത്വം എന്ന് പറയുന്നത്. അപ്പോൾ ഈ ജീവൻ ശിവനാകുമ്പോൾ എന്താ? പർവ്വതത്തിൽ നിന്ന് ഉത്ഭവിച്ച എന്താ പറയാ രാമായണമാകുന്ന ജ്ഞാനഗംഗ. നമുക്കറിയാം ഇതെല്ലാം ആദ്യം നമ്മൾ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് ഡിസ്കസ് ചെയ്താണ്. ആ ജ്ഞാനഗംഗ ഭൂമി
ഭൂമി, ഭുർ, ഭുവ, സുവ, ഈ 3 ലോകങ്ങളെയും ശുദ്ധമാക്കുന്നു. അതായത് നമ്മുടെ 3 അവസ്ഥയിലും ഈ ജ്ഞാനഗംഗ ആർക്ക് കിട്ടുന്നു, അവര് ശുദ്ധമാക്കപ്പെടുന്നു. അപ്പൊ ഇതാണ് ശരിക്കും പറഞ്ഞ രാമായണ തത്വ പഠനത്തിന്റെ മാഹാത്മ്യം. ഇതാണ് രാമൻ എന്ന ഒരു സമുന്നതമായിട്ടുള്ള തത്വത്തിൽ നമ്മൾ അറിയണമെങ്കിൽ രാമന്റെ ഈ ഒരു പ്രഭാവത്തെ കൂടെ അറിയണം. നാമത്തിന്റെ പ്രാധാന്യം. രാമായണം നാം കേൾക്കുന്നത് ശരിക്കും നമ്മൾ ആദ്യം മുതൽ കേൾക്കുന്നത് എങ്ങനെയാണ്? ശിവപാർവതി സംഭാഷണമായിട്ടാണ്. ആധ്യാത്മ രാമായണം ആരംഭം മുതലേ പറയുന്നു രാമന്റെ രാജ്യാഭിഷേകത്തിന് ശേഷമാണ് ഇവിടെ കഥ ആരംഭിക്കുന്നത്. നമ്മള് ശരിക്കും പറഞ്ഞ അതൊക്കെ വിട്ടിട്ടാണ് ആദ്യം മുതൽ ഇങ്ങനെ എന്താ പറയുക, ഈ അഗ്നിയിൽ നിന്ന് വന്നതും കുട്ടികൾ ഉണ്ടാവാത്തതൊക്കെ നമ്മൾ ആദ്യം പഠിക്കുന്നു. ശരിക്കുള്ള ആ രാമായണത്തില് രാജ്യാഭിഷേകത്തിന് ശേഷം ഒരു ഫ്ലാഷ് ബാക്ക് ആയിട്ടാണ് കഥ തുടങ്ങുന്നത്. നമ്മൾ പല സിനിമയിലും കണ്ടിട്ടില്ലേ, ആദ്യം അവസാനം നടന്നത് കാണിച്ചിട്ട് ഇത് എന്തുകൊണ്ട് സംഭവിച്ചു എന്ന് പറഞ്ഞ് ഫ്ലാഷ് ബാക്ക് ആയിട്ട് കഥ തുടങ്ങുന്നത്. അപ്പൊ അതുപോലെ കൈലാസത്തിന്റെ അഗ്രത്തില് 100 സൂര്യന്മാർ ഉദിച്ചതുപോലെ ധ്യാനനിഷ്ഠനും രത്നപീഠത്തിൽ ഇരിക്കുന്നതുമായ ശിവനോട് ദേവി പാർവതി ചോദിക്കുന്നു. ശിവന്റെ 3 കണ്ണുകള് എപ്പോഴും ആലോചിച്ച് നോക്കണം. ജാഗ്രത, സ്വപ്നം, സുഷുപ്തി. സൂര്യൻ, അഗ്നി, ചന്ദ്രൻ എന്ന് പറയാറുണ്ട്. എങ്ങനെ വേണമെങ്കിലും നമുക്ക് ആ ഒരു സന്ദർഭം അനുസരിച്ച് എടുക്കാം. അപ്പോ വാമാങ്കത്തിൽ ഇരിക്കുന്ന പാർവതി, തന്റെ ഇടതു തുടയിലിരിക്കുന്ന ദേവി, യുക്തിയുടെ ഇരിപ്പിടം. യുക്തി എവിടെ? നമുക്ക് തന്നെ ആ ബ്രെയിനിന് 2 സൈഡുണ്ട്. ഇമോഷണൽ ആയിട്ട് ഒരു സൈഡുണ്ട്, യുക്തി ബുദ്ധിക്ക് ഉറച്ച തീരുമാനങ്ങൾ എടുക്കുന്ന ഒരു സൈഡുണ്ട്. ആ ഒരു ദേവിയുടെ നമ്മുടെ എന്ന് പറയുന്ന ആ ഒരു സ്ത്രീ, ഇതിനെ നമ്മൾ എന്താ ഇമോഷണൽ ഹാർട്ടായിട്ട് കാണും, ഇമോഷണൽ കാര്യങ്ങൾ. മറ്റേത് വലതുവശത്ത് പുരുഷന്റെ സ്ഥലം നമ്മൾ ദൃഢമായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കുന്ന ബുദ്ധിയുടെ സൈഡ്. അപ്പോ ദേവി ഇരിക്കുന്നത് എവിടെയാണ്? സ്ത്രൈണമായിട്ടാണ് ഉള്ളതായിട്ട് കാണിക്കുകയാണ്. യുക്തിയുടെ ഇരിപ്പിടമായിട്ടാണ്. മായ, കാരണം ഇവയെല്ലാം സ്ത്രൈണമാണ്. ആ ദേവി ഇടത് തുടയിലിരിക്കുന്നു. പുരുഷനോട് ചേരുമ്പോൾ മാത്രമേ മായയുള്ളൂ, പുരുഷൻ തനിച്ചിരിക്കുമ്പോ മായയില്ല. അപ്പൊ മായാ സ്വരൂപിണിയായിട്ടിരിക്കുന്ന ദേവി എന്ത് ചെയ്യുന്നു? ആ ഒരു ഭഗവാന്റെ ഇടത് തുടയില് ചേർന്നിരുന്നുകൊണ്ട് ആ ഒരു പൂർണ്ണമായിരിക്കുന്ന അദ്ദേഹത്തോട് ചോദിക്കുകയാണ്. ഭർത്തൃ സംയോഗമില്ലാതെ ദേവിയെ ജനിക്കുന്ന ഭർത്താവിന്റെ സംയോഗമില്ലാതെ ജനിക്കുന്നതുകൊണ്ടാണ് ദേവിക്ക് അയോനിജ എന്നുള്ള പേര്. അപ്പൊ മായയും പുരുഷനും ചേരുമ്പോഴാണ് അജ്ഞാനം എന്ന സന്തതി ഉണ്ടാവുന്നത്. അതേസമയം പുരുഷൻ മാത്രം ഇരിക്കുകയാണെങ്കിൽ, ശിവൻ മാത്രമായിട്ട് ഇരിക്കുകയാണെങ്കിൽ അവിടെ ജ്ഞാനം മാത്രമേ ഉള്ളൂ. അജ്ഞാനം വരുന്നത് എപ്പോഴാ? ദേവി അജ്ഞാനം എന്നല്ല, ഒരിക്കലും അങ്ങനെ തെറ്റിദ്ധരിക്കരുത്. ദേവി എന്ന് പറയുന്നത് ഈ പറയുന്ന മായ ഉണ്ടാക്കി അതിൽ ക്രീഡിക്കുന്നവളാണ്. അപ്പോ ഈ മായയാകുന്ന ഒരു യവനിക ഉണ്ടാക്കുന്നത് ദേവിയാണ്. ഇവര് രണ്ടുപേരും ചേരുമ്പോഴേ സൃഷ്ടിയുള്ളൂ, ഈ ജഗത്തുള്ളൂ. അപ്പോൾ ഹിമവൽ ശൃംഗത്തില് ധവളിതമായിരിക്കുന്ന കൈലാസത്തില് സമാധി സ്ഥാനമായിട്ടിരിക്കുന്ന ശിവന്റെ വാമാങ്കസ്ഥയായ പാർവതി പറഞ്ഞു, അല്ലയോ പ്രകാശ സ്വരൂപ, ജഗന്നിവാസ, സർവ്വലോകങ്ങളിൽ നിവസിക്കുന്ന അല്ലയോ ഭഗവാനെ, ഈ എല്ലാത്തിലും അങ്ങാണ് വസിക്കുന്നതെന്ന് എനിക്കറിയാം. അങ്ങ് ഉപാധിരഹിതമായ ബ്രഹ്മത്തെ കണ്ടുകൊണ്ടിരിക്കുന്നു, അതും എനിക്കറിയാം. പക്ഷേ എനിക്ക് ഈ പറഞ്ഞ രാമൻ എന്ന് പറയുന്ന ഈ പുരുഷോത്തമനെ കുറിച്ച് അങ്ങ് എനിക്ക് പറഞ്ഞു തരൂ. അത്യന്തം ഗോപ്യമാണ്, രഹസ്യമാണ്. ഈ പറഞ്ഞ ഭൗതികമായിട്ടുള്ള അറിവുകളൊന്നും ഗോപ്യമല്ല. ഈ പറഞ്ഞ ആധ്യാത്മിക കാര്യങ്ങളെല്ലാം ഗോപ്യമാണ്. കാരണം ഭൗതിക അറിവ് ഭാവം ആണ് നമുക്കുണ്ടാക്കുന്നത്. ഈ ആധ്യാത്മിക അറിവ് നമുക്ക് ഭാവരഹിതമായിട്ടുള്ള തലത്തിലേക്ക് കൊണ്ടുപോകണം. അതുകൊണ്ടാണ് ആധ്യാത്മിക സാധനങ്ങളിൽ ഈ പറഞ്ഞ ഉപാസന കാര്യങ്ങളെല്ലാം തന്നെ ഗോപ്യമാണ്. ഗോപ്യമായതെന്ന് പറഞ്ഞാല് ദൃശ്യമല്ലാത്തത്, നമ്മളില് അനുഭവം ഉണ്ടാക്കുന്നത്. കാണാൻ പറ്റില്ല, പക്ഷെ ഭാവം ഉണ്ടാക്കും നമ്മളില്. ഒരു ഭാവവും ഇല്ലാത്ത എന്നില് ആ ദേവിയുടെ ഒരു പ്രതിസ്ഫുരണം എൻ്റെ കണ്ണുകളിൽ വെള്ളം നിറയ്ക്കണു, എനിക്ക് വല്ലാത്തൊരു അനുഭൂതി തലത്തിൽ എത്തിക്കുന്നു. അതാണ് ഭാവം എന്ന് പറയുന്നത്. അത് അങ്ങനെയുള്ള ഒരു അനുഭവം ഉണ്ടാക്കും. അതിനെയാണ് നമ്മൾ ഗോപ്യം എന്ന് പറയുന്നത്. അപ്പൊ ദേവി ശിവനോട് ചോദിക്കുകയാണ്, ഈ ഗോപ്യമായിട്ടിരിക്കുന്ന എന്താണ് ഈ രാമതത്വം? രാമനെ മനുഷ്യനായിട്ടൊക്കെ ഞാനിപ്പോ കണ്ടു, അദ്ദേഹത്തിന്റെ ഈ ഗോപ്യമായിട്ടിരിക്കുന്ന രഹസ്യം എന്താണ്, എനിക്ക് പറഞ്ഞു തന്നാലും എന്ന് പറയാണ്. അപ്പൊ അപ്പൊ അളക്കുവാൻ പറ്റുന്നതും പരിമിതമായതും എല്ലാം എന്താണ്? ഈ പറഞ്ഞ ഈ അപരാവിദ്യയാണ്, ഈ പ്രാപഞ്ചികമായിട്ടുള്ള കാര്യങ്ങളാണ്, അത് ശിവനല്ല. അപ്പോ മന്ത്രം എന്നത് അനന്യ ഭക്തിയിലൂടെ വാചാമഗോചരമായിട്ട് കൈമാറേണ്ടതാണ്. അപ്പൊ എങ്ങനെയാണ് ഈ തത്വത്തെ നമുക്ക് അറിയാൻ പറ്റുന്നത്? അപ്പൊ ദേവി തന്നെ അങ്ങോട്ട് പറയണം, മന്ത്രം എന്നുള്ള ആ ഒരു മീഡിയത്തിലൂടെ മാത്രമേ നമുക്ക്
അനന്യഭക്തിയോടുകൂടി വേറെ ഒന്നിലും ആശ്രയിക്കാതെ ഇതിനെ മാത്രം ശ്രദ്ധിച്ച് പെരുമാറിയാൽ, അതില് ജീവിച്ചാൽ മാത്രമേ വാചം മനസ്സ് ഗോചരം, വാക്കിനും മനസ്സിനും ഗോചരമല്ലാത്ത ആ ഒരു തലത്തിൽ എത്തിച്ചേരാൻ പറ്റൂ. അതിന് ഏകമായിട്ടുള്ള ഒരു ഉപാധി എന്ന് പറയുന്നത് മന്ത്രമാണ്. ഇത് അന്യനോട് പറഞ്ഞാൽ മനസ്സിലാകാത്തതാണ് ഈ മന്ത്രം. ആരിൽ അനന്യഭക്തിയുള്ളവർക്ക് മാത്രം, അതായത് മനസ്സിലാകുന്നത്. ശിവനോട് പാർവതിയാണ് ചോദിക്കണമെന്ന് ആലോചിച്ചോളണം. ധർമ്മപത്നിയാണ്, അതായത് 7 പദം വെച്ച് തന്റെ ഭർത്താവിന്റെ കൂടെ ചേർന്നവളാണ് പാർവതി. അപ്പൊ ആ ദേവി തന്നെ പറയണ ഈ ഒരു മന്ത്രം നോക്ക്, എത്ര ഉയർന്ന തലമാണ് മന്ത്രത്തിനുള്ളതെന്ന്. അപ്പൊ ഈ മന്ത്രശാസ്ത്രത്തെ കുറിച്ചുള്ള കാര്യങ്ങൾ ഇനി അമ്മ പറയാൻ പോവാണ്. അപ്പോ അനന്യഭക്തിയോടുകൂടി ഈ വാചാമഗോചരമായിട്ടിരിക്കുന്ന ഈ ആത്മതത്വത്തെ അറിയണമെങ്കിൽ എന്ത് ചെയ്യണം? അത് വളരെ രഹസ്യമായിട്ട് കൈമാറപ്പെടണം. മന്ത്രം പരസ്യമല്ല, മനസ്സിന്റെ തലമാണ്. മനസ്സ് എങ്ങനെയാണോ പരസ്യമാക്കാൻ പറ്റാത്തത്, അതുപോലെ തന്നെ മന്ത്രവും നമുക്ക് പരസ്യമായിട്ട് പറഞ്ഞാൽ ആർക്കും അത് മനസ്സിലാവില്ല, അതുകൊണ്ട് പ്രയോജനവുമില്ല. ഉള്ളിലോട്ട് പോകുന്നവർക്കാണ് മന്ത്രം. അതുകൊണ്ടാണ് മന്ത്രസാധന കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ ദയവ് ചെയ്ത് അലഞ്ഞു തിരിയരുതേ, ക്ഷേത്ര പരിസരങ്ങൾ അലയരുതെന്നല്ല, അവിടെ ക്ഷേത്രം പരിശുദ്ധമല്ല എന്നല്ല. മന്ത്രം കിട്ടുന്നത് എന്തിനാണ്? മനസ്സിന്റെ തലത്തിലേക്ക് പോകാനാണ്. മനസ്സിൽ നിന്ന് മാത്രമേ നമ്മുടെ മനസ്സും ബുദ്ധിയും ചെല്ലാത്തടത്ത്, വജസ്സും മനസ്സും ചെല്ലാത്തടത്ത് എത്തിച്ചേരാൻ പറ്റുന്ന ഒരു വെറും തോണി, മീഡിയമാണ് ഈ മന്ത്രം. അത് കിട്ടിക്കഴിഞ്ഞ് പുറമേ അന്വേഷിച്ച് നടക്കുന്നവര് എത്ര വിഡ്ഢിത്തരമാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് അത് അങ്ങനെ പറയുന്നത്. അപ്പോ ദേവി പറയണ 7 പദം വെച്ച് അഗ്നി സാക്ഷിയായിട്ട് ഞാൻ അങ്ങയുടെ ഭാര്യയായി തീർന്നവളാണ്. അതായത് ഈ രഹസ്യം പറയണമെങ്കിൽ എന്ത് ചെയ്യണം? ഒന്നി ഭാര്യയുടെ സ്ഥാനം വേണം, ഭർത്താവിന്റെ സ്ഥാനം വേണം, ഇല്ലെങ്കിൽ ഗുരുശിഷ്യ ബന്ധം വേണം. അവർക്ക് മാത്രമേ ഉപദേശിക്കാൻ കൊടുക്കുള്ളൂ. അല്ലാതെ ചുമ്മാ ഒരു പട്ടണത്തില് പല പല തരത്തിലുള്ള ആളുകൾ കാണും, എല്ലാവർക്കും ഉപദേശിക്കാൻ പറ്റുന്നതല്ല മന്ത്രം. ഇത് പറയുന്നത് എത്രയോ ഉയർന്ന തലത്തില് ജഗത് മാതാപിതാക്കളാണ്. അപ്പൊ അത്രയും ഉയർന്ന അമ്മ പറയുമ്പോ അതിലെന്തെങ്കിലും കാര്യമില്ലേ? അപ്പോ പറയുന്നു, ഞാന് ശിവനില് അനന്യഭക്തിയുള്ളവളാണ്. ആർക്കാണോ ഭഗവാനില്ല അനന്യഭക്തി, ദേവിയുടെ അടുത്ത് അനന്യഭക്തിയുള്ളവർക്ക് മാത്രമേ ശ്രീ വിദ്യാമന്ത്ര ഉപദേശത്തിന് അർഹതയുള്ളൂ എന്നൊക്കെയാണ് ഈ പറഞ്ഞു വരുന്നത്. അപ്പോ ആ ഒരു ശിവനിൽ അനന്യഭക്തി ഉള്ളവളാണ് ദേവി. ആ ദേവിക്ക് എന്താ? ശരദശതം 100 ശരത്കാലത്തില് ജീവിക്കാമെന്ന് പാണിഗ്രഹണ മന്ത്രം ചൊല്ലി, ഗൃഹണായതേ സൗഭാഗ്യയായ ഹസ്തം എന്ന് പറഞ്ഞു. അതാണ് പാണിഗ്രഹണ മന്ത്രം. ഒരു പുരുഷൻ ഒരു സ്ത്രീയുടെ കൈ പിടിക്കുമ്പോ എന്താ? ആ ഒരു ഗൃഹത്തിൽ വന്നിട്ട് ആ ഒരു ശരദശതം 100 ശരത്കാലങ്ങളില് നിന്നെ സന്തോഷമായിട്ട് ജീവിപ്പിക്കാം, നീ സന്തോഷമായിട്ട് എൻ്റെ കൂടെ ഇരിക്കണം എന്ന് പറഞ്ഞിട്ട് പാണിഗ്രഹണം ചെയ്ത ഒരു പുരുഷനാണ് ശിവൻ. ആ പുരുഷനായ ശിവൻ തന്റെ ഭാര്യയ്ക്ക് രഹസ്യമായിട്ട് പറഞ്ഞു കൊടുക്കാൻ പറയുന്നതാണ് ഈ മന്ത്രം. അപ്പൊ മന്ത്രം എന്ന് പറയുന്നത് എപ്പോഴും ആലോചിച്ചോളും, അത് ശബ്ദമാണ്. ആന്തരിക ശ്രോതങ്ങൾ, നമ്മൾ കാണുന്ന ചെവി അല്ല അത്. മന്ത്രം പുറത്ത് ഐഖരീഭാവത്തിൽ ജപിക്കാനുള്ളതല്ല. ശബ്ദം എന്നത് ആന്തരിക ശ്രോത്രങ്ങളിൽ അർത്ഥമുണ്ടാക്കും. നമുക്കറിയില്ല, പല അർത്ഥങ്ങളും ചിലപ്പോൾ നമുക്കറിയില്ലായിരിക്കാം. പക്ഷെ ഈ മന്ത്രം അകത്ത് ചെന്ന് വേണ്ട അർത്ഥങ്ങൾ നേടിയെടുത്തോളും. കാരണം അടഞ്ഞു കിടക്കുന്ന ഒരുപാട് തലങ്ങൾ നമ്മുടെ ശരീരത്തിന്റെ ഉള്ളിലുണ്ട്. നമ്മളിപ്പോ ഒരു മലയുടെ മുകളിൽ കയറി, എവറസ്റ്റ് കയറി എന്ന് വെക്കൂ, അവിടെ പോകുന്ന വഴി മാത്രമേ നമുക്ക് അറിയാൻ പറ്റൂ. പക്ഷെ മല എന്ന് പറയുന്നത് ഒരുപാട് തലങ്ങളുണ്ട് അവിടെ, അല്ലേ? അതൊന്നും ഒരു ജീവിതത്തിൽ ഒരു മനുഷ്യന് കണ്ടെത്താൻ പറ്റില്ല. അതുപോലെയാണ് മനുഷ്യ ശരീരം. അവിടെ ആ മന്ത്രശാസ്ത്രത്തിന്റെ പ്രസക്തി നാദതലമാണ്. ഈ നാദത്തിന്റെ സനാതനവും സങ്കീർണവുമായിട്ടുള്ള പല തലങ്ങളും ഇന്നും മനുഷ്യര് കണ്ടുപിടിച്ചിട്ടില്ല. അത്ര ഉയർന്ന തലമാണ്. ഉള്ളിലെ പല അറകളും തുറക്കാനായിട്ട് അതിന് പറ്റും. അതുകൊണ്ടാണ് നമ്മൾ അറിയാതെ മാറ്റങ്ങൾ ഉള്ളിൽ വരണമെന്ന് പറയുന്നത്. ശ്രദ്ധിക്കൂ, ഇത് പുറത്ത് ജപിക്കേണ്ടതല്ല, പുറത്ത് പറയേണ്ടതല്ല, പുറത്ത് അത് വിനിമയിക്കേണ്ടതല്ല. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ നിത്യ പ്രയോഗത്തിനുള്ളതല്ല മന്ത്രം. കാരണം നമ്മൾ ഒറ്റയ്ക്കിരിക്കുമ്പോൾ അത് രഹസ്യമായിട്ട് സ്വീകരിച്ച് ശിവൻ പാർവതിക്ക് കൊടുക്കുന്ന പോലെ അത്രയും വിശ്വാസം. ഇത്രയൊക്കെ പറയേണ്ട ആവശ്യമുണ്ടോ പാർവതിക്ക്? അങ്ങയുടെ കൈ പിടിച്ചതല്ലേ പാണിഗ്രഹണ മന്ത്രം കിട്ടി വന്ന ആളല്ലേ? നോക്കൂ, ശിവനോട് ചോദിക്കും, ഈ മന്ത്രം എന്താണ്? രാമമന്ത്രം. ആ താരക മന്ത്രത്തിന്റെ ആ ഒരു ഉയർന്ന തലം എനിക്ക് പറഞ്ഞു തരുമെന്ന് ഒരു ശിഷ്യയായിട്ടിരുന്ന ഒരു ശിഷ്യയുടെ തലത്തിൽ താണ് വീണ് ഭർത്താവിന്റെ അടുത്ത് വളരെ സന്തോഷത്തോടു കൂടി എനിക്ക് ഉപദേശിച്ചു തരൂ. അങ്ങനെയാണ് ഒരു മന്ത്രം ചോദിക്കേണ്ടത്. അല്ലാതെ നമ്മൾ എന്താ പറയുക, ഒരു അഹങ്കാരത്തോടു കൂടി ചെന്ന് പിടിച്ചു പറിക്കേണ്ടതല്ല മന്ത്രം. കാരണം അത് ശബ്ദത്തിന്റെ ആ ഒരു തലം എന്ന് പറയുന്നത് ആന്തരിക ശ്രോത്രങ്ങളിൽ, നമുക്ക് കേൾക്കാൻ പറ്റാത്ത ഒരു എന്താ അജബ ഗായത്രിയൊക്കെ കേൾക്കുന്ന ഉള്ളിലൊരു തലമുണ്ട്, ഉള്ളിൽ കേട്ടോണ്ടിരിക്കുന്ന ഒരാളുണ്ട്, ഉള്ളില് പല നാദവീചികൾ സംഭവിക്കുന്നുണ്ട്. അപ്പൊ അവിടെ ചെന്നിട്ട് ഈ മന്ത്രം എന്താ
ഒരുപാട് അർത്ഥങ്ങളെ ഉണ്ടാക്കും. അതുപോലെ ശബ്ദം എന്ന് പറഞ്ഞാൽ അതിന് അർത്ഥം ഉണ്ടെന്ന് എപ്പോഴും വിചാരിച്ചോളണം. ഏത് ശബ്ദത്തിനും ഒന്നും എന്തോ ഒരു വ്യർത്ഥമായിട്ടൊരു വാക്കുകളില്ല, എല്ലാം. അതാണ് ഒരു പുരുഷൻ എന്ന് പറഞ്ഞാല് ഗുണങ്ങളില്ലാത്ത ആരുമില്ല. നമ്മൾ അവരെ നിർഗുണൻ എന്നൊക്കെ പറയുന്നെങ്കിലും എല്ലാവർക്കും അവരവരുടേതായിട്ടുള്ള ഗുണങ്ങളുണ്ട് ഈ പുരത്തിൽ ശയിക്കുന്നവന്. അപ്പോ ശബ്ദം എന്ന് പറയുന്നത് ആ അർത്ഥമാണത് കാണിക്കുന്നത്. നമുക്കറിഞ്ഞുകൂടാത്ത അർത്ഥങ്ങൾ പോലും നമ്മുടെ ഉള്ളിൽ അതിന് നേടിയെടുക്കാൻ പറ്റും. അതുകൊണ്ടാണ് ഈ പറഞ്ഞ മന്ത്രത്തിന് വേണ്ടിയിട്ട് ആ ഒരു ദേവി ഇത്രയും കാര്യങ്ങള് ശിവനോട്, ഇതൊന്നും ശിവൻ അറിയാത്ത കാര്യം, എല്ലാം ശിവൻ അറിയാം. അപ്പൊ ആ ശിവൻ അറിയുന്ന ആളോടാണ് ഇത് പറയുന്നത്. അപ്പോ പിന്നെയും പറയുകയാണ് അദ്ദേഹം, ഭഗവാനെ എന്നെ സൗഭാഗ്യ മന്ത്രം, അതായത് ഗൃഹായത എന്ന് പറഞ്ഞ ആ ഒരു പാണിഗ്രഹണ മന്ത്രം ജപിച്ച് 7 പ്രാവശ്യം പാദം പിടിച്ച്, പണ്ടത്തെ കാലത്ത് ഒരു വിവാഹത്തിന് ശേഷം അച്ഛനമ്മമാര് സാക്ഷിയായിട്ട്, പ്രപഞ്ച സാക്ഷിയായിട്ട്, അഗ്നി സാക്ഷിയായിട്ട് ഭർത്താവിന്, പുരുഷന് കൈ പിടിച്ചു കൊടുക്കുന്ന പിതാവ് എപ്പോഴാണോ കൈ തന്റെ കയ്യിൽ സ്വീകരിച്ചു, ആ പുരുഷൻ സ്ത്രീയുടെ കൈ സ്വീകരിച്ചതിന് ശേഷം പുരുഷൻ ആ അമ്മയുടെ തന്റെ ഇടത് പാദങ്ങൾ 7 പ്രാവശ്യം പിടിച്ച് 7 അടി, അതിനെ സപ്തപതി എന്ന് പറയുന്നത്. അപ്പൊ ആ 7 മന്ത്രം, 7 പ്രാവശ്യമുള്ള ആ മന്ത്രം, പണ്ടത്തെ കാലത്ത് ക്ഷത്രിയത്തിന്, ബ്രാഹ്മണന്, എല്ലാ ജാതിക്കാർക്കും അതുണ്ടായിരുന്നു. കാലക്രമേണ അതിനൊന്നും സമയമില്ല. കാരണം ഇന്ന് നമുക്കറിയാം വിവാഹം എന്ന് പറയുന്ന ഒരു പേക്കൂത്ത്. വിവാഹത്തിൽ വരൻ ഡാൻസ് ചെയ്യുക, വധു ഡാൻസ് ചെയ്യുക, കൂടെ വന്നവര് ഡാൻസ് ചെയ്യുക, വിളക്കില്ലാതിരിക്കുക, ചെരുപ്പിട്ട് കയറുക, മംഗളകരമായിട്ടുള്ള ആ ശിവശക്തി സംയോഗത്തിന്റെ വേദിയിൽ നിന്ന് വെറും ഒരു പേക്കൂത്തുകൾ കാണിക്കുന്ന ഒരു ഇതായിട്ട് മാറി. എന്തൊക്കെയോ കാണിക്കുന്നതോടെ ശരിക്കും മംഗളമായിട്ടുള്ള ആ ഒരു ശ്രീ സൂക്തമാണ് അവിടെ ജപിക്കേണ്ടത്. അത് മാത്രമല്ല, മാംഗല്യം തന്തുനാനേന മമ ജീവന ഹേതുന, എന്റെ ജീവിതത്തിന് ഹേതുവായിട്ട് ഭവിച്ച അല്ലയോ ദേവി സുഭഗേ, എന്താ ത്വം ജീവ ശരദശതം, ഈ കണ്ടത്തിൽ ധരിക്കുന്ന മംഗല്യ താലി കൊണ്ട് ത്വം ബദ്നാമി സുഭഗേ ത്വം ജീവ ശരദശതം, നിന്റെ ജീവിതം 100 വർഷം എന്താ നല്ല സൗഭാഗ്യമുള്ളതായി തീരട്ടെ എന്നുള്ള അനുഗ്രഹ വർഷങ്ങളാണ് അവിടെ ചൊരിയേണ്ടത്. അപ്പൊ അത് കഴിഞ്ഞിട്ട് 7 ചുവട് വെച്ചിട്ടാണ് ഭർത്താവ് അത് ചെയ്യുന്ന. ഭർത്താവാണ്, അച്ഛനല്ല. അച്ഛന്റെ ജോലി കഴിഞ്ഞു, അച്ഛൻ കൈപിടിച്ചു കൊടുക്കുന്ന ഒരു ജീവനെ പരമാത്മ സങ്കല്പത്തിൽ ഏൽപ്പിച്ചു കഴിഞ്ഞു, നല്ല വളർത്തി ആ ഒരു നല്ല ശീലങ്ങൾ പഠിപ്പിച്ച് ആ ഒരു പൂർണ്ണയായിട്ടിരിക്കുന്ന ഒരു യുവതിയെ ആ ഒരു സാത്വികയായിട്ട് പതിവ്രതയായിട്ട് ജീവിക്കാനായിട്ട് ആ അഗ്നിസാക്ഷിയായിട്ട് കൊടുക്കുന്ന ആ യുവതിയെ ഭർത്താവ് എന്ത് ചെയ്യുന്നു, ആ ഒരു 7 പദം വയ്ക്കുകയാണ്. ഇതെല്ലാം പാർവതി അങ്ങോട്ട് പറയുകയാണ് ശിവനോട്, അങ്ങ് ഇങ്ങനെ ചെയ്തില്ലേ എന്ന് പറയാണ്. എന്താണ് 7 പ്രാവശ്യം പാദം പിടിച്ച് പറയുന്നത്? ശുഭേച്ഛ, സുവിചാരണ, തനുമാനസ, അഭാവതി, അസംസത്തി, പദാർത്ഥ, തുര്യത, ഇങ്ങനെയുള്ള 7 തലങ്ങളിൽ നമുക്ക് ഒരുമിച്ച് സഞ്ചരിക്കാം. ഇതിനെല്ലാം ഒരുപാട് അർത്ഥങ്ങളുണ്ട്. ഇപ്പൊ അത് വിവരിച്ചുകൊണ്ടിരിക്കുന്നത് നമുക്ക് കേൾക്കുമ്പോൾ തന്നെ അറിയാം. എല്ലാം ശുഭമായിട്ട്, ഭർത്താവിന് ശുഭേച്ഛ കൊടുക്കുന്നവള് ഭാര്യ, ഭാര്യയ്ക്ക് ശുഭേച്ഛ കൊടുക്കുന്നത് ഭർത്താവ്. നമുക്ക് ചേർന്ന് പോവാം. സുവിചാരണ, വിചാരണ ചെയ്യാൻ പറ്റാത്ത നല്ലതായിട്ട് ജീവിക്കാം നമുക്ക്. തനുമാനസ, ശരീരവും മനസ്സും ഒന്നുപോലെ ഒരുമിച്ച് ജീവിച്ചു പോകാം നമുക്ക്. അഭാവതി, എന്താണോ, എന്തിന്റെ അഭാവത്തിലാണോ നമുക്ക് അപൂർണത തോന്നുന്നത്, അതിന് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ധാർമ്മികമായിട്ട് അത് പറഞ്ഞു കൊടുക്കാം. അസംസക്തി, ഒന്നിലും ആസക്തി ഇല്ലാത്ത ജീവിതം, നമ്മുടെ ധാർമ്മികമായിട്ടൊരു ജീവിതം. പദാർത്ഥ, ഓരോ പദങ്ങളും വയ്ക്കുന്നതിന്, പദം എന്ന് പറയുന്നതിന് 7 അർത്ഥമുണ്ട് അവിടെ താന്ത്രികത്തില്. അതൊന്നും ഇപ്പൊ നമുക്ക് വിവരിക്കാൻ സമയമില്ല. തുര്യത, അവസാനം എന്ത് ചെയ്യണം, ആ ഒരു തുരീയമായിട്ടിരിക്കുന്ന ആ ഈശ്വര ചൈതന്യത്തില് എത്തിച്ചേരാൻ നമുക്ക് ഒരുമിച്ച് ജീവിതം തുടങ്ങാം. 7 തലങ്ങൾ, ഇതാണ് ശിവപാർവതി സങ്കല്പം. അവരിങ്ങനെയാണ് അവരുടെ ആ ഒരു അവിടേക്ക് ശിവൻ പാർവതിയെ കൂട്ടിക്കൊണ്ടുപോകുന്നത് എങ്ങനെയാണ്? ഈ 7 അടി വെച്ചിട്ട്, ഇതാണ് ഭാര്യയ്ക്ക് ശിവൻ കൊടുക്കുന്നത്, പാർവതിക്ക് കൊടുക്കുന്നത്. ഇതുപോലെയാണ് നമ്മൾ അതിൻ്റെതായിട്ടുള്ള ഒരു ചെറിയ മിനിയേച്ചർ ഫോമാണ് നമ്മൾ ഭൂമിയിൽ ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പൊ അതും നമുക്ക് ആ കാര്യങ്ങൾ പോലും അറിയില്ല. അപ്പൊ ഈ സപ്തലോകങ്ങളിലൂടെ, രഹസ്യ തലങ്ങളിലൂടെ, 7 ലോകങ്ങളിലൂടെ സഞ്ചരിക്കാൻ ഭർത്താവ് ഭാര്യയെ സ്വീകരിക്കുക. അപ്പോ എല്ലാ വിവാഹങ്ങളിലും പണ്ട് ബ്രാഹ്മണർ മാത്രമല്ല, എല്ലാവരും ഇത് നടത്തി വന്നിരുന്നു. അങ്ങനെയുള്ള എനിക്ക് പറഞ്ഞു തരൂ, അങ്ങ് എന്നെ ഇങ്ങനെയല്ലേ കൂട്ടിക്കൊണ്ടുവന്നത്, ഇത് സീത ചോദിക്കുന്നുണ്ട്. അന്ന് പരുഷമായിട്ട് വാക്ക്, അങ്ങ് എന്നെ പാണിഗ്രഹണം ചെയ്ത് മറന്നോ, പാണിഗ്രഹണ മന്ത്രം മറന്നോ, എന്താണ് എന്റെ ആ കൈ പിടിച്ചാൽ സൗഭാഗ്യമായിട്ട് നിന്നെ ജീവിപ്പിക്കാം, അങ്ങനെയല്ലേ എന്റെ കൈ പിടിച്ചതെന്ന് സീത ചോദിക്കുന്നു. അപ്പോഴും രാമനൊന്നും മിണ്ടുന്നില്ല. കാരണം എന്താ, ആ അഗ്നിപ്രവേശം അനിവാര്യമായിട്ടുള്ള ഒരു ഘട്ടത്തിലാണ് അദ്ദേഹം മിണ്ടാതിരുന്നത്.
അപ്പൊ പാർവതി ദേവി ശിവനോട് ആവശ്യപ്പെട്ടു, പറയൂ, എനിക്ക് സംസാര സാഗരത്തെ തരണം ചെയ്യാനുള്ള തത്വം എന്റെ കുഞ്ഞുങ്ങൾക്ക്, എന്റെ മക്കൾക്ക്, ഈ പറയുന്ന പ്രപഞ്ചത്തിലിരിക്കുന്ന ആളുകൾക്ക് എനിക്ക് പറഞ്ഞു കൊടുക്കണം. അങ്ങ് എനിക്ക് ലളിതമായ രീതിയിൽ പറഞ്ഞിരു. നോക്കൂ ആ അമ്മയുടെ ഒരു സ്നേഹം. ആ അമ്മയ്ക്ക് ഈ തന്റെ പ്രപഞ്ചത്തോട്, തന്റെ സൃഷ്ട പ്രപഞ്ചത്തോടുള്ള, മനുഷ്യരോടുള്ള സ്നേഹം കൊണ്ട് ഡയറക്റ്റ് ആയിട്ട് ശിവനോട് ചോദിക്കുക. ശിവൻ ആർക്കും പറഞ്ഞു കൊടുത്തിട്ടില്ല, അത് എനിക്ക് പറഞ്ഞു തരൂ. കാരണം പരമാണ്, രഹസ്യമാണ് രാമതത്വമെന്ന് എനിക്കറിയാം. ഈ ജഗത്തിലെ കാണപ്പെടുന്ന വസ്തുക്കളെല്ലാം തന്നെ എന്താ, ആ ഒരു നക്ഷത്രങ്ങളും മലകളും സമുദ്രവും മനുഷ്യനും എല്ലാം തന്നെ വിഘടിച്ചാൽ, അത് വിഘടിച്ചു പോയാൽ, അത് സെപ്പറേറ്റ് ചെയ്താൽ എന്താണ്, ആറ്റംസ് ആണ്, അണുക്കളായി തീരും. അതെനിക്കറിയാം. അതുകൊണ്ട് ഓരോന്നിലും ആ ബോധം പ്രകാശിക്കുന്നുണ്ട്, അതും എനിക്കറിയാം. ഓരോന്നും ആറ്റംസ് ആണ്, ഒരു പാർട്ടിക്കിൾ ആണ്. ഒരു ശരീരം വിഘടിച്ചു പോയാൽ, ഏതൊരു പുഴുവിന്റെ ശരീരമായാലും മനുഷ്യ ശരീരമായാലും, ഇന്നൊരു ദോശയായാലും ലഡുവായാലും എന്തും കുറച്ചുനാൾ വെക്കുമ്പോൾ അത് പൊടിയായിട്ട് തീരും. അത് എന്താ പറയും, വിഘടിച്ചു പോകും. കൂടിച്ചേർന്നതെല്ലാം വിട്ടുപോയിട്ട് എന്താ, ഒരു തനിയെ ആ ഒരു തന്മാത്രയായിട്ട് തീരും, വെറും ഒരു പൊടിയായിട്ട് തീരും, ഒരു മോളിക്യൂളായിട്ട് തീരും. അപ്പോ എന്താ, അപ്പോഴും അവിടെ ഒരു ബോധം പ്രകാശിക്കും. ഓരോ മോളിക്യൂളിന്റെ അടുത്തും, ഓരോ ആറ്റത്തിന്റെ അടുത്തും ഇലക്ട്രോൺ, പ്രോട്ടോൺ, ന്യൂട്രോൺ പോലെ ഒരു ന്യൂക്ലിയസ് ഉണ്ട്. അത് പ്രകാശിച്ചു നിൽക്കും. അതാണ് ഈ പറഞ്ഞതിനെ എല്ലാം സഞ്ചരിപ്പിക്കുന്നത്. ആ ഒരു ന്യൂക്ലിയസ് അചഞ്ചലമായിട്ട് സഞ്ചരിക്കാതിരിക്കുന്ന ആ ഒരു ശക്തിയാണ് ഈ പറഞ്ഞ സഞ്ചരിക്കുന്ന ഇലക്ട്രോണിനെയും പ്രോട്ടോണിനെയൊക്കെ സഞ്ചരിപ്പിക്കുന്നത്. അപ്പൊ ഓരോ ചെറിയ ഘടകത്തിൽ പോലും അങ്ങയുടേതായിട്ടുള്ള ഒരു ശക്തി അതിനകത്ത് നിലനിൽപ്പുണ്ട്, ആ ബോധമുണ്ട്, അതെനിക്കറിയാം. പക്ഷെ കാണാൻ പറ്റുന്നില്ല. കാണുവാൻ പറ്റുന്നത് എന്താ, ഈ പറഞ്ഞ ആ സ്ഥൂലമായിട്ടിരിക്കുന്നതേ കാണാൻ പറ്റുന്നുള്ളൂ. ഈ കാണുന്നത് ശരിക്കും കാണുന്നവനെ കണ്ടാൽ ഈ കാണൽ അടങ്ങും. അകത്തിരുന്ന് ആരാണ് ഇതൊക്കെ കാണുന്നു എന്ന് ചിന്തിച്ചാല് എല്ലാം അവിടെ അടങ്ങും. ഇതാണ് പണ്ട് ഗാർഗി ആജ്ഞവൽക്യനോട് ചോദിച്ചത്. ഈ ജഗത്തിന്റെ ഊടും പാവും ഓതപ്രോതമായിട്ടിരിക്കുന്നത് എന്താണ് ഓതപ്രോതം? നമ്മളിപ്പോ ഒരു മുണ്ടോ ഒരു സാരിയോ എന്തെടുത്താൽ അതിന്റെ ഇഴകള് ഓപ്പോസിറ്റ് സൈഡിൽ ക്രോസ് സിഗ്സാഗ് പോലെ ഇങ്ങനെ വരുന്നത്, അത് തമ്മിൽ കൂടി ചേർന്നിരിക്കുമ്പോൾ അതിനെ നമ്മൾ വസ്ത്രം എന്ന് പറയും. പക്ഷെ ആ വസ്ത്രം ആകുന്നതിന് മുമ്പേ അത് പല നിറത്തിലുള്ള നൂലിന്റെ കെട്ടുകളായിട്ട് വെളിയിരിക്കുകയായിരുന്നു. അതിനെ ഒരു യന്ത്രത്തിൽ നെയ്ത് വരുമ്പോൾ അതിനെ അടുപ്പിച്ച് അതിന്റെ ഊടും പാവും ഓതപ്രോതം, അതായത് വിഘടിക്കാൻ പറ്റാത്ത രീതിയിൽ അതിനെ അടുപ്പിച്ച് ചെയ്യുമ്പോൾ അതിനെ നമ്മൾ വസ്ത്രം എന്ന് പറയുന്നത്. നൂലായിട്ടിരിക്കുമ്പോൾ നമുക്ക് നമ്മുടെ നാണം മറയ്ക്കാൻ പറ്റില്ല, വസ്ത്രമാവുമ്പോൾ നമുക്ക് നാണം മറയ്ക്കാൻ പറ്റും. അപ്പൊ ഈ വസ്ത്രമായിട്ടിരിക്കുന്ന ശരീരം, അതിൽ എന്താണ് ഊടും പാവുമായിട്ടിരിക്കുന്നത്? നമ്മുടെ നാണം മറയ്ക്കാൻ നമ്മൾ ഉപയോഗിക്കുന്ന ദിക്കുകളാണ് കാളിക്ക് എന്താ വസ്ത്രം എന്ന് പറയും പോലെ, നമ്മുടെ ഈ ശരീരം ഊടും പാവുമായിട്ടിരിക്കുന്നത് ഈ മോളിക്യൂൾസ്, ഈ പറഞ്ഞ നൂലുകള് ഇഴകൾ കൊണ്ടാണെങ്കിൽ ഇത് വിഘടിച്ചാൽ അതിനകത്തൊരു സംഭവം ഇരിപ്പുണ്ട്. ഇതിനെ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു ആത്മാവ്, ഒരു എന്താ പറയാ, ഒരു ജ്യോതി ഇരിപ്പുണ്ട്. അതിനെ എനിക്ക് പറഞ്ഞു തരൂ. അപ്പൊ ഗാർഗിക്ക് ഇതറിയാം. അദ്ദേഹം പറയുന്നു, എന്താ ആ ആജ്ഞവൽക്യനോട് ചോദിക്കുന്നത് എന്താ, പഞ്ഞി നൂലാക്കി മാറ്റി അതിലൂടെ ഇഴകളാക്കി നെയ്യുമ്പോൾ അത് വസ്ത്രമാകണോ, മറയ്ക്കാൻ ഉപയോഗിക്കുന്നു. അപ്പോ ഈ ദൃശ്യ പ്രപഞ്ചം, ഈ കാണുന്ന നാമരൂപങ്ങളൊക്കെ എന്തിനാണ് ഭഗവാനെ ഇത് മറച്ചിരിക്കുന്നത്? എന്താണ് ഈ പറഞ്ഞ ഈ ഊടും ഭാവുമായിട്ട് ഈ കാണുന്ന നാമരൂപങ്ങളെല്ലാം തന്നെ എന്തിനെയോ ഒന്നിനെ മറച്ചു വെക്കുന്നുണ്ട്. അതെനിക്ക് പറഞ്ഞു തന്നാലും. ഈ മറയ്ക്കുന്നതിനെ എന്താണ്, എനിക്ക് കാണപ്പെടുന്ന വസ്തുക്കളെ ഞാൻ കാണുന്നുണ്ട്, അതിനി എനിക്ക് കാണണ്ട. എന്തിനെയോ ഒന്നിനെ ഇത് മറയ്ക്കുന്നുണ്ട്. നമ്മുടെ ശരീരത്തെ വസ്ത്രം മറയ്ക്കുന്ന പോലെ ഈ ശരീരം എന്ന് പറയുന്ന ഈ സ്ഥൂല ശരീരം, നമ്മുടെ സൂക്ഷ്മ ശരീരം, ആ ജീവാത്മാവിനെ മറയ്ക്കുന്ന പോലെ എന്തോ ഒരെണ്ണം മറയ്ക്കുന്നുണ്ട്. ഈ കാണുന്ന ഭൂമിയുടെ അപ്പുറം എന്താണ്? ഇത് ഏതിലാണ് ഓതവും പ്രോതവുമായിട്ടിരിക്കുന്നത്? ഓതം പ്രോതം എന്ന് വെച്ചാൽ ഊടും പാവും പോലെ വളരെ അടുപ്പിച്ച് വെച്ചിരിക്കുന്നത്. നമുക്ക് അതിലൂടെ ഒന്നും കാണാൻ പറ്റില്ല. അതൊരു മറയാണ്, ഒരു തിക്കായിട്ടുള്ള ഒരു മറ. അപ്പൊ ഇതെന്താണ്? അച്ഛന്റെയും അമ്മയുടെയും ആഗ്രഹം ഒന്നായപ്പോ ഈ ഊടും പാവുമായിട്ടുള്ള ബീജവും അണ്ടവും ചേർന്ന ഒരു സൈഗോട്ട് അതായി തീർന്നു. കഫസ്വരൂപം, ഒരു ജലദോഷത്തില് ഒരു കഫം തുപ്പുന്ന നമ്മൾ കണ്ടിട്ടുണ്ട്. ആ കഫം പോലെ വളരെ മൈന്യൂട്ടായിട്ടുള്ള ഒരു ചെറിയ കുമിള, ഒരു ബുദ്ബുദം ആയിട്ട് വന്നിട്ടുള്ള ഈ ബുദ്ബുദം, അതിൽ നിന്നാണ് ജീവകോശങ്ങൾ വളർന്ന കാലും കൈയും തലയും ഒക്കെ വളരുന്നത്. അപ്പോൾ പ്രപഞ്ചം എന്ന ഈ ഊടും പാവും
ആയിരിക്കുന്നത് എവിടെ നിന്നാണ്? അത് ആകാശത്തിലാണ് ഞാൻ കാണപ്പെടുന്നത്, സ്പേസിലാണ്. ഇതിനെ അന്വേഷിച്ചു പോയാൽ അന്വേഷിക്കുന്ന വസ്തുവിനെ അന്വേഷകൻ, അന്വേഷണം, ഇതെല്ലാം ഏകീകരിക്കുന്ന ഒരു ബിന്ദുവില്ലേ? അതാണ് അഖണ്ഡ ബോധം. അതെനിക്ക് പറഞ്ഞു തരൂ. എനിക്ക് പറഞ്ഞു തരാൻ പറ്റിയില്ലെങ്കിൽ എനിക്ക് മനസ്സിലാക്കിച്ചു തരൂ. ആര് ചോദിക്കണോ? ഇത് ഗാർഗി യാജ്ഞവൽക്യനോട് ചോദിക്കുകയാണ്. എല്ലാം, അതായത് ഈ കാണപ്പെടുന്ന വസ്തുക്കള്, കാണപ്പെടുന്ന ഞാൻ, ഇതെല്ലാം അന്വേഷിക്കുന്ന വസ്തു, അന്വേഷകൻ, അന്വേഷണം, ഇവിടെ എല്ലാം ഒരിടത്ത് വന്ന് ചേരും, ഒരു ബിന്ദുവില്. അവിടെയാണ് അഖണ്ഡ ബോധം എന്ന് പറയുന്നത്. അപ്പോ ഇതിനെയാണ് രാമൻ എന്ന് പറയുന്നത് എന്ന് ശിവൻ പറയാണ്. ഈ വസ്തുവിനെ നീ ഈ അഖണ്ഡ ബോധത്തെയാണ് രാമൻ എന്നറിഞ്ഞാലും. ഇത് ദേവിക്ക് മനസ്സിലാവണില്ല. ദേവി ചുമ്മാ ഭാവിക്കുകയാണ്, ചോദിക്കുകയാണ് വീണ്ടും. അപ്പോ എനിക്ക് ഇങ്ങനെ പോരാ, എനിക്ക് ഒന്നും കൂടെ കുറച്ച് വിശദമാക്കി തന്നാലും, എനിക്ക് രാമന്റെ ഹൃദയം അറിയണം, രാമൻ കുറച്ചും കൂടെ വിശദമായിട്ട് എനിക്ക് അറിയണമെന്ന് പറയണം. അപ്പൊ ചോദിക്കണം, അല്ലയോ ദേവി, അമ്മയ്ക്ക് ഇതൊക്കെ അറിഞ്ഞുകൂടാത്തതാണോ? അമ്മയല്ലേ ഒരു കുട്ടികൾക്ക് ഇതെല്ലാം പറഞ്ഞു കൊടുക്കേണ്ടത്? ആ ഒരു ശിവബോധം ഉൾക്കൊണ്ട ആളല്ലേ ദേവി, പിന്നെ എന്താണ് ഈ സംശയം? അപ്പൊ ഈ രാമൻ എന്ന ഒരു ബ്രഹ്മതത്വത്തില് മനസ്സൂന്നിയാൽ പിന്നെ ആ ഒരു അവസാന ഭാഗമൊക്കെ നമ്മൾ വിട്ടുപോകും. എന്താണ് ഇങ്ങനെ അദ്ദേഹം ഇങ്ങനെ കരയുന്നത്, മനുഷ്യനെ പോലെ നടക്കുന്നത്, ഇതൊക്കെ ചോദ്യങ്ങൾ വരില്ലേ? അപ്പൊ അതില് നമുക്ക് ആ ഒരു ഭഗവാനില്, ആ രാമൻ എന്നുള്ള ഒരു ദൈവം എന്നുള്ള ഭാവത്തിൽ നമുക്ക് ഭക്തി തോന്നില്ലല്ലോ, അദ്ദേഹം മനുഷ്യനായി പോവില്ലേ? അപ്പൊ ഭക്തിയേവ ഗരീയസി. അപ്പൊ എന്ത് വേണം? പക്ഷെ നവതാ ഭക്തിയിലൂടെ, അതായത് ആത്മസമർപ്പണത്തിലൂടെ ഭഗവാനും ഭക്തനും ഒന്നാകുന്ന പരാതത്വത്തെ നമ്മൾ അറിയണം. എന്നാലേ രാമനെ നമുക്ക് അറിയാൻ പറ്റൂ, എന്നാലേ രാമതത്വത്തെ അറിയാൻ പറ്റൂ. ഇതിനെന്ത് വേണം? നവതാ ഭക്തിയിൽ അവസാനമായിട്ടിരിക്കുന്ന ആത്മസമർപ്പണം വേണം. അതായത് ഭഗവാനും ഭക്തനും ഒന്നാകുന്ന പരാതത്വം. അതിനെയാണ് നമ്മൾ പറയണത് അവ്യഭിചാരിണീ ഭക്തി. വേറെ ഒന്നുമില്ല, ഭക്തന് ഭഗവാനും മാത്രം. എന്തിനെയാണോ നമ്മൾ സ്വീകരിച്ചിരിക്കുന്നത് ആ ഭഗവാൻ മാത്രം, ഭൗതികമായിട്ട് ഒന്നും വേണ്ടാത്ത അവസ്ഥ. ഹൃദയത്തില് സംശയരൂപമായിട്ടുള്ള ബന്ധനത്തെ നമ്മൾ എന്താ പറയണത്? ഹൃദയഗ്രന്ഥി എന്ന് പറയും. നമുക്കെല്ലാം സംശയമാണ്, എന്തിലൊക്കെയോ ഹൃദയം കൊണ്ട് ബന്ധിച്ചിരിക്കുകയാണ്. ആ ഹൃദയഗ്രന്ഥി എന്ന് പറയണതിന് എന്ത് ചെയ്യണം? ആ ഹൃദയഗ്രന്ഥിയാണ് എല്ലാ ബന്ധനങ്ങൾക്കും കാരണം, ബന്ധങ്ങൾക്കും കാരണം. ബന്ധങ്ങളാണ് ബന്ധനമായി തീരുന്നത്. അപ്പൊ ബന്ധങ്ങൾക്ക് കാരണം എന്താണ്? ഈ ഹൃദയഗ്രന്ഥിയാണ്. അതുകൊണ്ട് ആ ഉപനിഷത്തിൽ പറയുന്നു, ആ ഒരു ആ പരാവരയെ ദർശിച്ചാൽ, പരയായിട്ടിരിക്കുന്ന ആ ശക്തിയെ ദർശിച്ചാൽ എന്താ? ഭിന്ദ്യതേ ഹൃദയഗ്രന്ഥി ചിന്ത്യതേ സർവസംശയാഹ ക്ഷീയന്തേ ചാസ്യ കർമാണി ദൃഷ്ടേ പരാവരേ. അപ്പോ അറിവ് കൊണ്ട് മാത്രമേ നമുക്ക് ഹൃദയഗ്രന്ഥിയെ ഭേദിക്കാൻ പറ്റൂ. നിർമ്മലമായ ഭക്തിയുടെ ജപിക്കുന്നതാണ് അറിവ്. ആ ഭക്തിയിലൂടെ അറിവ് കിട്ടുള്ളൂ. ശബ്ദ സ്പർശ രൂപ രസഗന്ധങ്ങളിലൂടെ വരുന്ന ശാസ്ത്ര സാങ്കേതിക അറിവുകളെല്ലാം തന്നെ ബന്ധിപ്പിക്കണു. അത് നമുക്ക് ബന്ധത്തിന് കാരണമാകുന്നു. അഹം എന്ന വൃത്തി ഇതം എന്നതിൽ ബന്ധിക്കപ്പെട്ട് കിടക്കുന്നു. അതുകൊണ്ട് ഇതം വൃത്തി അഹം വൃത്തിയായി തീരണം. ഇതം എന്ന് പറഞ്ഞാൽ എപ്പോഴും നിങ്ങൾ ആലോചിച്ചോണം, നമ്മുടെ ശിവപാർവതിയിലെ അഹം വൃത്തിയിൽ നിന്നാണ് ഇതം വൃത്തി ഉണ്ടാകുന്നത്. ഒരു ബിന്ദുവിൽ നിന്നാണ് നാമരൂപങ്ങൾ ഉണ്ടാകുന്നത്. അഹം എന്ന് പറയുന്നത് ഏകമായ അഖണ്ഡ ചൈതന്യം പരശിവൻ. അതിൽ നിന്ന് ഇതം വൃത്തിയായിരിക്കുന്ന ദേവി ആ ഒരു ചൈതന്യ സ്വരൂപിണിയായിട്ട്, അതിൽ നിന്ന് മായ, കാലം, പുരുഷൻ, ഇങ്ങനെ ആ ഒരു 36 തത്വങ്ങൾ ഉണ്ടാകുന്നു. അപ്പൊ എന്താ? ഇത് രണ്ടും എപ്പോഴും ബന്ധപ്പെട്ട് കിടക്കണം, അഹവും ഇതവും. അപ്പോ ഇതം വൃത്തി അഹം വൃത്തിയായി തീർന്നാൽ മാത്രമേ ഈ ദൃശ്യങ്ങളെ നിനക്ക് മനസ്സിലാവുകയുള്ളൂ. ദൃശ്യമല്ല നമുക്ക് അറിയേണ്ടത്, ദൃക്കിനെയാണ് അറിയേണ്ടത്. അത് ബാഹ്യ ദൃശ്യങ്ങളായിട്ടുള്ള ശബ്ദ സ്പർശ രൂപ രസഗന്ധങ്ങളെല്ലാം തന്നെ ഒരു പ്രമേയത്തിൽ ആരംഭിച്ച് പ്രമാണമായിട്ട് തീർന്ന് എന്ത് ചെയ്യും? പ്രമാതാവിലെത്തിക്കും. അതായത് അഹം വൃത്തിയോട് ചേർന്ന് ഹൃദയത്തിലുണ്ടാകുന്ന ആ വ്യതിയാനങ്ങള് എന്തൊക്കെ നമുക്കുണ്ടാക്കും? സുഖം, ദുഃഖം, കാമം, ക്രോധം ബാഹ്യ പ്രകടനങ്ങളാക്കി മാറ്റുന്നത് എന്താണ്? ഈ ഹൃദയഗ്രന്ഥിയാണ്. അതായത് ഈ ഹൃദയഗ്രന്ഥിയാണ് നമ്മളെ ബന്ധിപ്പിക്കുന്നതും ബന്ധനമുണ്ടാക്കുന്നതും. കാരണം അഹം ഏകമായിട്ടിരുന്നത് നമ്മള് ആ ഏകമായിട്ടുള്ളത് ഇന്ന് രണ്ടായി പിരിഞ്ഞ് നമ്മള് അച്ഛന്റെയും അമ്മയിലൂടെയും നമ്മൾ വേറൊരു വ്യക്തിയായിട്ട് രൂപാന്തരപ്പെട്ടു. അതിനകത്തിരിക്കുന്ന ഈ ഹൃദയഗ്രന്ഥിയില് അഹം ബോധവുമുണ്ട്, ഇതം ഞാനെന്ന എല്ലാം കണ്ടുകൊണ്ടിരിക്കുന്ന ദൃക്കുമുണ്ട്, ആ കാണപ്പെടുന്ന ദൃശ്യങ്ങളുമുണ്ട്. അപ്പൊ ഇത് രണ്ടുമാണ് സുഖദുഃഖത്തിന് കാരണം. അപ്പോ നമ്മളെ സുഖദുഃഖത്തിന് കാരണമാകുന്ന ഇതം വൃത്തിയെ നീ അറിഞ്ഞിട്ട് ഇതം വൃത്തിയെ നീ എന്ത് ചെയ്യണം? അഹം വൃത്തിയില്
യോജിപ്പിക്കണം. ഇത് ഉയർന്ന തലമാണ്. ലളിതാ സഹസ്രനാമം പഠിക്കാൻ നിൽക്കുന്നവർക്ക് ഇതൊക്കെ അറിഞ്ഞേ പറ്റുള്ളൂ. ഇതൊക്കെ നമുക്ക് കൂടിയത് കുറഞ്ഞതൊന്നും പറയുന്നത് വളരെ മിനിമമാണ്. ലളിതാ സഹസ്രനാമം എന്ന് പറയുന്നത് ഇതിന്റെയൊക്കെ 1000 മടങ്ങ് മോളിലാണ്. അപ്പൊ ഇതൊക്കെ നമ്മൾ അഹവും ഇതവും ഒക്കെ അറിഞ്ഞെങ്കിൽ മാത്രമേ ദേവിയും ശിവനെ അറിയാൻ പറ്റൂ. ഈ പഞ്ചദശി മന്ത്രത്തിന്റെ എന്തെങ്കിലും ഒരു വരിയില് ഒരക്ഷരത്തെ നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റും. അതുകൊണ്ട് ഇത് ഉയർന്നതാണ്, കട്ടിയാണെന്നൊന്നും വിചാരിക്കില്ല. ഇത് ഇപ്പൊ തന്നെ ഉൾക്കൊണ്ടോളണം. അപ്പൊ ഇതാണ് ത്രിപുടി എന്ന് പറയുന്നത്. ഇതാണ് ദേവിയുടെ ആ ഒരു മൂലാധാരത്തിലിരിക്കുന്ന ത്രികോണം. നമ്മുടെ ഭൂമിയിലോട്ടുള്ള യാത്രയാണ് ഇതെല്ലാം. അപ്പോ ഈ ബാഹ്യ പ്രകടനങ്ങളാക്കി മാറ്റുന്നത് എന്താണ്? ഈ ഹൃദയഗ്രന്ഥിയാണ്. നമ്മുടെ അനുഭവങ്ങളെ സുഖദുഃഖങ്ങളായിട്ടും കാമക്രോധങ്ങളായിട്ടും മാറ്റുന്നത് ഈ ഹൃദയഗ്രന്ഥിയാണ്. അപ്പോ പുറമേ ഉള്ളതെല്ലാം എവിടെ നിൽക്കും? അതുപോലെ നിൽക്കും. അപ്പൊ വളരെ ഇതാണ് ഇതിന്റെ മർമ്മം. പുറമേ ഉള്ള വസ്തുക്കളെല്ലാം അതുപോലെ നിൽക്കും. ഇതിൽ എന്തെങ്കിലും മാറ്റം ഉണ്ടോ? ഇവിടെ ബന്ധിക്കുന്നത് ആരാണ്? നമ്മുടെ മനസ്സ്. എവിടെയാ ബന്ധിക്കുന്നത്? നമ്മുടെ ആ ഒരു ഹൃദയ ഗ്രന്ഥിയിലൂടെ ഞാൻ എന്നുള്ള തത്വത്തില് ഞാൻ ശരീരമാണെന്ന് പറഞ്ഞ് അതിൽ ബന്ധിക്കുന്നു. ഈ നടക്കുന്ന സംഭവങ്ങളെല്ലാം എവിടെയാ? ഉള്ളിലാണ്, ഒന്നും പുറത്തല്ല. ഒരു ഉദാഹരണം പറയാം. നമ്മുടെ മുമ്പിൽ ഒരാൾ വന്ന് നിൽക്കുക, നമ്മൾ ശാന്തമായിട്ടിരിക്കുന്ന നോക്കുക, നമ്മുടെ മുമ്പിൽ വന്ന് കൈ ചൂണ്ടി നമ്മളെ കുറിച്ച് ഒരുപാട് ആരോപണങ്ങൾ നടത്തുന്നു. ശാന്തമായിട്ടിരിക്കുന്ന ഹൃദയത്തിന് അത് എന്തെങ്കിലും ഉൾക്കൊള്ളാൻ പറ്റുമോ? ഒരിക്കലും ഇല്ല. നമ്മൾ ശാന്തമായിട്ടിരിക്കണം. അതേസമയം അയാൾ ദേഷ്യപ്പെടുമ്പോൾ അതിനൊപ്പം തന്നെ നമ്മളും എടുത്തു ചാടിക്കഴിഞ്ഞാൽ മനസ്സ് എന്താ? അയാൾ പറയുന്നതിനെല്ലാം നമ്മുടെ ഹൃദയഗ്രന്ഥി കൊണ്ടുവന്ന് നമ്മളിലൂടെ നമ്മുടെ ശരീരത്തിലും നമ്മുടെ ചിന്തകളിലും കെട്ടിവെക്കും. ആ കെട്ടലിന്റെ പ്രതിഫലനമായിട്ടാണ് നമ്മളും കിടന്ന് വഴക്ക് കൂടുന്നത്. അതേസമയം ശാന്തമായിട്ട് മിണ്ടാതിരുന്നു കഴിഞ്ഞാലോ പറയണ ആള് അവിടെ എല്ലാം കുറെ സമയം പറഞ്ഞു കഴിഞ്ഞിട്ട് ബുദ്ധന്റെ നേരില് കുറെ ചീമുട്ട എറിഞ്ഞു, കുറെ അഴുക്ക് പേപ്പർ എറിഞ്ഞു, കുറെ വാടിയ പുഷ്പങ്ങൾ എറിഞ്ഞു. അദ്ദേഹം പറഞ്ഞു ഒന്നും ഞാൻ സ്വീകരിക്കുന്നില്ല. അപ്പൊ അവര് ചോദിച്ചു, എന്താ അങ്ങേക്ക് ഇത്രയും തൊലിക്കട്ടിയോ? അല്ല, നിങ്ങൾ എറിഞ്ഞു, നിങ്ങൾ തന്നെ അത് തിരിച്ച് സ്വീകരിച്ചു. ഞാൻ സ്വീകരിക്കാത്തപ്പോ അത് ആർക്കാ? കൊടുത്ത ആൾക്കല്ലേ. അപ്പൊ അവര് തന്നെ അത് സ്വീകരിച്ച് എടുത്ത് തിരിച്ചു കൊണ്ടുപോകേണ്ടി വരും. അതുപോലെയാണ് മനസ്സ്. ഈ വികാരങ്ങളെല്ലാം തന്നെ പുറമേ നിൽക്കുന്ന ആള് അവിടെ എന്തൊക്കെയോ കാട്ടിക്കൂട്ടുന്നു. നമ്മുടെ മനസ്സ് ശാന്തമായിട്ടിരുന്നാല്, നമുക്കത് ബന്ധിക്കപ്പെടാതിരുന്നാൽ നമ്മളെ എങ്ങനെ അത് ബാധിക്കും? അപ്പൊ ഈ ഹൃദയഗ്രന്ഥിയാണെന്ന് അറിയൂ ഈ ബന്ധത്തിന് കാരണം. ഈ അഹംബോധത്തില് ആ അഹത്തിന് നേരെ അറിയുന്നില്ല. ഈ ഇതം ബുദ്ധി ഹൃദയഗ്രന്ഥിയിലൂടെ എന്താണ് ഈ പറഞ്ഞ സുഖദുഃഖങ്ങളെല്ലാം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു. സംഭവിക്കുന്നതെല്ലാം വെളിയിലല്ല. ഈ വെളിയിൽ നിന്ന് പറഞ്ഞാല് സുഖമായിട്ട് അയാൾ തിരിച്ചുപോയി. നമ്മളോ അത് അനുഭവിക്കുന്ന ആളോ സുഖദുഃഖങ്ങൾ അവരിങ്ങനെ പറഞ്ഞില്ലേ അങ്ങനെ പറഞ്ഞില്ലേ എന്നോർത്ത് ആ ദിവസവും ആ ഒരു കാലം മുഴുവനും അയാളുമായിട്ടുള്ള വിദ്വേഷം, അയാൾ എന്തൊക്കെയോ പറഞ്ഞു, അയാൾ ഒരു മൂഢൻ. നാളെ 10 ദിവസം കഴിഞ്ഞ് അയാൾ പറയും ഞാൻ പറഞ്ഞതെല്ലാം തെറ്റായി പോയി, ക്ഷമിക്കുമെന്ന്. അപ്പൊ ഈ 10 ദിവസത്തിൽ നമ്മുടെ ദുഃഖം ആരനുഭവിച്ചത്? ആരെടുക്കും? അയാൾ എടുക്കൂ? ഇല്ലല്ലോ, നമ്മൾ തന്നെയല്ലേ അനുഭവിച്ചത്. എന്ത് വിഷമിച്ചു, നമ്മളെ കുറിച്ച് അങ്ങനെ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞു, ഉറങ്ങാത്തത്, ജപിക്കാൻ പറ്റുന്നില്ല, ദുഃഖം, ഡിപ്രഷൻ എല്ലാം പോയി. അപ്പോ ഇതിന്റെ നഷ്ടം ആർക്കാണ്? അയാൾക്കാണോ നമുക്കാണോ? അയാൾക്ക് ലാഭവും നമുക്ക് നഷ്ടവും. അയാൾക്ക് ദേഷ്യം തീർത്തിട്ട് അയാൾ പോയി. നമ്മളോ അത് മുഴുവൻ ഉള്ളിലെടുത്ത് ഹൃദയ ഗ്രന്ഥിക്കകത്ത് കൊണ്ടുപോയി സുഖദുഃഖങ്ങൾ ഉണ്ടാക്കി അതുമായിട്ട് പറ്റിച്ചേർന്ന് അതിലിങ്ങനെ ജീവിച്ചു. നമുക്ക് മനസ്സിന് സ്വസ്ഥത നഷ്ടപ്പെട്ടു. യഥാർത്ഥമായിട്ടുള്ള ഈ സംഭവങ്ങൾ നടക്കുന്നത് നമ്മുടെ ഉള്ളിലാണെന്ന് തിരിച്ചറിയൂ. നമ്മുടെ ശരീരത്തെ വന്ന് അടിക്കാത്തിടത്തോളം കാലം, ബാഹ്യമായിട്ട് നമ്മളെ ഉപദ്രവിക്കാതെ ഇരിക്കുന്നിടത്തോളം കാലം മനസ്സാണ് ഇത് മുഴുവനും ഉണ്ടാക്കുന്നത്. അവരെവിടെയോ ഇരിക്കണം. ചിലപ്പോ ദൂരെ ഇംഗ്ലണ്ടിലോ അമേരിക്കയിലോ ഒക്കെ ഇരുന്നായിരിക്കും ഓരോ വാക്കുകൾ നമുക്ക് തരുന്നത്. ഇവിടെയോ അതിനെ അങ്ങോട്ട് പിടിച്ചു വെച്ച് നമ്മൾ ദുഃഖിക്കുന്നു, ഇല്ലേ? അപ്പോ കാണപ്പെടുന്നതെല്ലാം പുറമെയാണ്. ഈ സംഭവങ്ങള് മനസ്സ് ശാന്തമായിരുന്നാൽ, ഈ പരാവരെ അറിഞ്ഞാൽ, ഒന്ന് ദർശിച്ചാൽ ഈ ഹൃദയഗ്രന്ഥികൾ പൊട്ടും. ആ ഇതം വൃത്തി അഹം വൃത്തിയായിട്ട് തീരും. ഈ പറഞ്ഞ സത്യത്തെ അറിഞ്ഞാൽ നിനക്ക് ഇതം എന്ന് പറഞ്ഞൊരു വൃത്തിയില്ല. നീ എപ്പോഴും എന്താ? അഹം വൃത്തിയില് ഈ ഉള്ളിലുള്ള സത്യവുമായിട്ട് ചേർന്ന് ബാഹ്യമായിട്ടുള്ളതെല്ലാം വെറും ശബ്ദ ജാലങ്ങളായിട്ട് കണ്ട് അവിടെ നല്ലതും ചീത്തയും എന്തൊക്കെയോ നടക്കട്ടെ. അവിടെ ചിലപ്പോ പെരുമ്പറ കൊട്ടാം, വീണ വായിക്കാം, ഇല്ലെങ്കിൽ വൃത്തികെട്ട ശബ്ദങ്ങൾ ഉണ്ടാക്കി എന്താ അത് ശബ്ദമാണെന്ന് മാത്രം വിചാരിച്ച് അതിനെ തിരസ്കരിക്കുക. ഉള്ളിലുള്ള ആനന്ദമായിട്ടിരിക്കുന്ന ശബ്ദങ്ങൾ കേട്ട് ആ പരാവരെ ദർശിച്ച് ആ ആനന്ദത്തിലിരിക്കുന്ന എന്നെ ഒന്നും അറിയുന്നില്ല. അപ്പൊ ഇതം വൃത്തി എന്ത് ചെയ്തു? ആ ഹൃദയഗ്രന്ഥി പൊട്ടിയപ്പോൾ അഹം വൃത്തിയായിട്ട് തീർന്നു. ഒരു ശബ്ദം, മഴയുടേതോ എന്താ പറയാ, ആ ഒരു മൃദംഗം കൊട്ടുന്നതോ എന്തോ ആവട്ടെ, അതിനെയാണ് നമ്മൾ പ്രമേയം. വെളിയിൽ ഉണ്ടാക്കുന്ന ശബ്ദങ്ങൾ നമ്മൾ എന്ത് പറയും? പ്രമേയം. അതെന്താ? പ്രമാണം. അത് നമ്മൾ കേട്ടു, അതിനൊരു മീഡിയം ഉണ്ടായി, അതിനെയാണ് നമ്മൾ ത്രിപുടി. അത് മനസ്സിലാക്കാനാണ് ഞാൻ ഇത് പറയുന്നത്.
അപ്പൊ വെളിയിൽ കേൾക്കുന്ന എന്ത് ശബ്ദം, മഴയാകട്ടെ, വണ്ടി പോകുന്നതാകട്ടെ, വെളിയിൽ കുറെ കുട്ടികൾ കളിക്കുന്നതാവട്ടെ, ഏത് ശബ്ദത്തിനെ നമ്മള് പ്രമേയം, അത് കേട്ട് നമ്മുടെ ചെവിയിൽ, നമ്മുടെ കർണങ്ങളിൽ വന്ന് പതിച്ചപ്പോ അതെന്തായി? സോ ഇറ്റ്സ് കമ്മിങ് ഫ്രം ദാറ്റ് സോഴ്സ്. ഇത് കുട്ടി കളിക്കുന്ന ശബ്ദം പ്രമാണമായി. പ്രമാണം എന്ന് പറഞ്ഞാൽ ആധാരത്തിൽ നമ്മൾ തീരുമാനിച്ചു, ബുദ്ധി കൊണ്ട് ഇത് കുട്ടി കളിക്കുന്നു, ഇത് ജലം പോകുന്ന ശബ്ദം, ഇല്ലെങ്കിൽ ഇത് കാറ് പോകുന്ന ശബ്ദം നമ്മൾ തിരിച്ചറിഞ്ഞു. അപ്പൊ അതിനെന്താ? പ്രമാണം. അപ്പൊ പ്രമാതാവ് ആരാണ്? ഞാന്. എന്നിൽ ആ ശബ്ദം വന്നു ചേർന്ന് ഞാൻ തീരുമാനിച്ചു, ഇത് എന്റെ ചെവിയിൽ പതിച്ചു, ഇല്ലേ? അപ്പോ ജന്മാന്തരങ്ങളിലൂടെ നമ്മുടെ പല ശബ്ദങ്ങളും സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന ഒരു ഡിസ്ക് നമ്മളിലുണ്ട്. അതിനെയാണ് ബ്രെയിനിൽ, അതിന് ഒരു സെറിബ്രൽ കോർട്ടക്സ് എന്ന് പറയും. അവിടെ ഇങ്ങനെ ചുളിഞ്ഞ് അനേകമായിട്ടുള്ള നമ്മൾ ആ ഒരു തലയോടി മാറ്റിയ നമ്മൾ കണ്ടിട്ടുണ്ട് പടങ്ങളിൽ, ചുളിഞ്ഞു കിടക്കുന്ന കുറെ ഞരമ്പുകൾ പോലത്തെ സാധനം. ഇതിന് ജന്മാന്തരങ്ങളായിട്ടുള്ള ശബ്ദങ്ങളെ അവിടെ സൂക്ഷിച്ചു വെച്ച് എങ്ങനെയാ നമുക്ക് തിരിച്ചറിവ് വരുന്നത്? ഒരു ശബ്ദം കേൾക്കുമ്പോ ഇങ്ങനെയാണ്. ശരി, കണ്ടിട്ടുണ്ട് കാറ്, നമ്മൾ കേട്ടിട്ടില്ലാത്ത ശബ്ദങ്ങൾ, നമ്മൾ ട്രെയിൻ കണ്ടിട്ടില്ല, പക്ഷെ ട്രെയിൻ, അത് ശബ്ദം കേൾക്കുമ്പോൾ നമ്മൾ പറയുന്നു ഇത് ട്രെയിൻ ആണെന്ന്. കാരണം ഇത് ഏതോ ജന്മത്തിൽ നമ്മൾ കണ്ടിട്ടുണ്ട്, കേട്ടിട്ടുണ്ട്. ഏത് ശബ്ദവും അതെ, ജന്മാന്തരങ്ങളിലൂടെ പല ശബ്ദത്തിന്റെ ഒരു ഡിസ്ക് ആണ് നമ്മുടെ ബ്രെയിനിൽ ഇരിക്കുന്നത്. അവിടെ നിന്നാണ് നമുക്ക് അതിൽ തിരഞ്ഞിട്ടാണ് ഈ ബോധം എന്നുള്ള ശക്തി കൊണ്ട്, ബുദ്ധി കൊണ്ട് തിരിച്ചറിഞ്ഞിട്ടാണ് നമ്മുടെ ഉള്ളില് സന്തോഷവും ദുഃഖവും ഉണ്ടാവുന്നത്. ഇത് വളരെ വളരെ എന്താ പറയാ, ഒരു സാധകൻ എന്നുള്ള നിലയിൽ ഇത് നല്ലവണ്ണം ഉൾക്കൊള്ളണം നിങ്ങൾ. എന്നുവെച്ചാൽ ഇത് നിസ്സാരമായിട്ടുള്ള, ഇതാണ് ഇതിന്റെ ബേസ്. ആ ബേസ് കിട്ടിയാലേ നമുക്ക് അതിൽ പറഞ്ഞ ലളിതാ സഹസ്രനാമം കെട്ടിപ്പൊക്കാൻ പറ്റുള്ളൂ. അതിനാണ് ഞാൻ ഇത്രയും സമയം എടുത്ത് ഇത് വിവരിക്കുന്നത്. ബോധം, അതാണ് ആ ബോധം എന്നിട്ടുള്ള ആ ശക്തി കൊണ്ട്, ബുദ്ധി കൊണ്ട് തിരിച്ചറിഞ്ഞിട്ട് എന്റെ ഉള്ളില് സുഖം, സന്തോഷം ഇവ തരുന്നു എന്ന് നാം തിരിച്ചറിയണം. ചില ഇഷ്ടപ്പെടുന്ന ശബ്ദം, ചിലത് ഇഷ്ടപ്പെടാത്ത ശബ്ദം, ഇല്ലേ? അപ്പൊ പ്രമേയത്തിന്, വെളിയിൽ കാണുന്ന പ്രമേയത്തിന് ഒരു മാറ്റവും ഇല്ല. പല പ്രമേയങ്ങൾ വന്നു പോകും. അവിടുന്ന് ശബ്ദങ്ങൾ പലതും വന്നു ചേരും. മനുഷ്യരാര പട്ടി കുരയ്ക്കുന്നത്, സിംഹം അലറുന്നത്, ഇങ്ങനെ പല ശബ്ദങ്ങൾ കേൾക്കും. എന്തോ ആയിക്കോട്ടെ. അപ്പൊ അതെല്ലാം പ്രമേയങ്ങളാണ്. അത് എവിടെയാണ്? പുറത്താണ്. അപ്പൊ അത് കേൾക്കുന്ന പ്രമാണമായിട്ട്, അത് കേൾക്കുന്ന മീഡിയത്തിലൂടെ നമ്മൾ അവിടെ ചെല്ലുമ്പോൾ, നമ്മുടെ സ്ഥൂല ശരീരം ചെല്ലുമ്പോൾ, അത് നമ്മൾ കേൾവിയായിട്ട് നമ്മുടെ ഉള്ളിൽ വരുമ്പോൾ, ബ്രെയിൻ, ആ ബോധത്തിന്റെ സാന്നിധ്യത്തില് നമ്മുടെ ബ്രെയിൻ, അതായത് ബുദ്ധി തിരിച്ചറിയുന്നു, എന്റെ ഉള്ളിൽ ശേഖരിച്ചു വെച്ചിരിക്കുന്ന ശബ്ദങ്ങളുടെ ഡിസ്കിൽ പോയിട്ട് എല്ലാം ഒരു ഫ്രാക്ഷൻ ഓഫ് എ സെക്കൻഡിൽ നടക്കണം. ആ, ഇതാണ് വെളിയിൽ ഒരു പട്ടി കുരയ്ക്കുകയാണ്, ഇല്ലെങ്കിൽ ഒരു മഴ പെയ്യുകയാണെന്ന് നമ്മൾ തിരിച്ചറിയണു. അപ്പൊ ഇതുപോലെ തന്നെ ഈ പറഞ്ഞ ഉള്ളില് സന്തോഷവും സുഖവും ദുഃഖവും, ചില ശബ്ദങ്ങൾ നമുക്ക് സന്തോഷം തരും. നമ്മൾ ഇഷ്ടപ്പെട്ടവരുടെ ശബ്ദം, ആ, ഇത് എന്റെ ഫ്രണ്ടിന്റെ ശബ്ദമാണ്, സന്തോഷം, എന്റെ അമ്മയാണ്, എന്റെ അച്ഛനാണ്, എന്റെ കുഞ്ഞുങ്ങളാണെന്ന് ശബ്ദത്തിലൂടെ നമ്മള് ബുദ്ധിയിലൂടെ തിരിച്ചറിയുന്നു. നല്ലത് നമുക്ക് ഇഷ്ടമുള്ളവര് നമുക്ക് സന്തോഷം തരുന്നു, ഇഷ്ടമില്ലാത്തവര് ദുഃഖം തരുന്നു. അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഈ പറഞ്ഞ പ്രമേയത്തിന് മാറ്റമില്ല, പ്രമാണത്തിന് മാറ്റമില്ല. എവിടെയാ? പ്രമാതാവിനാണ് മാറ്റം, സ്വീകരിക്കുന്ന ആളിലാണ് മാറ്റം വരുന്നത്. ഇത് എവിടെയാണ് സംഭവിക്കുന്നത്? നമ്മുടെ ഉള്ളിലാണ്. അതായത് 5 ഇന്ദ്രിയങ്ങളും കൊണ്ടുവരുന്ന അറിവുകളുടെ ആകെത്തുകയാണ് നമ്മുടെ മനസ്സ്. ആ ഗ്രന്ഥിയെ മുറിച്ചാല് അതായത് മനസ്സിന് ആകെത്തുകയായിട്ട് നമ്മൾ ഈ കെട്ടിവെച്ചിരിക്കുന്ന, അതായത് ആ ഹൃദയ ഗ്രന്ഥിയെ ബോധസത്തയുമായിട്ട് നമ്മൾ ചേർക്കണം. അതാണ് ബോധസത്തയുമായിട്ട് ചേരാൻ സാധ്യതകളുള്ള ഒരു കർമ്മം നമ്മൾ ചെയ്യണം. അതിനെന്ത് ചെയ്യണം? ആ ബോധസത്തയായിട്ട് നമ്മൾ ആരെ കാണണം? നമ്മുടെ ഇഷ്ടദേവതയെ കാണണം. അത് എന്നാ മാത്രമേ നമുക്ക് ഈ പുറമേ സഞ്ചരിക്കുന്ന മനസ്സില് സുഖദുഃഖങ്ങളാകുന്ന ആ ഒരു ഏറ്റക്കുറച്ചില്, ആ ഒരു ഫ്ലക്ച്വേഷൻസ്, തിരമാലകള് നമ്മുടെ ഉള്ളിൽ ഉണ്ടാക്കാതെ ഈ പറയുന്ന നമ്മുടെ ആ പുറത്തോട്ടിരുന്ന ഇതത്തിന് എന്ത് ചെയ്യണം? അതിനെ അഹം വൃത്തിയിലേക്ക്, അഹം എന്ന് പറയുന്ന ആ ഇഷ്ടദേവതയിലേക്ക് കൊണ്ടുവന്ന് അവിടെ കെട്ടിവെക്കണം. ആ ഹൃദയ ഗ്രന്ഥികളെ പൊട്ടിച്ചിട്ട് ആ ഗ്രന്ഥികളിലോട്, ആ ഗ്രന്ഥിക്കകത്ത്, ഹൃദയ ഗ്രന്ഥിക്കകത്തിരിക്കുന്ന ആ നമ്മുടെ ഇഷ്ടദേവതയുമായിട്ട് അതിനെ ചേർക്കണം. എങ്കിൽ മാത്രമേ ബാഹ്യവസ്തുക്കളല്ല നമുക്ക് ദുഃഖം തരുന്നതും സുഖം തരുന്നതും നമ്മുടെ ഉള്ളിലാണ് എന്ന് നമുക്കത് തിരിച്ചറിയാൻ പറ്റൂ. അതായത് ബാഹ്യവസ്തുക്കള് സുഖമെന്ന് വിചാരിക്കും, പക്ഷെ കുറെ കാലം കഴിയുമ്പോൾ അത് ദുഃഖത്തിന് കാരണമായി തീരും. ആ ഒരു എന്താ പറയാ, ആരൂഢമായി പ്രവർത്തിക്കുന്നത് ഈ ഇതത്തെ അഹമാക്കി മാറ്റിയ മനസ്സാണ്. ഇത് തിരിച്ചറിഞ്ഞാൽ നിങ്ങൾ നിങ്ങൾ ഇപ്പൊ തന്നെ സിദ്ധന്മാരായി കഴിഞ്ഞു. ഇതാണ് ആ ഈ ഒരു സാധ്യത്തിന് വേണ്ടിയിട്ടാണ്, ആ സാധ്യ വസ്തുവിന് വേണ്ടിയിട്ടാണ് നമ്മൾ എല്ലാ സാധനങ്ങളും അനുഷ്ഠിക്കുന്നത്. ആ മനസ്സിനെ എന്ത് ചെയ്യണം? ഈ
ഇതത്തെ അഹമാക്കി തീർക്കുക, അത് മനസ്സാണെന്ന് നമ്മൾ തിരിച്ചറിയും. ഈ തടസ്സത്തെ നിർമ്മലമാക്കി ശുദ്ധരാക്കണം. ബോധമാണ് ആദി കാരണം, അതാണ് രാമൻ. ത്രിപുടി മുടിഞ്ഞ ഒന്നാണ് ആദി കാരണം, ത്രിപുടി ഇല്ലാത്ത ഏക വസ്തു, അതിലാണ് മായയാകുന്ന രാഗദ്വേഷങ്ങൾ വരുന്നത്. അതിന് നമ്മൾ അതിക്രമിക്കണം. അപ്പോ പരമമായിട്ടുള്ള തത്വം, അപ്പൊ ദേവി പറയണ പരമമായിട്ടുള്ള തത്വം ചിലർ പറയുന്നു രാമൻ സ്വന്തം മായയെ ഉണ്ടാക്കി അതിനാൽ മറയ്ക്കപ്പെട്ടതാണ്, അഭിനയിച്ചതാണ് ഈ നാടകമെല്ലാം എന്ന് പലരും പറയുന്നു. അല്ലയോ ഭഗവാനെ, ശിവഭഗവാന്റെ അടുത്ത് പറയണം, അല്ലയോ ആര്യപുത്ര, അങ്ങ് പറഞ്ഞു തന്നാലും ഇത് സത്യമാണോ? എന്നിട്ട് എന്തിനാണ് സീതയെ നഷ്ടപ്പെട്ടപ്പോൾ ഒരു മനുഷ്യനെ പോലെ കരഞ്ഞു നടന്നത്? ഇദ്ദേഹം സാധാരണ മനുഷ്യനാണെന്ന് പറയുന്നു. അങ്ങനെ ഒരാളിനെ എന്തിനാണ് നമ്മൾ ആരാധിക്കുന്നത്? അതിന്റെയൊക്കെ സത്യം എനിക്ക് പറഞ്ഞു തരൂ. ഇതെല്ലാം തന്നെ രാമഹൃദയ മന്ത്രത്തിന്റെ ആ ഒരു ഇൻട്രൊഡക്ഷൻ ആണ്. ഇതുവരെ മന്ത്രത്തിലേക്ക് വന്നിട്ടില്ല. അത്രയും ഇൻട്രൊഡക്ഷൻ കൊണ്ട് മനസ്സിലായാലേ ഈ രാമഹൃദയ മന്ത്രം നമുക്ക് മനസ്സിലാവുള്ളൂ. അതുകൊണ്ടാണ് ശിവൻ പാർവതിയോട് ഇതെല്ലാം ചോദിക്കലും പറയലും ഒരു ക്വസ്റ്റ്യൻ ആൻസർ സെക്ഷനിലൂടെ കടന്നു പോകുന്നത്. അപ്പൊ ശിവൻ പറയണം, അല്ലയോ പാർവതി, ആരും എന്നോട് ഇതുവരെ രാമതത്വം ചോദിച്ചിട്ടില്ല. നിനക്ക് ഉണ്ടായിട്ടുള്ള ഈ ആഗ്രഹം തീർച്ചയായും ഞാൻ പൂർത്തീകരിക്കാം. ആഹാരം, നീഹാരം, നിദ്ര, മൈഥുനം എല്ലാവരും മറ്റുള്ളവ, അതായത് വലിയ പ്രയാസമില്ലാതെ മനുഷ്യന് ഇതെല്ലാം ചെയ്യുന്നുണ്ട്. പക്ഷെ അതിനു വേണ്ടിയിട്ടാണ് അവര് ജീവിതം മുഴുവൻ ഹോമിക്കുന്നതും. അവസാനം അത് ലഭിക്കാതെ ഈ പറഞ്ഞ എന്തിനു വേണ്ടിയിട്ടാണോ മനുഷ്യജന്മം വന്നത് അത് ലഭിക്കാതെ ശരീരത്തെ അവർ വിട്ടുപോകുന്നു. അപ്പൊ ഉത്തമമായതും ധന്യമായതും ഒരേ വസ്തുവാണ്. ആ അത്യന്ത ഗോപ്യമായിട്ടുള്ള നിഗൂഢമായിരിക്കണ ആ സത്യം, ആ രാമതത്വത്തെ ഞാൻ ദേവിക്ക് പറഞ്ഞു തരാം. ശിവൻ ദേവിയോട് പറയാണ്, നിന്റെ മായ കൊണ്ട് പ്രപഞ്ചത്തിന്റെ ആ ഒരു പ്രപഞ്ചത്തെ സൃഷ്ടിച്ച് അതിന്റെ ഉള്ളിലും പുറത്തുമായി പ്രതിഷ്ഠിതമായിരിക്കുന്ന ബോധമാണ് രാമൻ. അതിന്റെ യഥാർത്ഥമായിട്ടുള്ള രൂപം നിനക്ക് ഞാൻ പറഞ്ഞു തരാം, അല്ലയോ? അതായത് രാമനല്ലാതെ ഇവിടെ വേറൊന്നുമില്ല. രാമതത്വത്തെ പല പേരിൽ അറിയുന്നേ ഉള്ളൂ. ഏകമായിരിക്കുന്ന രാമതത്വം തന്നെയാണ് ബോധമായിട്ടിരിക്കുന്ന ഈ പറയുന്ന ആ പ്യോർ തലം, ആ പ്യോർ ചൈതന്യം, ബ്രഹ്മതത്വം എന്ന് നീ അറിയൂ. അല്ലാതെ ഈ പ്രപഞ്ചത്തിൽ രണ്ടില്ല. രണ്ടാണ് നമുക്ക് ഭയത്തിന് കാരണം. ഈ പ്രപഞ്ചത്തിലെ ചരങ്ങളും അചരങ്ങളും ജഡങ്ങളും അജഡങ്ങളും ആയിട്ട് എന്തൊക്കെയുണ്ടോ അതെല്ലാം തന്നെ അജ്ഞാനമാകുന്ന മായ കൊണ്ട് സൃഷ്ടിച്ചിട്ട് അതിന്റെ എല്ലാം ഹൃദയ ഗുഹയില്, അവിടെയാണ് ഏറ്റവും ഇമ്പോർട്ടന്റ്, ഹൃദയ ഗുഹയില് ആത്മാവായി വർത്തിക്കുന്നു ഈ രാമൻ. അപ്പൊ നോക്കൂ, ഈ സൃഷ്ട പ്രപഞ്ചത്തില് ഈ കാണുന്ന എല്ലാത്തിന്റെയും ഉള്ളില്, അതാണ് നമുക്ക് എല്ലാത്തിന്റെയും ഉള്ളിൽ രമിക്കുന്നവൻ, എല്ലാത്തിന്റെയും ഉള്ളിൽ വസിക്കുന്നവൻ വാസുദേവൻ. ആ വാസുദേവനെ ദൃക്കായിട്ടിരിക്കുന്നവൻ. ആ ഗോപികമാർ അത് കണ്ടു. ആ അഖില ദേഹിനാം അന്തര ആത്മദൃക്ക്, ആത്മാവിനെയും ഈ കാണുന്ന പറയുന്നതിനെല്ലാം പശ്യന്തി, കണ്ടുകൊണ്ടിരിക്കുന്ന ദൃക്കാണ് രാമൻ. അത് രാമതത്വമാണ്, അത് ബ്രഹ്മതത്വമാണ്, അത് മായയാല് മറയ്ക്കപ്പെട്ടിരിക്കുകയാണ്. അപ്പോ മായ രണ്ടു തരത്തിലാണ് കാണപ്പെടുന്നത്. മായ രണ്ടു തരത്തിൽ കാണപ്പെടുന്നു. ഒന്ന് ആവരണമെന്നും വിക്ഷേപമെന്നും. രണ്ട് കാര്യത്തിലാണ് ഈ മായ വെളിയിൽ നമ്മൾ കാണുന്നത്. അല്ലാതെ മായയെ കാണാൻ പറ്റുമെന്ന് വെച്ചാൽ ഇല്ല. ദാറ്റ് ഈസ് ഒരു ചിന്തയാണ്. അത് നമുക്ക് ആ മായ എവിടെയാണെന്ന് ചോദിച്ചാൽ കാണിച്ചു തരാൻ പറ്റില്ല നമുക്ക്. അപ്പോ കാണിക്കാൻ പറ്റാത്തത് ഏത് തരത്തിലാണ് ഇരിക്കുന്നത്? ആവരണം, വിക്ഷേപം. ഇതില് മനുഷ്യാണാം സഹസ്രേക്ഷു, ആ മനുഷ്യ സഹസ്രങ്ങളില് ഒരാൾക്ക് മാത്രമേ ഈ ആവരണവും വിക്ഷേപവും എന്താണെന്നും അത് മാറ്റാനും പറ്റുള്ളൂ. അപ്പൊ ഇനി എന്താണ് ആവരണം? നമുക്ക് രണ്ടും ഒന്ന് കാണാം, എന്നാലേ ഈ പറഞ്ഞ ആ രാമമന്ത്രത്തിൽ എത്താൻ പറ്റൂ. ആവരണം, വിക്ഷേപം നമ്മൾ കണ്ടു. മായയ്ക്ക് രണ്ട് തലങ്ങള്. മായ മറയ്ക്കപ്പെടുന്നത് രണ്ടിലൂടെയാണ്. ഒന്ന് ആവരണം, ഒന്ന് വിക്ഷേപം. എന്താണ് ആവരണം? അതിന് നമ്മൾ വേദത്തില് രജു സർപ്പം ന്യായം എന്ന് പറയാറുണ്ട്. കയറല്ല പാമ്പ് എന്നൊക്കെ പറയാം. കയറും സർപ്പവും എപ്പോഴും നമ്മൾ കേട്ടിട്ടുള്ളതാണ്. അത് നമുക്ക് എപ്പോഴും മനസ്സിലാക്കിയുള്ളൂ. കയറെന്നുള്ളത് സർപ്പമല്ല, സർപ്പം എന്ന് പറയുന്നത് കയറുമല്ല, അല്ലെ? അത് നമ്മുടെ തോന്നലാണ്. അപ്പൊ എന്താണ് തോന്നല്? ഒരു ഉദാഹരണം, ഒരാള് സന്ധ്യക്ക് വീട്ടിലേക്ക് പോവുകയാണെന്ന് വെക്കൂ. വഴിയിൽ എന്തോ കിടക്കണം. അപ്പൊ അതിനെ ദൂരെ നിന്ന് കണ്ടപ്പോ മനസ്സിൽ എന്താ? സന്ധ്യ, ഇരുട്ട് വന്നു തുടങ്ങണേ ഉള്ളൂ. ആ ഒരു സന്ധ്യ സമയമാണ്. അപ്പൊ സാധാരണ മനസ്സിൽ അറിയാം സന്ധ്യ സമയത്ത് പാമ്പറങ്ങ, ഇങ്ങനെ പല വിചാരങ്ങളും നേരത്തെ ഉണ്ടാക്കി വെച്ച ഒരു മനസ്സ്. അല്ലാതെ പ്യുവർ ആയിട്ടുള്ള ജനിച്ച ഒരു കുഞ്ഞിന് ആ പാമ്പിനെ കണ്ട പാമ്പെന്ന് പറയാൻ പറ്റില്ല.
കുഞ്ഞിനെ അറിയില്ല, കുഞ്ഞ് ചെന്ന് പിടിക്കും. ആ ഒരു 3 വയസ്സ് വരെ നമ്മൾ പറഞ്ഞു കൊടുത്ത് അതിനൊരു ബോധം വരണവരെ അതിന് പാമ്പും കയറും എല്ലാം ഒരുപോലെയാ. തവളയോ പാമ്പിനെയോ എന്ത് പിടിച്ചാലും സിംഹത്തിന്റെ അടുത്ത് പോലും കുഞ്ഞു പോകും. കാരണം നിർമ്മലമായിട്ടുള്ള ഹൃദയമാണ്. പക്ഷെ വളർന്നു വരുമ്പോൾ കാലം നമുക്ക് പല പല കാര്യങ്ങൾ, അജ്ഞാനത്തെ ഒരുപാട് കാര്യങ്ങളെ ചേർത്ത് വെച്ച് നമ്മുടെ ഉള്ളിൽ നമുക്ക് പലതും അറിവിലൂടെ നമ്മൾ നേടിയെടുത്തിട്ടുണ്ട്. സന്ധ്യയ്ക്ക് പാമ്പ് വരും, പാമ്പ് കുത്തിയാൽ മരിക്കും, ആ ഒരു മരണഭയമെല്ലാം ഉള്ളിൽ കിടക്കണോണ്ട് അതെല്ലാം നമ്മുടെ ഇങ്ങനെ ബ്രെയിനിൽ ശേഖരിച്ചു വെച്ചിരിക്കുക. മനസ്സിന്റെ ഉള്ളറകളിൽ ഇതെല്ലാം ഉണ്ട്. അപ്പോഴെന്താ, നമ്മള് ആ ഒരു ദൂരെ നിന്ന് തന്നെ വീട്ടിലേക്ക് പോകുമ്പോൾ ഒരു പാമ്പ് വഴിയിൽ കിടക്കണ ഒരു വഴിയിൽ എന്തോ കിടക്കണു, പാമ്പ് പോലെ, അത്രയേ ഉള്ളൂ. പാമ്പാണെന്നൊന്നും നമ്മൾ തീരുമാനിച്ചില്ല. അതിനു മുമ്പേ തന്നെ പാമ്പേ പാമ്പേ എന്ന് വിളിച്ച് ബോധം കെട്ട് മറിഞ്ഞടിച്ച് വീഴുക. കാരണം നമ്മൾ പാമ്പെന്ന് പറഞ്ഞാൽ എന്താ, അതിനെ കൊത്തും മരിക്കും, ഇതൊക്കെയാണ് നമ്മുടെ ചിന്ത. പണ്ട് പാമ്പിനെ കണ്ടത്, എന്റെ അപ്പൂപ്പൻ പാമ്പ് കടിച്ചത്, ഹോസ്പിറ്റലിൽ കൊണ്ടുപോയത് എല്ലാം ഒരു ഫ്രാക്ഷൻ ഓഫ് എ സെക്കൻഡിൽ നമ്മുടെ തലച്ചോറിൽ വരും. അത് ഫീഡ് ചെയ്ത് വെച്ചിരിക്കുക അവിടെ. ഇതൊക്കെ നടക്കും എന്നുള്ളത് അങ്ങ് തീരുമാനിച്ചു വെച്ചിരിക്കുക. ഇത് തന്നെയാണ് നമ്മൾ രോഗങ്ങളെ വിളിച്ചു വരുത്തുന്നത്. ഒരു ചുമ വരുമ്പോ തന്നെ എനിക്ക് ക്ഷയമാണോ, ഇതെനിക്ക് വരുമോ എന്നുള്ള ചോദ്യങ്ങൾ അങ്ങോട്ട് ഇടുക. ആ നേരത്തെ വെച്ചിട്ടുണ്ട്, ആരോ ചുമച്ചപ്പോ ക്ഷയം വന്നു, ഉടനെ എനിക്ക് ഒരു ചുമ വന്ന ഉടനെ ക്ഷയം. ഒരു പുറത്തെന്തെങ്കിലും ഒരു നോഡ്യൂള് കണ്ടു, അയ്യോ ഇതെനിക്ക് ക്യാൻസർ ആണോ എന്ന്. കാരണം ക്യാൻസർ വന്ന ആള് ഏതോ ഒരിക്കൽ പറഞ്ഞു അവരുടെ ഉള്ളിൽ ഒരു നോഡ്യൂൾ ഉണ്ടായിരുന്നു, ഇത് ക്യാൻസർ ആയി. ഇങ്ങനെയുള്ള നെഗറ്റീവായിട്ടുള്ള തോട്ട്സും പോസിറ്റീവായിട്ടുള്ള തോട്ട്സും എല്ലാം തന്നെ എവിടെയാ ഫീഡ് ചെയ്ത് വെച്ചിരിക്കുക, തലച്ചോറിനകത്ത്. അതുമായിട്ട് പെട്ടെന്ന് താതാത്മ്യം പ്രാപിച്ചിട്ടാണ് എന്താ പറയണത്, ബോധം കെട്ട് വീണത്. കാരണം കണ്ട ഉടനെ തന്നെ തോന്നി ഇത് പാമ്പാണെന്ന്, ഉടനെ മനസ്സ് തീരുമാനിച്ചു പാമ്പാണെന്ന്, ബോധം നഷ്ടപ്പെട്ടു. ഇതാണ് അവിടെ സംഭവിച്ചത്. അപ്പൊ കുറച്ചു സമയം അങ്ങനെ കടന്നു എന്താ നോക്കിയപ്പോ പാമ്പൊന്നും കൊത്തുന്നില്ല, തനിയെ തന്നെ കണ്ണു തുറന്നു. മഴവെള്ളം എല്ലാം വീണ് കാണും, മഴയോ എല്ലാം വീണിട്ട് ഒന്ന് കണ്ണു തുറന്നു വെക്കൂ. കുറച്ചു സമയം കഴിഞ്ഞ് ഇത് എവിടെ കിടക്കണു, ഞാൻ എവിടെ നിന്ന് വന്നു, ഇതെല്ലാം ഒരു മിനിറ്റ് എടുക്കും തിരിച്ചു വരാം. ഞാൻ ഈ വയലിൽ ഇതാ കിടക്കണു, ഞാൻ എവിടുന്നോ വന്നാണ്, എന്റെ വീട്ടിലേക്ക് പോവുമായിരുന്നു, ഞാൻ ദൂരെ എന്തോ ഒരു വസ്തുവിനെ കണ്ടു എന്ന് പതുക്കെ 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 നമ്മുടെ ബോധമണ്ഡലത്തിലേക്ക് നമ്മൾ വരും, അല്ലെ? ആ ഓർമ്മ. അപ്പൊ വീണ് കിടക്കണത് എവിടെയാ? മുമ്പിൽ കിടന്ന പാമ്പെന്ന് വിചാരിച്ച ഒരു കയറിന്റെ പുറത്താ വീണ് കിടക്കുന്നത്. അപ്പൊ എന്ത് ചെയ്യും? അതിനെ കയ്യിലെടുത്ത് നോക്കിയപ്പോഴാണ് പറയണത്, ഒരു എന്താ പറയാ, നമ്മുടെ കയ്യിലിരിക്കുന്ന മൊബൈൽ കൊണ്ടോ ഇല്ലെങ്കിൽ സ്ട്രീറ്റ് ലൈറ്റിന്റെ വെളിച്ചത്തിലോ അതിനെ നോക്കിയപ്പോ എന്താ, അതൊരു സൈക്കിളിന്റെ ട്യൂബ് ആണെന്ന് മനസ്സിലായി. അപ്പൊ തന്റെ വിഡ്ഢിത്തമോർത്ത് താൻ സ്വയം ചിരിക്കുന്നു. അപ്പൊ ആദ്യം കണ്ടത് എന്താണ്? ആ പുറത്ത് കണ്ടത്, ആദ്യം നമ്മൾ കണ്ടതിനെ നമ്മൾ ഇദം വൃത്തി, ആ ഇദം വൃത്തിയിൽ നമ്മൾ എന്ത് ചെയ്തു? കണ്ടതിനെ വിശ്വസിച്ചു, കണ്ടത് സത്യമാണെന്ന് വിചാരിച്ചു. കാരണം ആ ഒരുപാട് കാര്യങ്ങള് ജന്മാന്തരങ്ങളിലായിട്ട് നമ്മുടെ ബ്രെയിനിൽ സൂക്ഷിച്ചു വെച്ചിരുന്നു. അതനുസരിച്ച് നമ്മൾ പെരുമാറി. നമുക്കത് മാറ്റാൻ വലിയ പാടാ. ഒരുപാട് എന്തുകൊണ്ട് ഈ ഹിപ്നോട്ടിസം ചെയ്യുന്നത്? മനസ്സിന്റെ പല തലങ്ങളിലേക്കും ഡോക്ടർമാര് അവര് ശേഖരിച്ചു വെച്ചിരിക്കുന്നത് അവരതാണ് എന്ന് നിർബന്ധമായിട്ട് പറയും. ഞാൻ ഇന്നയാളെ ഇന്നടത്ത് കണ്ടു, എന്റെ വീട്ടിൽ ഒരാൾ ഇന്ന് വന്നു, ഇന്ന് ഞാൻ കണ്ടു എന്നങ്ങ് പറയുക. അത് ഏതോ ജന്മത്തിൽ ഇല്ലെങ്കിൽ അയാളുമായിട്ടുള്ള താതാത്മ്യം, അയാളെ എനിക്ക് എന്തെങ്കിലും ദോഷം ചെയ്യുമെന്നുള്ള ഭയം. ആ നല്ലവരെയൊന്നും നമ്മൾ കാണണില്ലല്ലോ, എല്ലാം ചീത്ത ആൾക്കാരെ കാണുന്നത്. എന്റെ ഭാര്യയെ കാണാൻ രാത്രി ഒരാൾ വന്നു, നിർബന്ധമായിട്ട് പറയണം. കാരണം അവരുടെ ബോധതലത്തില് ഭാര്യയെ കുറിച്ചുള്ള സംശയം. കാരണം എന്റെ അച്ഛനും അപ്പൂപ്പന്മാർക്കും ഇല്ലെങ്കിൽ ഏതോ ജന്മങ്ങളില് ഭാര്യയെ സംശയിച്ച് മരിച്ച ഒരു ആത്മാവായിരിക്കും ഇത്. അതിങ്ങനെ ഫീഡ് ചെയ്ത് വെച്ചിരിക്കുക. അപ്പോ ഹിപ്നോട്ടൈസ് ചെയ്തിട്ട് നമ്മൾ എന്താ ഇലക്ട്രിക് കറണ്ട് കൊടുത്തിട്ടാണ് ഈ ഒരു ഇല്ലാതാക്കുന്ന, അഗ്നിയിൽ ചാരമാക്കുന്ന പോലെ ആ ബോധതലത്തിൽ നിന്ന് ഈ ചിന്തയെ മാറ്റിയാൽ മാത്രമേ ഇയാൾക്ക് ഇതിൽ നിന്ന് രക്ഷിക്കാൻ പറ്റൂ. കാരണം ഇയാളുടെ ബോധതലത്തിൽ അത് ഉറച്ചിരിക്കുക. എത്ര പറഞ്ഞാലും ഭാര്യ കൂടെ കിടന്നുറങ്ങിയാൽ പോലും പറയും ഇല്ല, രാത്രി കഥ. എത്രയോ പേര് നമ്മൾ കാണുന്നില്ലേ? ഇതാണ് സൈക്കാട്രി ട്രീറ്റ്മെന്റ് കൊടുക്കുന്നു എന്ന് പറയുന്നത്. ആ കണ്ടാൽ പോലും പറയും ഇല്ല, ഞാൻ എന്നെ എന്തോ തന്ന് മയക്കി, ഞാൻ ഉറങ്ങിയ സമയത്ത് ഇവള് പോയി. തിരിച്ചിതുപോലെ ഭർത്താവ് ഞാൻ ഉറങ്ങിയ സമയത്ത് അയാൾ ആരെയോ കാണാം. ഇത് തന്നെ ഒരു 75% ആൾക്കാർക്ക് സംഭവിക്കുന്നു. ഇതിന് കാരണം ഇതാണ് രോഗകാരണങ്ങൾ. നമ്മൾ പല രോഗങ്ങളും നമുക്കുണ്ടെന്ന് നമ്മൾ തീരുമാനിക്കും. അതുകൊണ്ടാണ് പറയുന്നത് ദയവീത് രോഗമുണ്ടെന്ന് പറയാതിരിക്കും. ഐ ആം ഓൾ റൈറ്റ്, എനിക്ക് ഒന്നുമില്ല. അതാണ് ഗുരു ശിഷ്യന് ആ ഒരു അനുഗ്രഹം. ശംനോ, നല്ലത് കേൾക്കൂ, നല്ലത് പറയൂ. ഈ രോഗമുണ്ടെന്ന് ചിന്തിച്ച് ആ നമ്മുടെ ഏതോ ജന്മത്തിൽ ഉണ്ടായിരുന്ന രോഗങ്ങളെ തലച്ചോറിൽ നിന്ന് ശരീരത്തിൽ കൊണ്ടുവരും. അതാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പൊ ഈ ഇപ്പൊ എന്താ നമ്മൾ കണ്ടത് നോക്കൂ. ആ ഒരു സൈക്കിൾ ട്യൂബിനെ കണ്ട ഉടനെ എന്താ, അതിൽ മറിഞ്ഞടിച്ച് വീണു. അത് സൈക്കിൾ ട്യൂബ് അല്ല, പാമ്പാണ്, കടിച്ചു, മരിച്ചു. ഇനി ആരെന്നെ കൊണ്ട് ഒന്നും അറിഞ്ഞൂടാ. ബോധം വന്നപ്പം ആ അഹംവൃത്തിയിൽ വന്നു. ആ ബോധത്തിന്റെ സാന്നിധ്യത്തിൽ മനസ്സിലായി അത് പാമ്പല്ല, അത് എന്താണ്, വെറും ഒരു സൈക്കിൾ ട്യൂബാണെന്ന്. അപ്പോ അഹംവൃത്തിയിൽ എന്താ, പാമ്പ് മാത്രമേ ഉള്ളൂ. അതായത് നമ്മുടെ ഉള്ളില്
ആ പാമ്പിനെ കുറിച്ചുള്ള നമ്മുടെ ഉണ്ടായിരുന്ന ബോധത്തില് പാമ്പിനെ കുറിച്ചുള്ള ഭയമാണ് നമുക്ക് ബോധം കെടാൻ കാരണം. അപ്പോ ഇതം വൃത്തിയായ പാമ്പ് എന്ത് ചെയ്തു? ആ ട്യൂബാണെന്ന് ബോധ്യപ്പെട്ടപ്പോഴോ നമ്മുടെ അഹം വൃത്തിയിൽ അത് ഉറച്ചു, അത് ട്യൂബാണെന്ന് ഉറപ്പിച്ചു. കാരണം അഹം എന്ന് പറയുന്ന ബോധത്തില് മനസ്സിലായി, നമ്മൾ തന്നെ ഉറപ്പിക്കുകയാണ് ഇത് പാമ്പല്ലായിരുന്നു, ഇത് എന്നെ കടിച്ചില്ല, ഞാനിത് കൈ കൊണ്ടെടുത്തു, ഇത് വെറുമൊരു ട്യൂബായിരുന്നു. അപ്പൊ ആദ്യം ഉണ്ടായിരുന്ന ഇതം വൃത്തിയില് അത് ട്യൂബാണ് എന്ന് അറിഞ്ഞപ്പോഴുള്ള അറിവും ആ ഭയം ഉണ്ടാക്കി. പക്ഷെ നമ്മുടെ അഹം വൃത്തിയിൽ അത് പാമ്പല്ല എന്നറിഞ്ഞപ്പോഴും ആ ഭയം കംപ്ലീറ്റ് പോയി, അല്ലേ? അതൊന്ന് നല്ലവണ്ണം നമ്മൾ ഇത് വലിയൊരു എന്താ പറയാ, ഈ രജു സർപ്പ ന്യായം എന്ന് പറയുന്നത് വേദ പഠനത്തിന്റെ ബേസ് ആണ്. അത് നന്നായിട്ടൊന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്കത് മനസ്സിലാവും. അപ്പൊ ആദ്യം ഉണ്ടായിരുന്നത് ഇതം വൃത്തി, നമ്മുടെ ചിന്ത പെട്ടെന്ന് കണ്ടപ്പോ നമ്മുടെ ഇന്ദ്രിയങ്ങളിലൂടെ കണ്ണിലൂടെ ഒരു ബോധം നമ്മുടെ ഉള്ളിൽ വന്നിട്ട് നമ്മളോട് പറഞ്ഞു ഇത് പാമ്പാണെന്ന്. പെട്ടെന്ന് നമ്മൾ അതുമായിട്ട് താതാത്മ്യം പ്രാപിച്ചിട്ട് എന്ത് ചെയ്തു? നമ്മൾ ബോധം കെട്ടുപോയി, നമ്മൾ ആ ഒരു ബോധം കെട്ട് വീണു. പിന്നെ അതിൽ നിന്ന് ഉണർന്നപ്പോ അതിന്റെ പുറത്താണ് കിടക്കണമെന്ന് അറിഞ്ഞ് അത് കൈകൊണ്ട് തൊട്ടപ്പോ അഹം വൃത്തിയിലെത്തി. അഹം എന്ന് പറയുന്ന യഥാർത്ഥ ബോധത്തിൽ വന്നിട്ട് ആ അറിവ് എന്താണ് നമുക്ക് പറഞ്ഞു തന്നത്? ആ അറിവ്, ഉള്ളിലിരിക്കുന്ന അറിവ് നമുക്ക് പറഞ്ഞു തന്നു, ഇതം വൃത്തിയിൽ നീ കണ്ടത് ശരിയല്ല, അത് ടയറാണ്, പാമ്പല്ല എന്ന്. അവിടെ ടയറേ ഉള്ളൂ, പാമ്പ് ഇല്ലായിരുന്നു. പക്ഷെ നിന്റെ ചിന്തകളാണ് നിന്നെ അങ്ങനെ കൊണ്ടുവരിച്ചത്. അത് പഴയ കാര്യത്തിലെ പാമ്പ് ഇപ്പോഴെന്തായി? വെറും ട്യൂബായിട്ട് മാറി. ആദ്യം നമ്മൾ എന്താ വിചാരിച്ചത്? പാമ്പെന്ന് വിചാരിച്ചല്ലേ ബോധം കെട്ടത്. ഇപ്പൊ എന്തായി? ആ പാമ്പ് വെറും ട്യൂബായിട്ട് മാറി. ഇത് തന്നെയാണ് എന്താ പറയാ, ഈ യഥാർത്ഥത്തിൽ നമ്മളെ മറയ്ക്കുന്നത്. യാഥാർത്ഥ്യ ബോധത്തിൽ നിന്ന് മറയ്ക്കുന്ന ഈ പ്രപഞ്ചം, ഈ കാണുന്ന നാടകങ്ങൾ മുഴുവനും, ഈ നാട്യങ്ങൾ മുഴുവനും, ഇതിനെയാണ് നമ്മൾ ആവരണം എന്ന് പറയുന്നത്. യഥാർത്ഥത്തിൽ നിന്ന് നമ്മളെ എന്തൊക്കെ മറയ്ക്കുന്നോ ആ അറിവില്ലായ്മയാണ് നമ്മൾ ആവരണം എന്ന് പറയുന്നത്. മനസ്സിലായോ? ഇത് മനസ്സിലാക്കണം. ഇല്ലെങ്കിൽ ഈ പറഞ്ഞ ലളിതാ സഹസ്രനാമം നമുക്ക് ആഭരണം, വിക്ഷേപം എന്നൊക്കെ പറഞ്ഞു പോകാനേ പറ്റൂ. ഇത്രയും കൂടുതൽ വിശദീകരിച്ച് പറയാൻ പറ്റില്ല. യഥാർത്ഥമായിട്ടിരിക്കുന്ന ബോധസത്ത, അഹമായിട്ടിരിക്കുന്ന ശിവചൈതന്യം, പരചൈതന്യം, പരശിവൻ, അതിനെ മായയിലൂടെ 36 തത്വങ്ങളിലൂടെ ഈ പ്രപഞ്ചമാക്കി മാറ്റി അതിനെന്താട്ട് ഇതം വൃത്തിയായിട്ട് നമ്മളെ കാണിക്കണു. പക്ഷെ നമ്മളെ ഈ കണ്ട പാമ്പിനെ പോലെ നമുക്ക് ആ ബോധത്തിൽ നിൽക്കാത്തതുകൊണ്ട്, ബോധത്തിനെ അറിയാത്തത് കൊണ്ട് നമ്മൾ കണ്ടതെല്ലാം തന്നെ എന്താ, ടയറിനെ പാമ്പായിട്ട് കണ്ട പോലെ നമ്മൾ ഈ കാണുന്നതിനെല്ലാം, നമ്മുടെ ബന്ധുക്കളെയും പ്രകൃതിയെയും ഈ പറയുന്ന എല്ലാത്തിനെയും എന്ത് വിചാരിക്കുന്നു? അത് യഥാർത്ഥത്തില് ഉള്ളതാണെന്ന് വിചാരിക്കുന്നു. അതിനെ എന്ത് ചെയ്യണം? അതിനെ കയ്യിലെടുത്ത് അതിനെ അനുഭവിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നു ഇത് നമ്മുടെ കൂടെ എന്താ അത് ടയറാണ്, പാമ്പല്ലാന്ന്. അതുപോലെ ഈ കാര്യങ്ങളൊന്നും, കാണുന്ന ബന്ധങ്ങളും ബന്ധനങ്ങളും എല്ലാം തന്നെ, ഈ പ്രകൃതിയും നാമരൂപങ്ങളും എല്ലാം തന്നെ ഇല്ലാത്തതാണ്. എന്റെ വെറും ഒരു എന്താ പറയാ, ഒരു ചിന്തയായിരുന്നു, ഒരു പ്രതിഫലനമായിരുന്നു. ഇത് നാളെ നഷ്ടപ്പെട്ടു പോകും. യഥാർത്ഥത്തിൽ ചെന്ന് പിടിക്കുമ്പോൾ അതില്ല. ഞാൻ അച്ഛനെന്ന് വിചാരിച്ചിരുന്ന ആള് മരിച്ചു പോകും, എൻ്റെ അമ്മ മരിച്ചു പോകും, ഇല്ലാതാവുന്നു. കാലയവനിക്ക് അത് ശാശ്വതമല്ല. ഞാൻ എന്തിലൊക്കെ ചെന്ന് എൻ്റെ മനസ്സിനെ കൊണ്ട് ബന്ധിക്കുന്നോ അതൊക്കെ നാളെ എന്നെ വിട്ടുപോകണു. അപ്പൊ ഈ ഇതം വൃത്തി എന്ന് പറയുന്നത് ശാശ്വതമല്ല, എന്തിനെയോ മറച്ച് നമ്മുടെ ബോധത്തെ മറച്ചിരിക്കുന്നതാണ്. അപ്പൊ ഇതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എന്താണ് യഥാർത്ഥം? ഞാൻ അഹം വൃത്തിയാണ് യഥാർത്ഥം. ഇതം വൃത്തി എന്ന് പറയുന്നത് തോന്നലാണ്, പ്രതിഫലനമാണ്, മായയാണ്. ഇത് മായയുടെ കളിയാണ്, ഇത് ശാശ്വതമല്ല. ഇതാണ് ശരിക്കും എന്തൊക്കെയാണോ നമ്മളെ മറയ്ക്കുന്നത്, ഇതാണ് ആവരണം എന്ന് വിളിക്കുന്നത്. അപ്പോ നമ്മുടെ തമസ് എന്ന് പറയുന്നത് താമസ പ്രകൃതി, അതായത് നമ്മുടെ തമോ ഗുണത്തിൽ നിന്നാണ് നമുക്ക് അറിവില്ലാതെ വരുന്നത്. തമോ ഗുണം എന്ന് പറഞ്ഞാല് എല്ലാം ഇരുട്ടായിട്ട് കാണുക. തമോ ഗുണം അജ്ഞാനത്തിന്റെ സ്വരൂപം. നമ്മൾ മഹിഷാസുരനെ കാണുന്നു, മഹിഷത്തിന്റെ, പോത്തിന്റെ സ്വഭാവം. കാരണം അറിവില്ലായ്മ. ഈ അറിവ് കിട്ടുമ്പോൾ ഇതിനാണ് യഥാർത്ഥ സാധന വേണ്ടത്. നമുക്കൊരു ഇഷ്ടദേവതയെ വേണ്ടത്, സത്തിനെ അറിയേണ്ടത്. ഇതിനെ അറിഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന തമസാകുന്ന നാമരൂപങ്ങൾ ഉണ്ടാക്കുന്ന ഇതം ബോധം നമ്മളെ വിട്ടുപോയിട്ട് നമ്മൾ അഹം വൃത്തിയിലിരിക്കും. സത്യത്തെ അറിഞ്ഞവന് ഈ പ്രപഞ്ചം എന്ന് പറയുന്ന നാടകത്തിലൊന്നും അതിനനുസരിച്ച് തുള്ളില്ല, അതിനനുസരിച്ച് ദുഃഖിക്കില്ല. അതനുസരിച്ച് പുറമേ സംഭവിച്ചനുസരിച്ച് ഈ പറഞ്ഞ പക്ഷികൾക്കൊപ്പം തന്റെ അച്ഛനും അമ്മയും പ്രാവുകള് ബലിയാടായതുപോലെ ഒരു മരണത്തിൽ ദുഃഖിച്ച് നമ്മൾ ആത്മഹത്യ ചെയ്യില്ല. സുഖദുഃഖങ്ങളുടെ പിറകെ ഓടില്ല. എല്ലാം വന്നു പോകുന്ന ഒരു സ്ക്രീനിൽ കണ്ടുപോകുന്ന ഒരു ഇത്രയും പ്രായത്തിൽ ജനിച്ച് തന്റെ പ്രാരാബ്ധ കർമ്മങ്ങള് നടന്നു പോകുന്ന ഒരു സ്ക്രീനിലെ സിനിമ പോലെ കണ്ട് ആസ്വദിച്ച് ദുഃഖിച്ച് അതിനുമായിട്ട് ചേരാതെ
മാറി നിന്ന് ഇതെല്ലാം കണ്ടിട്ട് എന്ത് ചെയ്യണം? സിനിമാ തിയേറ്ററിൽ പൈസ കൊടുത്തിട്ട് ഇറങ്ങി വരുന്ന നമ്മളെ പോലെ ഈ ഭൂമിയിൽ അയച്ച അമ്മയെ സദാ ഇരുന്ന്, അമ്മ എനിക്ക് അവിടെ വരാം, ഇത് എനിക്ക് അമ്മ ഇരുന്ന ഒരു സിനിമാ തിയേറ്ററാണ്. അപ്പോഴും എപ്പോഴും പറയില്ലേ ഷേക്സ്പിയർ, വിശ്വ നാടകവേദി. ആ നാടകവേദിയിൽ ഇറക്കിവിട്ട ഓരോ മനുഷ്യരൂപങ്ങളാണ് നമ്മൾ. നാടകം നന്നായിട്ട് അഭിനയിക്കുക. വേഷം എനിക്ക് എന്തെന്ന് വിധിപ്പതല്ലോ അമ്മയാണ്. നമ്മളോ വിശ്വപ്രിയനായിട്ട് ഈ വിശ്വത്തെ അറിഞ്ഞുകൊണ്ട്, വിശ്വത്തിന്റെ ആധാരമായിട്ടിരിക്കുന്ന സത്യത്തെ അറിഞ്ഞ് അഹംവൃത്തിയിൽ ലയിച്ചിട്ട് എന്ത് ചെയ്യണം? നടനം ചെയ്യണം. അമ്മ കളിപ്പിക്കുന്ന പാവയ്ക്കനുസരിച്ച് അങ്ങോട്ട് കളിക്കുക ഇങ്ങോട്ട് കളിക്കുക എന്ന് പറയണു. അങ്ങോട്ട് പോ ഇങ്ങോട്ട് പോ, അത് ചെയ്യ ഇത് ചെയ്യ, എന്തൊക്കെയോ ശരീരം ചെയ്യുന്നു. പക്ഷെ മനസ്സ് എവിടെ നിൽക്കണം? ആ ചരട് നമ്മുടെ അമ്മയുടെ കയ്യിൽ ഇരിക്കട്ടെ, ബാക്കിയുള്ളതൊക്കെ നടന്നു പോട്ടെ. അതാണ് ആ ആവരണ മാറ്റം. അതുകൊണ്ടാണ് ഈ രണ്ടെണ്ണം വളരെ നമ്മുടെ മഹിഷാസുരന്റെ ഇതിലും നമ്മൾ പറയും ആവരണ വിക്ഷേപങ്ങൾ ഇത് മാറ്റുക. അതാണ് ശുംഭ നിശുംഭന്മാര് ലാസ്റ്റിൽ അവസാനം നമ്മൾ ദേവി കൊല്ലുന്നത്. അപ്പൊ ഈ ആവരണം എന്ന് വിളിക്കുന്നത് എന്തിന്റെ സന്തതിയാണ്? ഈ പറയുന്ന തമസിന്റെ സന്തതിയാണെന്ന് മനസ്സിലാക്കൂ. അപ്പോ സത്വരജസ് തമോ ഗുണങ്ങളില് തമസ് എന്നത് ടയറിനെ പാമ്പാക്കി കാണിച്ചു, രജസോ അതിനെ ബോധതലത്തിലെ പാമ്പുമായിട്ട് ബന്ധപ്പെടുത്തി. ആ സത്വഗുണം എന്ത് ചെയ്തു? ഇതിനെ രണ്ടിനെയും കൂടെ ഒരുമിപ്പിച്ചിട്ട് എന്ത് പറഞ്ഞു? ഒരു തീരുമാനമെടുത്തു. ഇത് പാമ്പ് അല്ല ടയറാണെന്ന് സത്വഗുണ പ്രധാനമായിട്ടുള്ള ബുദ്ധി നമുക്ക് തീരുമാനമെടുക്കാൻ നമ്മളെ സഹായിച്ചു. ഇതെല്ലാം എത്ര മിനിറ്റ് കൊണ്ട്? 5-6 മണിക്കൂറാണോ? ഒരു ഫ്രാക്ഷൻ ഓഫ് എ സെക്കൻഡ്, ഒരു 1/4 മിനിറ്റ് കൊണ്ട് ഇതെല്ലാം സംഭവിച്ചു. എവിടെ? നമ്മുടെ ബ്രെയിനിലും ബുദ്ധിയിലും മനസ്സിലും. അപ്പൊ ഇതുപോലെയാണ് ഈ പ്രപഞ്ചത്തിൽ വരുന്ന ഓരോ സംഭവങ്ങളും നമ്മളെ ഇല്ലാതാക്കുന്നതും ഉയർത്തുന്നതും താഴ്ത്തുന്നതും പലരുമായിട്ട് ബന്ധിക്കുന്നതും വിദ്വേഷം ഉണ്ടാക്കുന്നതും എല്ലാം തന്നെ. ഇന്ന് പണക്കാരനായിട്ടിരിക്കുന്ന ഒരാൾ നാളെ പാവപ്പെട്ടവനാണ്. അവിടെ നമ്മൾ കാണുന്ന അയ്യോ എന്ന് പറയുന്നത് എന്താ? പണം എന്ന് പറയുന്നത് ശാശ്വതമല്ല എന്ന് തിരിച്ചറിഞ്ഞ് പണമായാലും പാവമായാലും എൻ്റെ യഥാർത്ഥ ഒരു കൂട്ടുകാരനാണെങ്കിൽ എനിക്ക് വേണ്ടപ്പെട്ട ഒരാൾ, പണമാണോ അവിടെ നമ്മൾ കാണുന്നത്? അല്ല, അവിടെ വ്യക്തി ബന്ധമാണ് നമ്മൾ കാണുന്നത്. അപ്പൊ ഈ മനസ്സുണ്ടാക്കുന്ന ഒരു മായാജാല പ്രകടനമാണെന്ന് അറിയൂ ഈ പ്രപഞ്ചം എന്ന് പറയുന്നത്. ആ എന്തിനെയാണോ യഥാർത്ഥ വസ്തുവിനെ മറച്ചിരിക്കുന്നത് അതിനെ നീ ആവരണം എന്നറിയണം. അപ്പൊ ഗുണാതീതമായെങ്കിൽ മാത്രമേ ഇതിനെ മൂന്നിനെ നമുക്ക് അതിക്രമിക്കാൻ പറ്റുള്ളൂ. ഈ പ്രപഞ്ചം മുഴുവനും തന്നെ 3 ഗുണങ്ങളുടെ സമ്മേളനമാണ്. ഞാൻ എന്ന് പറയുന്ന വ്യക്തി ഈ പ്രപഞ്ചത്തിലെ എല്ലാം തന്നെ എന്താ? 3 ഗുണങ്ങളുടെ സമ്മേളനമാണ്. ഇതിങ്ങനെ അനസ്യൂതം പ്രവഹിക്കും. നമുക്ക് മാറ്റാൻ പറ്റുമോ? ഇല്ല. അമ്മയാണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത്. ഭഗവതിയുടെ ഇഷ്ടമാണ്. ഭഗവതി തന്നെയാണ് 3 ആ ഗുണത്രയങ്ങളുടെ വിഭാഗം ഉണ്ടാക്കുകയും ഗുണത്രയ വിഭാഗിനിയായിട്ട് ഇരിക്കുന്നതും. അപ്പൊ അവിടെ എന്ത് മാറ്റാൻ പറ്റും? അത് അമ്മ വിചാരിച്ചെങ്കിലേ മാറുള്ളൂ. പക്ഷെ യഥാർത്ഥ ഈ സത്യത്തെ അറിയണവന് യഥാർത്ഥത്തിൽ നിൽക്കാൻ പറ്റും. വരണതിനെ സ്വീകരിക്കാനും വേണ്ടാത്തതിനെ തിരസ്കരിക്കാനും പറ്റും. അപ്പോ എത്രയും പെട്ടെന്ന് നമ്മൾ ഈ സാധകൻ തിരിച്ചറിയണം, ഈ ആവരണമാണ് നമുക്ക് യഥാർത്ഥ സത്യവുമായിട്ട് അടുക്കാൻ സമ്മതിക്കാത്തത് എന്നറിയണം. അപ്പോ കാലത്തിന്റെ അനസ്യൂത പ്രവാഹത്തിൽ ഇത് തിരിച്ചറിയാൻ പറ്റാത്തവരെന്ത് ചെയ്യും? ഈ ആവരണത്തിന് കട്ടി കൂടി 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 ഈ ഗുണങ്ങള് സത്വഗുണം ഇല്ലാതാവും, രജോ ഗുണവും ഇല്ലാതായി തമസിന് അടിമപ്പെട്ടിട്ട് എന്ത് ചെയ്യും? സർവനാശം സംഭവിക്കും. നമ്മള് പക്ഷി മൃഗങ്ങളെ പോലെ ഒരു ദിവസം ശരീരം വിട്ടുപോകും. ആ മായയിൽ സൃഷ്ടിക്കപ്പെട്ടതിനെ കാണുകയും അറിയുകയും ആ മായയുടെ ഉള്ളിലിരിക്കുന്ന സത്തിനെ അറിഞ്ഞിട്ട് എന്താണെങ്കിലും ആ യഥാർത്ഥമായിട്ടുള്ള ഉണ്മയെ അറിഞ്ഞു കഴിഞ്ഞാല് ആ ഒരു എത്ര ഇരുമ്പിന്റെ മധ്യത്തിൽ ഇരുന്നാലും ഏതിന്റെ ഇതിലിരുന്നാലും കാന്തത്താൽ ആകർഷിക്കപ്പെട്ട ഒരു ഇരുമ്പ് പോലെ, കാന്തം എന്ന് പറയുന്നത് ഈ ജഡ ശരീരത്തിന്റെ ഉള്ളില് അകത്തിരിക്കുന്ന ദീപജ്യോതി ആത്മശക്തി കാന്തമായിട്ടിരിക്കുകയാണ്. അത് എവിടെ ആകർഷിക്കപ്പെടും? ബാഹ്യമായിട്ടുള്ള കാന്തങ്ങളുമായിട്ട് ആകർഷിക്കപ്പെടും. ഈ ഇരുമ്പായിട്ടുള്ള ശരീരത്തിനൊന്നും ആകർഷിക്കാൻ പറ്റില്ല. കാന്തം എന്താ പറയാ, വെളിയിൽ ഒരു ഇരുമ്പിനെ, തന്റെ സദ്ഗുരുവിന്റെ ഉള്ളിലിരിക്കുന്ന ആ കാന്തം വെളിയിൽ വന്ന ഇരുമ്പായിട്ടിരിക്കുന്ന ആ ശരീരത്തിന്റെ ഉള്ളിലും അതിൻ്റെ അകത്തിരിക്കുന്ന ആത്മജ്യോതിയെ ഉജ്ജ്വലിപ്പിക്കാൻ, ആ മായയാകുന്ന ആവരണത്തെ മാറ്റാൻ സാധിക്കും. കാരണം ഈ ജഗത്തില് അജ്ഞാനം കൊണ്ടാണ് ഇത് സംഭവിക്കണമെന്ന് അദ്ദേഹത്തിന് അറിയാം. അദ്ദേഹം ഇത് അനുഭവിച്ചറിഞ്ഞ ആളാണ്. നമ്മൾ ഇത് കണ്ടാണ് ഈ ജഗത്തില് ഭ്രമിക്കുന്നത്, ഭ്രമം ഉണ്ടാകുന്നത്. ഇതിനെയാണ് നമ്മൾ അവിദ്യ, വിദ്യയില്ലായ്മ. വിദ്യ എന്ന് പറയണ ശ്രീവിദ്യ, യഥാർത്ഥ വിദ്യ കിട്ടിക്കഴിയുന്ന ആളിന് അവിദ്യ ഇല്ല. വിചാരശീലമില്ലാത്തവർക്ക് ഇത് അറിയാൻ പറ്റില്ല. അവര് മനനം ചെയ്യണം. ഈ ജീവന്മാർ സ്വന്തം ആത്മാവിലേക്ക് ശ്രദ്ധിക്കണം. അതിനെ ഭക്തിയോടെ ഇഷ്ടദേവതയാക്കി ഭക്തിയിലൂടെ ഈ മായയെ മാറ്റണം. അല്ലാതെ പുറത്ത് ശ്രദ്ധിച്ചാല് മായ കൂടുകയുള്ളൂ. പുറത്ത് എന്തിലൊക്കെ കൂടുതൽ കെട്ടപ്പെടുന്നുവോ മായയുടെ കട്ടി കൂടും അവിടെ. അല്ലാതെ
എന്താ ഇങ്ങനെയാണ് ഈ പ്രപഞ്ചം മായാവൃതം എന്ന് നമ്മൾ പറയണത്. ഇതിന് പ്രധാന കാരണം ഈ പറയുന്ന ചെവിയാണ്, ഈ കേൾവിയാണ്. ഈ കേൾവിക്ക് നല്ലതും കൊണ്ടുവരാൻ പറ്റും, എന്താ പറയാ ചീത്തയും കൊണ്ടുവരാൻ പറ്റും. നമ്മുടെ ഉള്ളിലിരിക്കുന്ന എന്താ പറയാ പല ആ യഥാർത്ഥ സ്ഥലങ്ങളെ ഉണർത്താനും പറ്റും. അതാണ് നാദത്തിന്റെ ഒരു പ്രത്യേകത. അതായത് ആ ഒരു ഭാര്യ, മക്കള്, തന്റെ കടമകള്, ഇങ്ങനെ അവകാശങ്ങള്, ഇതെല്ലാം തന്നെ അജ്ഞാനമായിട്ടുള്ള ഒരു ബന്ധമാണ്. നമുക്കിവിടെ ഒന്നുമില്ല, നമ്മൾ ഫ്രീ ആണ്. എന്നാ ഉണ്ടോന്ന് ചോദിച്ചാൽ എല്ലാം ഉണ്ട്. അതില്ലേ? അതുകൊണ്ട് കടമകളുണ്ട്, ബന്ധങ്ങളുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷെ അതിനെ അങ്ങോട്ട് കെട്ടിപ്പിടിക്കണോ? വേണ്ട. അതെല്ലാം നിർത്തേണ്ടടുത്ത് നിർത്തിയിട്ട് യഥാർത്ഥമായിട്ടുള്ള സത്തില് ആ ഒരു അജ്ഞാന ബന്ധങ്ങൾ അതെല്ലാം നമ്മൾ ചെയ്യണം. അതിനെയാണ് നമ്മൾ പഞ്ചയജ്ഞങ്ങൾ എന്ന് പറയുന്നത്. അതെല്ലാം ചെയ്തിട്ട് യഥാർത്ഥമായിട്ട് ആ ലോകത്തോട് ചേർത്ത് നിർത്തിയിരിക്കുന്നതിന് എന്ത് ചെയ്യണം? ശരീരമാണ് ലോകത്തോട് ചേർന്ന് നിൽക്കുന്ന. മനസ്സാണോ? മനസ്സും ശരീരവും രണ്ടും ചേർന്ന് നിൽക്കുകയാണ്. അതില് മനസ്സിനെ, ശരീരത്തെ നിർത്തിക്കോളൂ ഈ പറഞ്ഞതിനോടല്ല, പക്ഷെ മനസ്സിനെ വിടേണ്ടടുത്തുനിന്ന് വിട്ടോളണം. അതിനെന്ത് ചെയ്യണം? നിത്യശ്രവണം ചെയ്യണം. നിത്യമായിട്ട് സത്യവസ്തുവിനെ അറിയണം. അത് അറിഞ്ഞാല് എന്ത് ചെയ്യും? സന്യാസി, ഗൃഹസ്ഥൻ എന്നൊക്കെ പറയുന്നത് നമുക്ക് നമ്മുടെ ശരീരത്തെയാണ് നമുക്ക് മനസ്സിലാവും. ആത്മാവാണ് എന്ന് ആരും ഇതുവരെ പറഞ്ഞിട്ടില്ല. സന്യാസി ആത്മാവാണ്, ഗൃഹസ്ഥൻ ആത്മാവാണെന്ന് പറയും. എല്ലാവരുടെയും ഉള്ളിലിരിക്കുന്ന ആത്മാവാണ് ഈ പറയുന്ന എല്ലാത്തിന്റെയും സത് വസ്തു, ഉണ്മ. അപ്പോൾ തന്റെ കർമ്മഫലം അതിന്റെ കർമ്മഫലങ്ങളാണ് നാം ഇന്ന് അനുഭവിക്കുന്നത്. ഏത്? നമ്മുടെ ഈ പറഞ്ഞ സദ്വസ്തുവിനെ അറിയാതിരുന്ന മായയിൽ നമ്മൾ ചെയ്തു പോയ പ്രവൃത്തികളെയാണ് നമ്മൾ കർമ്മം എന്ന് പറയുന്നത്. അതിന്റെ ആ ഒരു നിഴൽപ്പാടുകള് ജന്മാന്തരങ്ങളായിട്ട് നമ്മൾ പിന്തുടരുകയാണ്. അത് ഈ പ്രാരാബ്ധ ശരീരത്തിന് കാരണം. ഇന്ന് എനിക്ക് ഈ സത്യത്തെ അറിഞ്ഞ് ഈ ശരീരത്തെ ഉപയോഗിച്ച് ഈ ശരീരത്തെ ഒരു മീഡിയമായിട്ട് കണ്ട് എന്ത് ചെയ്യണം? നമുക്ക് ഞാൻ ആര്, ഞാൻ എന്ത്, ഞാൻ എവിടെ നിന്ന് വന്നു, ഈ ചോദ്യങ്ങൾക്കൊക്കെ നമ്മൾ ഉത്തരം കൊടുക്കണം. അപ്പോ മനസ്സിലാവും നമ്മളെല്ലാം തന്നെ ആത്മാക്കളാണ്. നമുക്ക് ആർക്കും ഒന്നും എടുക്കാനോ കൊടുക്കാനോ നേടാനോ നമസ്കരിക്കാനോ ഒന്നുമില്ല. എല്ലാവരുടെ ഉള്ളിലും ഇരിക്കുന്ന സത്വസ്തു, സത്യം ഒന്ന് മാത്രമാണ്. അത് നമുക്കറിയും. ആ ഒരു എല്ലാവരുടെയും ഉള്ളിൽ അഖിലാണ്ട മണ്ഡപം അണിയിച്ചൊരുക്കി അതിനുള്ളിൽ ആനന്ദ ദീപം കൊളുത്തിക്കഴിഞ്ഞാൽ പരമാണു പൊരുളിലും സ്ഫുരണമായി മിന്നും പരമപ്രകാശമേ ശരണം നീ നിത്യം. എല്ലാവരുടെ ഉള്ളിലും ആ ഒരു ദീപം കൊളുത്തിക്കഴിഞ്ഞാൽ ഏകമായിട്ടുള്ള ജ്യോതി, അതാണ് പരംജ്യോതി, അരുൾ ജ്യോതി, പെറും ജ്യോതി എന്ന് പറയും. ആ ഒരു തമിഴിൽ പറയും ആ ജ്യോതി, അതാണ് ശിവജ്യോതി. ആ ശിവാത്മകത്വം, ആ തത്വത്തെ നമ്മൾ അറിഞ്ഞാൽ, ആ നിരന്തരം അതിനെ ഭജിച്ചാൽ അജ്ഞാനമാകുന്ന മായയെ നമുക്ക് ഇല്ലാതാക്കാൻ പറ്റും. ആത്മസ്വരൂപത്തില് നാം അജ്ഞാനം കൊണ്ട് ആ ഹൃദയത്തിലിരിക്കുന്ന രാമനെ ഇതുകൊണ്ടാണ് നമ്മൾ അറിയാതെ പോയത്. കഴുത്തിൽ കിടക്കുന്ന സ്വർണമാല അറിയാതെ അതിനായിട്ട് തേടി നടക്കുന്ന പോലെ, മൂക്കിലിരിക്കുന്ന കണ്ണാടിയെ കാണാൻ ആ കണ്ണാടിയിലൂടെ തിരയുന്ന പോലെ ഹൃദയത്തിലെ രാമനെ നമ്മൾ അറിയുന്നില്ല. ഈ തത്വത്തെ നമ്മൾ അറിയുന്നില്ല. സംസാരത്തെ നമ്മൾ പിന്തുടർന്നു പോകുന്നു. കാരണം എന്താ? അറിവില്ലായ്മ കൊണ്ട്. അപ്പോൾ അപരോക്ഷം എന്നത് യഥാർത്ഥ ജ്ഞാനം. പരോക്ഷം അപരോക്ഷം രണ്ട് ജ്ഞാനമുണ്ട്. യഥാർത്ഥ ജ്ഞാനം എന്നത് ഞാൻ തന്നെയാണ് സത്യം എന്നാണ്. അതുകൊണ്ട് പ്രത്യക്ഷമായിട്ട് ഈ പറഞ്ഞ ഊഹാപോഹങ്ങളാണ് നമ്മൾ അതാണ് ഇതാണെന്ന് വിചാരിക്കുന്നത്. അപ്പൊ പ്രത്യക്ഷമായിട്ട് ഊഹമല്ലാത്തത് കൊണ്ട് അത് പരോക്ഷവുമല്ല. അപ്പൊ യഥാർത്ഥ സത്യം എന്താണ്? ആ രാമൻ എന്ന സത്യം, എല്ലാവരെയും രമിപ്പിക്കുന്ന ആത്മസുഖം തല്ലുന്ന ആ സത്യം എൻ്റെ ഉള്ളിലാണെന്ന് ഞാൻ തിരിച്ചറിഞ്ഞു. അപ്പൊ പുറത്ത് കാണുന്നതോ പരോക്ഷമാണ്, അത് ഊഹമാണ്. അത് എന്താ പറയാ ആ ഒരു വിശുദ്ധ വിജ്ഞാന ഒരു ഘനമായിട്ടിരിക്കുന്ന ആ സത്യം, ആ അനുഭൂതി കിട്ടിയവന് മാത്രമേ ഈ പറഞ്ഞ കട്ടിയായിരിക്കുന്ന ഈ മായയെ തരണം ചെയ്ത് ഈ സത്യത്തെ അറിയാൻ പറ്റൂ. അവനെ അനുഭൂതി കിട്ടുള്ളൂ. അനുഭൂതി ലഭിച്ചവനെ നമ്മൾ ഗുരു എന്ന് പറയുന്നു. ആ ഗുരുവിന് മാത്രമേ ഈ അജ്ഞാനത്തിന്റെ മായ തന്റെ വാക്കുകളിലൂടെ, തന്റെ പ്രവൃത്തിയിലൂടെ, തന്റെ ആത്മജ്യോതിയിലൂടെ, ആ മന്ത്രത്തിലൂടെ ആ ശിഷ്യന് മാറ്റാൻ സാധിക്കുകയുള്ളൂ. അത് നമ്മൾ മനസ്സിലാക്കണം. അല്ലാതെ മനുഷ്യനായാൽ എന്താ പറയാ മനുഷ്യരായ രാമൻ എന്ന് പറയുന്നത് വിഡ്ഢികളാണ്. രാമൻ മനുഷ്യനല്ല. രാമന്റെ ആ ഒരു ശരീരം മനുഷ്യനായിട്ട് നമുക്ക് തോന്നുമെങ്കിലും അദ്ദേഹം എന്താ? ശുദ്ധ ബോധമാകുന്നു. രാമനിൽ ദോഷം കാണുന്നത് എങ്ങനെയെന്ന് കണ്ടാൽ കണ്ണിന് ചിലപ്പോൾ ആകാശത്ത് രണ്ട് ചന്ദ്രന്മാരെ കാണുന്ന പോലെ ചിലപ്പോൾ നമുക്ക് കാണാം. കണ്ണിന് പ്രശ്നമുള്ളവർക്ക് ഒരു ഡ്യുവാലിറ്റി കാണും, ഇല്ലേ? ചിലർക്ക് കണ്ണിന്റെ ഓപ്പറേഷൻ ഒക്കെ കഴിഞ്ഞാൽ ഒന്നിനെ രണ്ടായിട്ട് തോന്നും, അയ്യോ എനിക്ക് രണ്ടായിട്ട് തോന്നും. അതുപോലെയുള്ള വിഡ്ഢികളാണ് ആകാശത്ത് ഒരു ചന്ദ്രന് പകരം രണ്ട് ചന്ദ്രനെ കാണുന്നത്. അവിടെ ഒന്നേ ഉള്ളൂ, അതാണ് സത്യം.
ആ ഒരു എന്താ ഉറപ്പ് വന്നാല്, ആ അവസ്ഥ കിട്ടിയാല് ഈ പറയുന്ന എന്താ എല്ലാം കറങ്ങുന്ന പോലെ തോന്നും. നമുക്ക് തല ചുറ്റുമ്പോ എന്താ ഈ ലോകം മുഴുവനും, ഈ പ്രപഞ്ചം മുഴുവനും നമ്മുടെ വീട്ടില് എല്ലാം കറങ്ങുന്ന പോലെ തോന്നും. അതുപോലെ ഉള്ളവരാണ് രാമൻ മനുഷ്യൻ എന്ന് പറയുന്നത്. ദേഹം ഇന്ദ്രിയങ്ങളോട് ചേർന്ന് അഹങ്കാരത്തിന്റെ വ്യാപാരത്തെ, തന്റെ ഉള്ളിലുള്ള രാമതത്വത്തെ ആരോപിച്ചിട്ടാണ് രാമൻ കർത്താവായും ഭോക്താവായും ചിത്രീകരിക്കുന്നത്. എങ്ങനെയാണോ സൂര്യന് പകലും രാത്രിയും ഇല്ലാത്തത്, സൂര്യന് പകലും രാത്രിയുണ്ടോ? ചിന്തിച്ചു നോക്കൂ. സൂര്യൻ എന്താ അവിടെ തന്നെ നിൽക്കുന്നു. കറങ്ങുന്നത് എന്താ? ഭൂമി. ഭൂമി കറങ്ങുമ്പോൾ ഒരു സൂര്യന്റെ ഭാഗത്തെത്തുമ്പോൾ പകലും, സൂര്യന്റെ മറ്റേ ഭാഗത്തെത്തുമ്പോൾ രാത്രിയും. പക്ഷെ സൂര്യനോ യാതൊരു വിധത്തിലും കറങ്ങാതെ എന്താ അചഞ്ചലമായിട്ട് അവിടെ നിൽക്കുന്നു. നമ്മൾ പറയണു സൂര്യൻ കറങ്ങണു, കറങ്ങുന്നത് ഭൂമി. അപ്പോ യഥാർത്ഥമായിട്ടുള്ള സത്യം ഈ രാത്രിയും പകലും എല്ലാം ആർക്കാ? ഭൂമിയിലുള്ളവർക്കാ. കാരണം പ്രകാശത്തിന്റെ അഭാവത്തിന് നമ്മൾ ഇരുട്ടെന്ന് പറയണു. സദാ പ്രകാശിക്കുന്ന സൂര്യന് ഇരുട്ടൊരിക്കലും ഇല്ല. ആ സൂര്യനിൽ ഇരുട്ട് ആരോപിക്കാൻ പറ്റില്ല. അതുപോലെയാണ് പ്രകാശം എന്ന് പറയുന്ന ആ യഥാർത്ഥ സത്വ ഗുണപ്രധാനമായിട്ടുള്ള ബോധസ്വരൂപം, ബ്രഹ്മതത്വം. ആ പ്രകാശം ഭാവം, ദ്രവ്യം, ഊർജം ഒക്കെയാണ്. അതിങ്ങനെ, അതുകൊണ്ടാണ് നമ്മൾ ഓരോരുത്തരും ഉണ്ടായിരിക്കുന്നത്. നമ്മുടെ ആത്മസത്തയാണ്. ഇതാണ് മനുഷ്യനെ ജീവിപ്പിക്കുന്ന ഊർജം. ആ ഘനീഭവിച്ച ദ്രവ്യം, അതാണ് മാറ്റർ. ആ മാറ്ററിൽ ഈ എനർജി ഉള്ളത് കൊണ്ടാണ് ശരീരം, മനസ്സ്, ബുദ്ധി ഇവയൊക്കെ ആയിട്ട് യാതൊരു താതാത്മ്യമില്ലാത്ത, ഇവയൊക്കെ തന്നെ അതിക്രമിച്ച ആ ആനന്ദമൂർത്തി സ്വരൂപമാണ് നമ്മുടെ ഉള്ളിലിരുന്ന് നമ്മുടെ ശരീരത്തെ പ്രവർത്തിപ്പിക്കുന്നത് എന്നറിയണം. ഈ അജ്ഞാനത്തിന്റെയും സാക്ഷി, വിജ്ഞാനത്തിന്റെയും സാക്ഷി, എല്ലാത്തിനും സാക്ഷി ഭാവത്തില് മായയെ ആശ്രയിക്കാതെ നിൽക്കുന്നവനാണ് ഈ രാമൻ. വികല്പങ്ങളില്ല, സങ്കല്പങ്ങളില്ല, ഇതൊന്നുമില്ല രാമന്. ആ ഉത്തമനായ ശ്രീരാമന് അജ്ഞാനമോ മോഹമോ മോഹഭംഗമോ ഒന്നുമില്ല. അപ്പൊ പാർവതിയുടെ 2 ചോദ്യങ്ങൾക്ക് ശിവൻ ഉത്തരം പറഞ്ഞു കഴിഞ്ഞു. ഈ ഉത്തരത്തെ തുടർന്നാണ് നമ്മൾ 4200 ശ്ലോകങ്ങളുള്ള രാമായണം പാർവതിക്ക് പറഞ്ഞു കൊടുക്കുന്നത്. ഈ പറഞ്ഞ ബുക്കിൽ നമ്മൾ കാണുന്നത്. പിന്നെ രാമൻ ഏകവും അദ്വൈതമായിട്ടുള്ള ബ്രഹ്മം തന്നെയാണെന്ന് പറഞ്ഞിട്ട് സീതയോട് പറഞ്ഞു കഴിഞ്ഞ്, അത് കഴിഞ്ഞ് രാമായണത്തിൽ നിന്ന് സ്പഷ്ടമാക്കാൻ വേണ്ടിയാണ് നമ്മൾ ആ ഒരു രാമനും സീതയും ഹനുമാനുമായിട്ടുള്ള സംവാദം നമ്മൾ കാണുന്നത്. ആ സംവാദത്തിന്റെ അവസാനത്തിലാണ് രാമഹൃദയം ആഞ്ജനേയന് രാമൻ ഉപദേശിക്കുന്നത്. ആ സംവാദത്തിന്റെ ഒടുവിൽ ശ്രീരാമൻ ആഞ്ജനേയന് ഉപദേശിച്ചു കൊടുക്കുന്ന മന്ത്രത്തെയാണ് നമ്മൾ രാമഹൃദയ മന്ത്രം എന്ന് പറയുന്നത്. ഇത്രയും കേട്ടത് ആമുഖമായിട്ടാണ്. അപ്പൊ മന്ത്രത്തിന്റെ പുറംചട്ടയാണ് നമ്മൾ ആലോചിക്കണം. ഈ മന്ത്രം എത്ര ഗഹനമാണ്. ഇത്രയും കാര്യങ്ങൾ അറിഞ്ഞാലേ മന്ത്രത്തിലോട്ട് പോകാൻ പറ്റുള്ളൂ എങ്കിൽ ഇതിന്റെ ആ ഒരു ഉൾക്കാമ്പ് എത്രയാണെന്ന് നമുക്ക് ചിന്തിക്കാം. അപ്പൊ മന്ത്രത്തിലേക്ക് കയറണമെങ്കിൽ ഇതറിയണം. മന്ത്രത്തെ കിട്ടിയാൽ പോരാ. എന്താ? മന്ത്രത്തെ കിട്ടിയാല് നമുക്ക് രാമകഥയൊക്കെ, ഈ മന്ത്രത്തെ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ഇതുവരെ കേട്ടിട്ടുള്ള രാമകഥകളൊക്കെ വികലമായിട്ട് തീരും. മന്ത്രാർത്ഥം അറിയാൻ സാധ്യമല്ല. കാരണം ഈ സത്യം നിങ്ങൾ അറിഞ്ഞിട്ട് വേണം രാമായണം പഠിക്കാൻ എന്ന് പറയുന്നത് അതുകൊണ്ടാണ്. ഇല്ലെങ്കിൽ രാമനെ കുറിച്ച് വികലമായിട്ടുള്ള ഒരു ചിത്രം വരച്ചു കഴിഞ്ഞിട്ട് ഈ മന്ത്രം കിട്ടിയാൽ ആ വികലമായ ചിത്രത്തെ മായ്ക്കാൻ മന്ത്രത്തിന് കഴിയുമോ എന്ന് വെച്ചാൽ അത്രയും ഉപാസന വേണം, എങ്കിലേ അത് അറിയാൻ പറ്റുമെന്ന്. കാരണം ഇത് അത്യന്തം ഗോപനീയമാണ്. ആ വിദ്യയാണ് പറയാൻ പോകുന്നത്. ഇത് മോക്ഷ സാധകമാണ്, ഇത് ദുർലഭമാണ്, വിധിച്ചവർക്ക് മാത്രമേ ഇത് കിട്ടുള്ളൂ. നീ എന്തിനോട് ചോദിച്ച 3 കാര്യങ്ങൾ 2 ഞാൻ ഉത്തരം പറഞ്ഞു അല്ലയോ പാർവതി. ഈ പരമരഹസ്യമായിട്ടുള്ള രാമതത്വം ലോകത്തിലെ പുണ്യമുള്ളവർക്ക് മാത്രമേ ശ്രവിക്കാൻ ഇടയുള്ളൂ. ശ്രവണ മാത്രയിൽ തന്നെ പുണ്യം കിട്ടുന്ന രാമ സീത ഹനുമത് സംവാദത്തിലൂടെ ഉത്തമയായ പാർവതിക്ക് ഞാൻ ഇത് പറഞ്ഞു തരാം. ഇപ്പോഴാണ് ശിവൻ ദേവിക്ക് രാവണന്റെ ലങ്കയിൽ നിന്ന് വന്ന സീതാരാമന്മാരുടെ പട്ടാഭിഷേകത്തെ കുറിച്ച് ആദ്യമായിട്ട് പറയുന്നത്. ഈ കഥയാണ് ശരിക്കും ഒരു ഫ്ലാഷ് ബാക്ക് ആയിട്ട് നമ്മൾ പറയുന്ന കഥയാണ് ആദ്യം രാമായണത്തിൽ കാണുന്നത്. ഈ ഫ്ലാഷ് ബാക്ക് അവസാനമാണ് വന്നിരിക്കുന്നത്. ഇവിടെ വെച്ച് വേണം യഥാർത്ഥത്തിൽ തുടങ്ങാൻ. യഥാർത്ഥത്തിൽ സാധകൻ എവിടെ തുടങ്ങണം? ഈ രാമനെ കുറിച്ചുള്ള യഥാർത്ഥ ബോധം ഉണ്ടായിട്ട് വേണം ഈ പറഞ്ഞ അഗ്നിയിൽ നിന്ന് കുഞ്ഞുങ്ങളായിട്ട് വന്നതും ഈ പറഞ്ഞ രാമായണം മുഴുവൻ അറിയാൻ. പക്ഷെ ഇവിടെയാണ് നമ്മൾ തലകുലിക്കാൻ പാടെന്ന് പറയുന്നത്. എല്ലാം നമ്മൾ തലകുത്തിയാ ചിന്തിക്കുന്നത്. ഇതറിഞ്ഞാൽ ഈ പറഞ്ഞ ചോദ്യങ്ങളൊന്നും നമുക്ക് രാമായണത്തിൽ പിന്നെ ഉണ്ടാവില്ല. നൂറ്റാണ്ടുകളുടെ പഴക്കം കൊണ്ട് ഇതുപോലെ തന്നെയാണ് ഭഗവത്ഗീതയും നടക്കുന്നത്. നമുക്കറിയാം ഭഗവത്ഗീത എന്നാ നമ്മൾ ആദ്യം കാണുന്നത് ഈ പറഞ്ഞ എന്താ യുദ്ധകളത്തില് അർജുനനും കൃഷ്ണനും കൂടെ വന്ന് നിൽക്കുന്ന കുരുക്ഷേത്രത്തില് നടക്കുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത്. പക്ഷെ ലൈവായിട്ട് കാണുന്നതാണോ? നമ്മൾ വിചാരിക്കണു കുരുക്ഷേത്രത്തിൽ ചെന്ന് നിന്നുകൊണ്ട് അവിടെ നടക്കുന്ന സംഭവങ്ങളെല്ലാം തന്നെ വിതുരര് പറഞ്ഞു കൊടുക്കുകയാണെന്ന്. അങ്ങനെ അല്ല.
കുരുക്ഷേത്ര യുദ്ധത്തിന്റെ 10ാമത്തെ ദിവസം ശിഖണ്ഡിയെ മുൻനിർത്തി യുദ്ധം ചെയ്യുന്ന അർജുനന്റെ മുന്നില് ആയുധം വെച്ച് കീഴടങ്ങിയ ഭീഷ്മര് ശരശയ്യയിലാകുന്നു. നമുക്ക് എല്ലാവർക്കും അറിയാം. ആ വൃത്താന്തം വിതുരര് വന്ന് ധൃതരാഷ്ട്രോട് പറയണു. കണ്ണ് കണ്ടുകൂടാത്ത ധൃതരാഷ്ട്രം. അപ്പൊ ധൃതരാഷ്ട്ര പറയണു, അയ്യോ ഇത് കണ്ടപ്പോ അങ്ങ് എന്താ വെച്ചാൽ ഭീഷ്മര് വീണു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്റെ ആ കുലം നശിച്ചു, ഇനി അവിടെ നിലനിൽപ്പില്ല എന്ന് ധൃതരാഷ്ട്ര ഉള്ളിൽ ഒരു തോന്നൽ വന്നു. ആ ധൃതരാഷ്ട്ര പറയാണ്, മുൻപ് നടന്ന യുദ്ധം 10 ദിവസത്തെ യുദ്ധം കഴിഞ്ഞു, അപ്പോഴത്തേക്ക് 18ാമത്തെ ദിവസമാണ് ബാക്കിയെല്ലാം സംഭവിക്കുന്നത്. ആ 10 ദിവസത്തെ യുദ്ധത്തെ എനിക്ക് വിസ്തരിച്ച് പറയൂ. അപ്പോ 10 ദിവസം മുൻപ് നടന്ന സംഭവങ്ങളാണ് ഭഗവത്ഗീതയിലെ വിതുരര് ഫ്ലാഷ് ബാക്ക് ആയിട്ട് പറയുന്നത്, ഈ രാമായണം പോലെ തന്നെ. അപ്പൊ എല്ലാം തന്നെ എന്താ പറയുക, ഒരു ഡയറക്റ്റ് ആയിട്ട് പറയുന്നതല്ല. കേട്ട കഥ വേറൊരാൾ ചോദിക്കുമ്പോൾ പറഞ്ഞു കൊടുക്കുക. വിതുരർക്ക് പ്രത്യേക ജ്ഞാനദൃഷ്ടി കൊടുക്കുകയും അദ്ദേഹത്തിന് യുദ്ധസ്ഥലത്തെ എല്ലാം കാണാൻ പറ്റുകയും ചെയ്തു എന്നാണ് നമ്മൾ അതിൽ മനസ്സിലാക്കുന്നത്. ജ്ഞാനദൃഷ്ടി എന്ന് പറയുന്നത് 6th സെൻസ്. നമ്മുടെ ഉള്ളില് ആ ഒരു ഈ പറഞ്ഞ ആ ഹൃദയഗ്രന്ഥിയെ പൊട്ടിക്കഴിഞ്ഞ് ആ ഇതം വൃത്തിയെ അഹം വൃത്തിയിൽ യോജിപ്പിച്ച ഒരു ആളിന് ഈ പറയുന്നതെല്ലാം തന്റെ ഉൾക്കണ്ണില് കാണാൻ പറ്റും. അതുപോലെ തന്നെയാണ് ഈ സംഭവം നടക്കുന്നത്. ഇപ്പൊ രാമഹൃദയം എന്ന ദുർലഭമായിട്ടുള്ള തത്വത്തെ കഥാരൂപത്തില് ശിവൻ പാർവതിക്ക് ഉപദേശിക്കുകയാണ്. രാമായണം എന്ന രാമചരിതം ആത്മചിന്താ പ്രധാനമായിട്ടുള്ള ബ്രഹ്മം, ജീവൻ, ജഗത്ത് ഇവയെ യോജിപ്പിച്ചിട്ടാണ് ഈ തത്വത്തെ പറയുന്നത്. കഥയായിട്ടോ ചരിത്രമായിട്ടോ ഇത് പഠിച്ചാൽ അറിവ് പരിമിതമാകും. ഒരിക്കലും രാമായണത്തെ ഒരു കഥയായിട്ടോ ഒരു ചരിത്ര പുരുഷൻ അയോധ്യയിൽ ജീവിച്ചിരുന്നു എന്നുള്ള രീതിയിൽ കണ്ടാല് നമ്മുടെ അറിവെന്ത് ചെയ്യും? അവിടെ നിൽക്കും. കാരണം ഇതെല്ലാം ബാഹ്യമായിട്ട് നടക്കുന്നതാണ്. കാരണം ബ്രാഹ്മണനായ ഈ പറഞ്ഞ ബ്രാഹ്മണന്മാരാണ് രാവണനും കുംഭകർണനും ഒക്കെ. അവര് രാക്ഷസന്മാരുമാണ്. അപ്പൊ അറിവില് നോക്കണമെങ്കിൽ ബ്രാഹ്മണ്യമല്ലേ ഏറ്റവും ഉയർന്നത്. ഈ പൗലസ്ത്യന്റെ പുത്രൻ കുബേരന്റെ വംശജനാണ്. അപ്പോ ആഞ്ജനേയനാകട്ടെ ഒരു കൊരങ്ങനും, ഇല്ലേ? ആ കൊരങ്ങനോ ഒരു കാട്ടാളൻ കൊരങ്ങൻ എന്നൊക്കെ നമ്മൾ പറയില്ലേ, പ്രാകൃതൻ, ഈ പറഞ്ഞ കൊരങ്ങൻ എന്ന് പറയുന്ന ഹനുമാനാര സകല ശാസ്ത്ര വിശാരദനാണ്. എല്ലാ ശാസ്ത്രങ്ങളും പഠിച്ച് വേദങ്ങൾ പഠിച്ച് സൂര്യന്റെ കൂടെ ഇരുന്ന് ആ 18 പുരാണങ്ങളും വേദങ്ങളും സ്വായത്തമാക്കണം. അപ്പൊ ഇവിടെ നമുക്ക് ഇദ്ദേഹത്തെ കൊരങ്ങനായിട്ട് കാണാൻ പറ്റൂ? അപ്പൊ നമ്മൾ ഈ കാണപ്പെടുന്നത് ഒന്നുമല്ല സത്യം, അത് നമ്മൾ അറിയണം. അപ്പോ ആ ഒരു യഥാർത്ഥമായ സത്യത്തെ അറിയണമെങ്കിൽ നമ്മൾ അഹംവൃത്തിയിൽ രമിക്കണം, ആ രാമനിൽ രമിക്കണം. എങ്കിൽ മാത്രമേ ഈ കാണുന്നതൊക്കെ നമുക്ക് മനസ്സിലാവുള്ളൂ. ചരിത്രം എന്ന് പറയുന്നത് അത് മാനവന്റെ യുക്തി അനുസരിച്ച് ആധ്യാത്മിക തലത്തിൽ നമുക്ക് കൊണ്ടുവരാൻ പറ്റും. മാത്രമല്ല ഇതിനെ ഒരു കഥയായിട്ട് പ്രദർശിപ്പിക്കാനും പറ്റും. അപ്പോൾ യുദ്ധവീരനായിട്ടുള്ള രാമൻ ഈ പറഞ്ഞ ശത്രുവായ രാവണനെ വധിച്ചുവെന്നും തന്റെ പുത്രന്മാരെ, രാജ്യം, ആളുകൾ എല്ലാവരും ചേർന്ന് നശിപ്പിച്ചിട്ട് രാവണൻ രാമന്റെ പൂർണ്ണ ഭക്തനാണ്. അത് നമ്മൾ മനസ്സിലാക്കണം. വിഷ്ണുവിന്റെ സായുജ്യ മുക്തിക്ക് വേണ്ടിയിട്ടാണ് ഈ പറഞ്ഞ ജയവിജയന്മാർ 3 ജന്മങ്ങൾ ഭൂമിയിൽ അസുരന്മാരായിട്ട് വന്ന് ഇവരുടെ അഹങ്കാരത്തെ നശിപ്പിക്കാനാണ് ഇദ്ദേഹം വന്നത്, രാമന്റെ അവതാരം. ഇതെല്ലാം നമ്മൾ അറിയണം. ഈ ഫ്ലാഷ് ബാക്ക് നമ്മുടെ ഉള്ളിൽ വേണം. അപ്പൊ ശ്രീരാമനും സീതയും, ലക്ഷ്മണൻ, സുഗ്രീവൻ, ഹനുമാൻ തുടങ്ങിയവരുമായിട്ട് അയോധ്യയിൽ എത്തിച്ചേർന്നു. അവസാന ഭാഗമാണ് ശിവൻ എന്ത് ചെയ്യണത്? ആദ്യം പാർവതിക്ക് പറഞ്ഞു കൊടുക്കേണ്ടത്. അത് നല്ലോണം മനസ്സിലായിക്കോളും. ശ്രീരാമ പട്ടാഭിഷേകം കഴിഞ്ഞ് ആ പറഞ്ഞ എന്താ പറയാ വസിഷ്ഠനാൽ സിംഹാസനത്തിൽ കോടി സൂര്യപ്രഭയോടെ ഇരുന്ന രാമൻ അതീവ സന്തുഷ്ടനായി കാണപ്പെട്ടു. മായാവൃതമായിട്ടുള്ള കഥ, ആ ഒരു കഥയും ചരിത്രവുമായിട്ട് വേണം നമ്മൾ രാമതത്വത്തിലേക്ക് എത്തുവാൻ. സൂര്യപ്രഭ എന്ന് പറഞ്ഞാല് സൂര്യനെ ഉപാസിക്കുന്നവർക്ക് അജ്ഞാനം ഉണ്ടാകുകയില്ല. ഗായത്രി മന്ത്രം സൂര്യവംശജനായിട്ടുള്ള വിശ്വാമിത്രനാണ്, ഈ കുലത്തിലുള്ള വിശ്വാമിത്രനാണ് ഗായത്രി മന്ത്രത്തിന്റെ ഉപജ്ഞാതാവ്. ഇപ്പൊ രാമഹൃദയം ഉപാസനാ മന്ത്രമാണ്. കോടി സൂര്യപ്രഭ ഉണ്ടാകുന്നത് എന്താ? തന്ത്രത്തില് കുണ്ടലിനി ഉയരുമ്പോഴാണ്, ആനന്ദമായിട്ടുള്ള ഒരു ചക്രത്തില് മനസ്സെത്തിച്ചേരുമ്പോഴാണ്. ഈ വിഷയങ്ങളെ വിട്ട് ആത്മാവുമായിട്ട് ചേരുമ്പോഴേ ഈ ആനന്ദം പ്രകടമാണത്. വിഷയങ്ങൾ എന്ന് പറഞ്ഞാൽ ശരീരവുമായിട്ട് ബന്ധപ്പെട്ടത്, മനസ്സുമായിട്ട് ബാഹ്യമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നത്. അപ്പോ കൃതകൃത്യനായിട്ട് തന്റെ കർമ്മങ്ങൾ തീർന്ന് സ്വസ്ഥനായിട്ടിരിക്കുന്ന ഹനുമാനെ കണ്ടിട്ട് എന്താ പറയണത്? എല്ലാം കഴിഞ്ഞു, പട്ടാഭിഷേകം കഴിഞ്ഞു, കോടിയ സൂര്യപ്രഭയോടുകൂടി സിംഹാസനത്തിൽ രാമൻ ഇരിക്കുകയാണ്. അപ്പൊ കൃതകൃത്യനായി ആര്? ഹനുമാൻ. ദാസനായിട്ടിരിക്കുന്ന ആ ഒരു ആഞ്ജനേയൻ. കർമ്മങ്ങൾ തീരുമ്പോഴാണ് നമ്മൾ സ്വസ്ഥമാകുന്നത്. നമ്മുടെ കർമ്മങ്ങൾ എപ്പോഴാണ് തീരുന്നത്? നമ്മൾ മരിക്കുന്ന ദിവസം വരെയും കർമ്മങ്ങൾ ഉണ്ടാക്കി വെക്കും. എനിക്ക് അത് ചെയ്യണം, ഇത് ചെയ്യണം. ഒരിക്കലും കർമ്മം മുടങ്ങിയ ഒരു മനസ്സ് നമുക്ക് അന്യമാണ്. കാരണം ഞാൻ കർമ്മം ചെയ്യുന്നു എന്നുള്ള ബോധം. എന്റെ വ്യക്തി, എന്റെ ശരീരം, എല്ലാവരും നമ്മൾ കണ്ടിട്ടുണ്ട്. ഒരു തലം കഴിയുമ്പോൾ കർമ്മങ്ങൾ വിടേണ്ട സമയത്ത് 1000 കർമ്മങ്ങളെ പിടിച്ചു വെച്ച് ജീവിതം മുഴുവനും ഞാൻ ഭയങ്കര ബിസിയാണ്, എനിക്ക് സമയമില്ല. ഈ സമയം നമ്മുടെ ശരീരം ഒരു കട്ടിൽ കിടന്ന സമയം കിട്ടുമോ?
സമയം ഉണ്ടാക്കണം. സമയം ഇല്ലാത്ത സമയം നമ്മൾ ഉണ്ടാക്കണം. കർമ്മങ്ങള് നമ്മൾ കർമ്മനിരതരായിട്ടിരിക്കണം. കർമ്മയോഗി എന്നൊക്കെ പറയും. അവർക്ക് ആന്തരികമായിട്ട് വെറും ദരിദ്രരാണ് അവര്. അവർക്കുള്ളിൽ ഒന്നുമില്ല. അവരുടെ വിചാരം ബാഹ്യമായിട്ടിരിക്കുന്ന രജോ ഗുണം കൊണ്ട് ചെയ്യുന്ന കർമ്മങ്ങൾ, അതിനെല്ലാം കർമ്മഫലങ്ങളും കർമ്മത്തിന്റെ നെഗറ്റീവ് ആൻഡ് പോസിറ്റീവ് ഫലം നമ്മൾ അനുഭവിക്കണം. പക്ഷെ ആന്തരിക കർമ്മത്തിന് പോസിറ്റീവ് ഗുണങ്ങൾ മാത്രമേ ഉള്ളൂ. ഈ പറഞ്ഞ ഉപാസനയ്ക്ക്, ഈ പറഞ്ഞ ജപത്തിന്, ഈ പറഞ്ഞ മന്ത്രത്തിന് എല്ലാം നമുക്ക് പോസിറ്റീവ് മാത്രം. നമുക്ക് ഒരു ഇൻഫ്ലുവൻസും ഉണ്ടാക്കണില്ല ആത്മാവില്. കാരണം ശുദ്ധമായിട്ടുള്ള ആ ഒരു നിർലേപമായിട്ടിരിക്കുന്ന ശുദ്ധ ബോധത്തെ നമ്മൾ ഉപാസിക്കുമ്പോൾ നമ്മുടെ മനസ്സും നമ്മുടെ കർമ്മശരീരങ്ങൾ, ഈ കർമ്മശരീരം എന്ത് ചെയ്താലും അതിന്റെ ഇൻഫ്ലുവൻസ് കാരണ ശരീരത്തിൽ ഉണ്ടാക്കില്ല. കൊണ്ടുവന്നിരിക്കുന്ന ചിത്തം ശുദ്ധമാവും. ഇതൊക്കെയാണ് ഇതിന്റെ ഒരു പ്രയോജനം. ഇപ്പൊ ഇത് കേൾക്കുമ്പോ തന്നെ എത്രയോ ചിത്തശുദ്ധി നമുക്ക് വന്നു കഴിഞ്ഞു. അപ്പോ കർമ്മങ്ങള് അസ്തമിക്കാത്ത മനുഷ്യന് ഇതൊന്നും മനസ്സിലാവില്ല. പക്ഷെ ഹനുമാനോ നോക്കൂ, അദ്ദേഹത്തിന്റെ പട്ടാഭിഷേകം അതായിരുന്നു അദ്ദേഹം കാണാൻ ആഗ്രഹിച്ചു. സൂര്യവംശജനായിട്ടിരിക്കുന്ന രാമൻ സൂര്യ തേജസ്സോടുകൂടി തന്റെ ഒരു ഉപവിഷ്ടനായിട്ടിരിക്കുന്ന ആ രാജ്യാഭിഷേകം. നമുക്ക് എപ്പോഴാണ് സൂര്യ തേജസ്സോടുകൂടി നമുക്ക് ഉപവിഷ്ടരാവാൻ പറ്റുന്ന? നമ്മളെ സംബന്ധിച്ച് മനുഷ്യൻ നമ്മുടെ ഇരിക്കുന്ന ആ രാമതത്വം എപ്പോഴാണ് അഭിഷിക്തനാകുന്നത്? നമ്മൾ ഈ സത്യത്തെ മനസ്സിലാക്കി നമ്മൾ ഗായത്രി മന്ത്രത്തിലൂടെ, നമ്മുടെ ഉപാസനാ മാർഗത്തിലൂടെ നമ്മുടെ കുണ്ടലിനിയായിരിക്കുന്ന നഷ്ടപ്പെട്ടു പോയ സീതയെ മനസ്സിനെ വീണ്ടെടുത്തിട്ട് അതിനെ രാമനുമായിട്ട് യോജിച്ച് സഹസ്രദള പത്മത്തിൽ 1000 സൂര്യന്മാരോടുകൂടി ജ്വലിക്കുന്ന രാമതത്വത്തെ കാണണം. അതാണ് നമ്മുടെ പട്ടാഭിഷേകം. അവിടെ നമ്മുടെ കർമ്മങ്ങൾ അവസാനിക്കുള്ളൂ. അവിടെ മനസ്സാകുന്ന പ്രാണനാകുന്ന ഹനുമാൻ എന്ത് ചെയ്യും? വളരെ സമാധാനമായിട്ട് സന്തോഷത്തോടു കൂടി ഇത് കണ്ടിരിക്കും. പ്രാണശക്തി എന്താ പറയാ, ആ ഒരു നിയന്ത്രണ വിധേയമാകും. നമ്മുടെ ഇടാപിങ്കള നാഡിയിലൂടെ സഞ്ചരിക്കുന്ന പ്രാണശക്തി സുഷുമ്നയിലൂടെ പോയി കഴിഞ്ഞാൽ ആ ഹനുമാൻ ഇതുവരെ പല കാര്യത്തിനും നെട്ടോട്ട ഓടി, മല ചുമന്നുകൊണ്ട് വന്നു, അത് ചെയ്തു, ഇത് ചെയ്തു, അവിടെ നശിപ്പിച്ചു, ഇവിടെ നശിപ്പിച്ചു, എന്തൊക്കെയോ സ്ഥൂലമായിട്ട് അദ്ദേഹം ചെയ്തു. ഇപ്പോഴോ ആ ഒരു സീതയെ തിരിച്ച് രാമന് കൊടുത്തു കഴിഞ്ഞപ്പോ അദ്ദേഹം ആ ഒരു കോടി സൂര്യപ്രഭയോടുകൂടി ഇരിക്കണ കണ്ട ഒരു കൃതകൃത്യനായിട്ട് തന്റെ കർമ്മങ്ങൾ അവസാനിച്ചു. എപ്പോഴാണ് നമ്മുടെ കർമ്മം അവസാനിക്കുന്നത്? ഈ സത്യം ഇന്ന് ഇപ്പൊ അറിഞ്ഞാല് കർമ്മം അവിടെ അവസാനിപ്പിച്ചോളണം. ഇനി കർമ്മത്തിന്റെ പിറകെ ഓടരുത്. കാരണം കർമ്മം നമുക്ക് ബാധ്യതയെ ഉണ്ടാക്കുള്ളൂ. കാരണം അവിടെ ഞാൻ ചെയ്യുന്നു എന്നുള്ള ബോധം വരും. ഇത് എന്നെ കൊണ്ടേ പറ്റൂ, ഞാനില്ലെങ്കിൽ അവിടെ ഒന്നും നടക്കില്ല. ഈ വീട്ടിൽ ഇന്ന് ഞാൻ പോയി കഴിഞ്ഞാൽ എൻ്റെ വീട് ഞാൻ വിചാരിക്കുന്നു ഇവിടെ ഞാനില്ലെങ്കിൽ എല്ലാവരും ശൂന്യമാണെന്ന്. 10 ദിവസം കഴിഞ്ഞ് ആത്മാവായിട്ട് വന്ന് നോക്കുമ്പോൾ എല്ലാവരും പഴയ പോലെ സന്തോഷത്തോടെ കാലമെന്ന പ്രവാഹത്തിലൂടെ എല്ലാവരും നമ്മളെ ആ ഒരു മറന്നു എന്നല്ല, ദുഃഖങ്ങളൊക്കെ കാണും. അത്രയും നല്ലതായിട്ട് ജീവിച്ച ദുഃഖം കാണും. ഇല്ലെങ്കിൽ ഈ ശല്യം ഒഴിഞ്ഞു പോയി എന്ന് വിചാരിക്കും. ഏതാണെങ്കിലും അത് നമ്മൾ തീരുമാനിക്കണം. നമ്മുടെ മനസ്സിലെ കാലം എന്ന് പറയുന്നത് അതിനെ കുറച്ച് അവര് എന്നിട്ട് എന്താ പറയും, മക്കള് പറയും അവര് കാലം അവര് വയസ്സായില്ലേ, മരിക്കണ്ടേ, അവരെന്താ ജീവിപ്പിക്കാൻ പറ്റും? നമ്മളോ അവസാനത്തെ നിമിഷം 90 വയസ്സ് വരെ മക്കള് അവര് പറയും വയസ്സായവര് വിട്ടുപോണ്ടേ. അതാണ് ഇന്നത്തെ ഈ പറഞ്ഞ എന്തോന്ന് ഫിറ്റസ്റ്റ് ഓഫ് ദ വേൾഡ്. അവരിങ്ങനെ ഇരുന്ന ജെറിയാട്രിക് ഫീൽഡ് വലിയ പ്രശ്നമാണ്. പ്രായമായവരാണ് പ്രശ്നം. ഇനി ജനിച്ചു വരുന്നവർക്ക് ഈ സ്ഥലം കൊടുക്കണ്ടേ? അപ്പൊ ഇവിടെ ആരാണ് ബുദ്ധിമതികള്, ആരാണ് ദുഃഖമതികള്? ചിന്തിക്കൂ. ആരാണെങ്കിലും നമ്മള് ഒരു ഇന്നവിറ്റബിൾ കാര്യമാണെന്ന് വിചാരിച്ചു പോകുന്ന നമ്മൾ തന്നെയാണ് വിട്ടികള്. പക്ഷെ നമ്മൾ അറിഞ്ഞ് കർമ്മത്തെ കുറച്ച് കൃതകൃത്യനായിട്ട് ചെയ്യേണ്ടത് ചെയ്ത് ആ പ്രവൃത്തിയിൽ സന്തോഷമായിട്ട് ആനന്ദമായിട്ട് ആ ഒരു സൂര്യ തേജസ്സിലിരിക്കുന്ന തന്റെ ആത്മതത്വത്തെ അറിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പ്രാണൻ കൃതകൃത്യരായി നമുക്ക് എപ്പോഴും വേണമെങ്കിലും പ്രാണന് ഈ ശരീരത്തെ വിട്ടുപോകാൻ റെഡിയായിട്ട് നിൽക്കും. അപ്പോഴേ ആ ഹനുമാനാകുന്ന നമുക്ക് പറയാൻ പറ്റുള്ളൂ, ദേഹബുദ്ധിയ ദാസോഹം ജീവബുദ്ധിയ അംശോഹം ആത്മബുദ്ധിയ ത്വമേവാഹം. ഇത് അറിഞ്ഞു കഴിഞ്ഞിട്ട് ദാസനായിട്ടിരിക്കൂ. ആ ഭഗവാൻ തന്നെയാണ് ഞാന്. എന്റെ ആത്മതത്വത്തെ ഞാൻ അറിഞ്ഞെന്ന് കഴിയുമ്പോൾ എന്താ അവിടെ നമുക്ക് കൃതകൃത്യനായിട്ടിരിക്കും. ആ ഹനുമാനോട് ആ കൃതകൃത്യത വന്ന ആളിനോട് മാത്രമേ രാമഹൃദയം പറയാൻ പറ്റുള്ളൂ. അദ്ദേഹത്തിനെ ഇത് മനസ്സിലാവുള്ളൂ എന്ന് രാമൻ അറിയാം. കർമ്മങ്ങൾ അസ്തമിക്കാത്ത മനുഷ്യനോട് ഇത് പറഞ്ഞിട്ട് കാര്യമില്ല. ഇന്ന് കേൾക്കും, നാളെ വീണ്ടും ഇത് തന്നെ ആവർത്തിച്ചുകൊണ്ടിരിക്കും. എന്ത് ബാഹ്യപൂജകൾ ചെയ്താലും, എത്ര ഹോമം ചെയ്താലും, എത്ര തർപ്പണം ചെയ്താലും, എത്ര ശ്രീചക്രത്തെ പൂജിച്ചാലും ഈ സത്യം അറിയാത്തവന് തന്റെ അമ്മയുടെ പാദങ്ങളെ കിട്ടില്ല. ഒരുപാട് ജന്മാന്തര യാത്ര ചെയ്യേണ്ടി വരും. അവിടെ കർമ്മങ്ങൾ ഒടുങ്ങണം, ബാഹ്യകർമ്മങ്ങൾ ഒടുങ്ങണം. എന്ന് പറഞ്ഞ് ഒന്നും ചെയ്യാതെ മുറിക്കാതിരിക്കണം എന്നല്ല, യഥാർത്ഥ തത്വത്തെ നമ്മൾ ഉൾക്കൊണ്ടിട്ട് കർമ്മം ചെയ്യണം. അപ്പൊ എന്താ, നമ്മൾ എല്ലാത്തിനും സമയം കണ്ടെത്തും. എല്ലാത്തിനും നമ്മുടേതായിട്ടുള്ള ഈ ആവശ്യമില്ലാത്ത വ്യർത്ഥമായിട്ടുള്ള സമയം ഇല്ലാതാക്കി കളയുന്നതൊക്കെ നമ്മൾ നിർത്തിയിട്ട് നമ്മുടെ ഇപ്പൊ നമ്മളങ്ങ് ഇരിക്കണില്ലേ 6 മാസമായിട്ട് സോഷ്യലൈസിങ് എവിടെ?
എല്ലാവരും തമ്മിൽ ഇങ്ങനെ എവിടെ നടക്കുന്നു? ഒന്നുമില്ലല്ലോ. അപ്പൊ ഇതും നമുക്ക് പറ്റും. അത് നമ്മൾ അംഗീകരിച്ചുകൊണ്ട് നമുക്ക് പറ്റുന്ന കാര്യമാണ്. ഇത് ശരീരത്തിൽ ഇരുന്നുകൊണ്ട് ഈ സാധന ഇല്ലെങ്കിൽ ഇത്രയും നാള് നമ്മൾ സാധന എന്ന് പറഞ്ഞ് പുറത്തലയും. ഈ പറഞ്ഞ കർക്കിടക മാസത്തിൽ വണ്ടിയും പിടിച്ച് രാമനെ കാണാനായിട്ട് രാമന്റെ സ്ഥലങ്ങളെല്ലാം അലഞ്ഞിട്ട് തിരിച്ചു വന്ന് 10 ദിവസം കട്ടിലിൽ കിടക്കും. കാരണം ക്ഷീണം. എന്നിട്ട് രാമനെ കിട്ടിയോ? ഇല്ല. പക്ഷെ ഇന്ന് സമാധാനമായിട്ടിരുന്ന് കൃതകൃത്യരായിട്ട് ഇതെല്ലാം മനസ്സിലാക്കിയ ഒരു മനസ്സിന് എന്ത് കിട്ടി? രാമനെ കിട്ടി, രാമതത്വത്തെ കിട്ടി. ആ ബോധത്തിൽ നമുക്ക് ഇരിക്കാൻ പറ്റും. ഇതാണ് ശരിക്കുള്ള അറിവ്. ഇതാണ് രാമഹൃദയത്തിലെ ഒരു പുരുഷന്, പുരുഷൻ എന്ന് പറഞ്ഞാൽ പുരത്തിൽ ശയിക്കുന്ന ജീവാത്മാവിന് പ്രവേശിക്കാനുള്ള യോഗ്യത. ഈ യോഗ്യത നേടിയിട്ട് മാത്രമേ രാമഹൃദയം നമുക്ക് അറിയാൻ പറ്റുള്ളൂ. അപ്പോ ഈശ്വരന് എന്താ പറയാ, ഈശ്വരൻ തന്റെ കർമ്മങ്ങളെ സഹായിക്കാൻ വരുന്ന ഒരാളായിട്ട് കാണണം. ഈശ്വരൻ എന്ന് പറയുന്നത് എന്റെ കർമ്മങ്ങൾ, അദ്ദേഹം ഇരിക്കുന്നത് കൊണ്ടാണ്, ആ ശക്തി ഉള്ളത് കൊണ്ട് ഈ കർമ്മങ്ങൾ ഞാൻ ചെയ്യണു. ഇല്ലെങ്കിൽ കാര്യം കണ്ടു കഴിയുമ്പോ എന്താ, ഈശ്വരനോടുള്ള സ്നേഹം വിട്ടുപോകും. ഈശ്വരനെ സ്നേഹിക്കുന്നത് ഇപ്പൊ മനുഷ്യൻ എന്തിനാ? കാര്യം കാണാൻ. അത് ചെയ്യണം, ഇത് ചെയ്യണം, മക്കൾക്ക് ജോലി മേടിച്ചു കൊടുക്കണം, ഇങ്ങനെയുള്ള സ്നേഹത്തിന് വേണ്ടി നമ്മൾ സ്നേഹം പുരട്ടും അല്ലേ? ആ ഒരു എന്താ പറയുക, ഒരു കമ്പിനകത്ത് എന്താ പറയുക, ഇത് ഉണ്ടാക്കുന്ന പോലെ, ഉപ്പിലുണ്ടാക്കിയ സാധനം ഷുഗർ കോട്ടഡ് ആയിട്ട് തരുന്ന പോലെ, ഇതിന്റെ പേര് മറന്നുപോയി, ബൂന്തിയോ എന്താണ്. അപ്പൊ അതുപോലെ നമ്മുടെ മനസ്സൊക്കെ നല്ല കയ്പും ഇതൊക്കെ തന്നെയാണ്. കാര്യം കാണാൻ ബഹുമിടുക്കരാണ് നമ്മള്. അവിടെ നല്ല പായസമൊക്കെ വെച്ച് കൊണ്ടുവന്ന് അമ്മയ്ക്ക് കൊടുത്ത്, സാരിയും കൊടുത്ത്, എല്ലാം കൊടുത്തിട്ട് പറയാം, അമ്മ ഇതൊക്കെ കണ്ടല്ലോ, ഞാൻ കഷ്ടപ്പെട്ടുണ്ടാക്കി. എന്തിനാണ്? ആ സാരിയുടെ വില 1000 രൂപയാണെങ്കിൽ 10,000 വിലയുള്ള കാര്യങ്ങൾ അങ്ങോട്ട് ചോദിക്കും. അപ്പൊ അമ്മ പറയും, എനിക്ക് സാരി തന്നില്ലെങ്കിലും വേണ്ടില്ലായിരുന്നു, നീ ഇതൊന്നും ചോദിക്കാതിരുന്നാൽ മതി. ഇതേ കാര്യം വേറൊരാൾ ചെന്ന് നമുക്ക് അഗെയിൻസ്റ്റ് ആയിട്ട് പറയും. അപ്പൊ കർമ്മങ്ങള് ഒരിക്കലും നമുക്ക് ഒടുങ്ങുന്നില്ല. ഒരിക്കലും ഇഷ്ടദേവതയോട് സ്നേഹം ഭാവിക്കരുത്. ഭാവിച്ചാല് ഭാവങ്ങളൊക്കെ നാളെ സ്നേഹം നാളെ എന്താ പറയാ ദേഷ്യമായിട്ട് തീരും. നമുക്ക് മനുഷ്യരോടുള്ളതുപോലെ ഇന്ന് നല്ലതായിട്ട് ഇരിക്കുന്ന ഒരാള് ആ സ്നേഹം നാളെ നമ്മളെ വിട്ടുപോകാം. പക്ഷെ നമ്മുടെ ഇഷ്ടദേവതയോട്, നമ്മുടെ യഥാർത്ഥ സോഴ്സിനോട് അഭിനയം പാടില്ല. അവിടെ സത്യം മാത്രമേ ചെയ്യാവൂ. അതുകൊണ്ട് കാര്യം കണ്ടു കഴിയുമ്പോൾ ആ സ്നേഹം വിട്ടുപോകാതിരിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ഈ പറയുന്ന ഹൃദയത്തിലെങ്കിലും കർമ്മവൃത്തിയെ അവസാനിപ്പിക്കുക, ഞാൻ ചെയ്യുന്നു എന്നുള്ള ബോധം അവസാനിപ്പിക്കുക. അത് എളുപ്പമല്ല, പക്ഷെ കാലക്രമത്തിൽ അഭ്യാസം കൊണ്ട് നേടാൻ പറ്റാത്തതായിട്ട് ഒന്നുമില്ല കൗന്ദേയാന്ന് അർജുനനോട് ഭഗവാൻ പറയുന്നു. അപ്പൊ യഥാർത്ഥമായിട്ട് ഈശ്വരനെ അറിയണമെങ്കിൽ എന്ത് ചെയ്യണം? ആ യഥാർത്ഥ സത്തയെ നമ്മൾ അറിയണം. മകളുടെ വിവാഹം നടക്കാനോ ഒരച്ഛൻ നടത്തുന്നത് പോലെ ഒരു ഈശ്വരനെ നമ്മൾ ഇടനിലക്കാരാക്കരുത്. ഒരിക്കലും ഇടനില നിൽക്കുന്നില്ല. അന്യനെ ഒതുക്കുന്നതിനുള്ള ഒരു ഗുണ്ടയായിട്ട് ഈശ്വരനെ കാണല്. ജോലി ശരിയാക്കുന്ന ഒരു ആളായിട്ട് ഈശ്വരനെ കാണരുത്. ഈശ്വരനെ കാണാൻ നമ്മൾ എന്ത് വേണം? നമുക്ക് സ്നേഹിക്കാൻ, നമ്മുടെ ദുഃഖങ്ങൾ ഇറക്കി വെക്കാൻ, ആ രാത്രി ചെന്ന് ആ മടിയിൽ കിടക്കാൻ, സദാ നമ്മുടെ കൂടെ ഇരിക്കാൻ, നമ്മുടെ സുഖദുഃഖങ്ങളില് നമ്മുടെ കൂടെ എപ്പോഴും നമ്മളെ സ്നേഹിച്ച് സാരമില്ല കുഞ്ഞെ, വിഷമിക്കേണ്ട, ഞാനുണ്ട് എന്ന് പറയുന്ന ഗുരുവായിട്ട്, നമ്മുടെ അമ്മയായിട്ട് കാണാൻ നമ്മൾ പഠിക്കണം. കാരണം ഈ രീതിയിൽ ഈ തത്വത്തെ അറിഞ്ഞില്ലെങ്കിൽ എന്താ, നമ്മളെ ദേവിയെ മറ്റിടത്ത് നമുക്ക് ഒരുപാട് പൈസ കൊടുക്കേണ്ടി വന്നിട്ട് ഈ തുച്ഛമായിട്ടുള്ള പൈസയും കൊടുത്ത് എന്താ പറയാ, മറ്റിടത്തൊക്കെ ചെന്ന് ഇടനിലക്കാരെ കണ്ട മനുഷ്യർക്കാവുമ്പോൾ ഒരു ജോലിക്ക് ഒരുപാട് പൈസ കൊടുക്കണം. ഇവിടെ അമ്മയ്ക്കോ 10 രൂപയുടെ ഒരു എന്താ പറയാ ഒരു കുങ്കുമമോ ഒരു പൂവോ വാങ്ങിച്ചു കൊടുത്താൽ അത് അവിടെ ലക്ഷങ്ങൾ കൊടുക്കണം. അപ്പൊ ഇവിടെ അമ്മ നടത്തി തരുമെങ്കിൽ നല്ലതെന്ന് പറഞ്ഞ് ഇവിടെ കൊണ്ട് കൊടുക്കുന്ന ആ ഒരു മനോഭാവം നമ്മൾ മാറ്റണം. ചോദിച്ചു വാങ്ങരുത്. അമ്മ തരും. അമ്മയ്ക്കറിയാം രോഗം മാറ്റുന്ന വൈദ്യൻ. അസുഖം വരുമ്പോ പറയും, അമ്മ എന്റെ രോഗം മാറ്റിത്തരൂ. ആ രോഗം വരാതിരിക്കാൻ എങ്ങനെ നീ ചെയ്യണം, എങ്ങനെ എന്നെ അറിയണം, അത് നമുക്ക് പഠിക്കാൻ ബുദ്ധിമുട്ടാ. അപ്പൊ ഈശ്വരന്റെ ജോലി നമ്മുടെ കാര്യങ്ങൾ ചെയ്തു തരിക എന്നുള്ളതല്ല, ഈശ്വരനെ അറിയണം നമ്മൾ ശാസ്ത്രങ്ങളിലൂടെ. അതിന് ഹിന്ദുക്കൾ തയ്യാറാവാത്തത് കൊണ്ടാണ് ഇന്ന് ഈ ഹൈന്ദവ മതം ഇത്രത്തോളം അധപതിച്ച് ക്ഷേത്രങ്ങളെല്ലാം ഇന്ന് അടച്ചിടേണ്ട രീതി എത്തിയത്. കാരണം ശാസ്ത്രങ്ങൾ ആഴത്തിൽ പഠിച്ചത് ഉൾക്കൊണ്ടാല് ആ കർമ്മം അവിടെ തീരും. ജ്ഞാനത്തിന് കാക്ഷിക്കുന്ന ഓരോരുത്തർക്കും കർമ്മം ഒടുങ്ങണം. അപ്പോ രാമപട്ടാഭിഷേകത്തിന് ശേഷം നമ്മൾ കണ്ട ഹനുമാന്റെ സ്ഥിതി ആയിരിക്കണം നമുക്കും. കൃതകൃത്യരായിരിക്കണം. ഇത് അറിഞ്ഞു കഴിഞ്ഞാൽ, ഈ സാധനയിലൂടെ ഈ സത്യത്തെ ഉൾക്കൊണ്ടു കഴിഞ്ഞാൽ ഒരു കൃതകൃത്യത, എന്റെ ഈ ഭൂമിയിലേക്ക് വന്നത് ഞാൻ എന്താ പൂർത്തീകരിച്ചു, മനുഷ്യജന്മം സഫലമായി. ആ ഒരു ഇനി എനിക്ക് എന്തറിയണം? ഒന്നും അറിയാനില്ല. ഇനി ഇവിടെ ഉള്ളതൊക്കെ വന്നു പൊക്കോട്ടെ. യഥാർത്ഥത്തിൽ ഞാൻ അറിയേണ്ട
ആ മുമുക്ഷുത്വം എന്നെ എവിടെ കൊണ്ടെത്തിച്ചു? എന്നെ മനുഷ്യനാക്കി. എന്നിലുള്ള ആ നെഗറ്റീവ് ഫോഴ്സസിനെ ഇല്ലാതാക്കി യഥാർത്ഥ സത്യനെ ഞാൻ അറിഞ്ഞു. അപ്പോഴാണ് നമുക്ക് ആ കൃതകൃത്യത. ഹനുമാൻ അതുപോലെ ഇരിക്കുമ്പോൾ ആ പറഞ്ഞ മഹാജ്ഞാനിയായിട്ടിരിക്കുന്ന ഹനുമാന് ആര് പറഞ്ഞു കൊടുക്കണു? രാമൻ നേരിട്ട് രാമഹൃദയത്തെ ഉപദേശിക്കുകയാണ്. അപ്പൊ നോക്കൂ, ഇതിന് റിസീവ് ചെയ്യാനുള്ള കപ്പാസിറ്റിയും കൊടുക്കാനുള്ള ആളും. ഇത് രണ്ടും ഈ തലത്തിൽ നിന്നാലേ കൊടുക്കുന്ന മന്ത്രം നമുക്ക് നന്നായിട്ട് മനസ്സിലായി. ഇത് തന്നെയാണ് ഏത് മന്ത്രത്തിന്റെ സ്ഥിതിയും. മന്ത്രം കിട്ടി എന്ന് പറയണതിൽ കാര്യമില്ല. റിസീവ് ചെയ്യുന്നതിന്റെ ആളെ, റിസീവ് ചെയ്യുന്ന മനസ്സ് ഏത് തലത്തില്, കൊടുക്കുന്ന ആളിന് അത് കൊടുക്കാനുള്ള ബലം എത്രത്തോളം ഉണ്ട്, ഇത് അറിഞ്ഞിട്ടുണ്ടോ, ഈ സത്യത്തെ അറിഞ്ഞോ, ഈ അമ്മ ഇങ്ങനെ അവരുടെ ഉണ്ടാകട്ടെ എന്നുള്ള ബുദ്ധിയോടുകൂടിയാണോ കൊടുത്തത്? ഇതിനെല്ലാം ആശ്രയിച്ചിരിക്കും നമ്മുടെ ഈ പറഞ്ഞ ആന്തരിക പുരോഗതി. അപ്പോ എന്താ, ആ സീതയോട് പറയുകയാണ് ഹനുമാൻ, ആ കൈകൂപ്പി നിൽക്കുകയാണ്. എല്ലാം കണ്ട് സന്തോഷത്തിൽ തിരിച്ച് രാമൻ പട്ടാഭിഷേകം കണ്ട ആ കോടി സൂര്യപ്രഭയിലിരിക്കുന്ന ആ സീതാരാമന്മാരായിട്ടിരിക്കുന്ന ആ മനസ്സും ബുദ്ധിയും തമ്മിലുള്ള ചേർച്ച, ആ പരമാത്മ ബന്ധം കണ്ടിട്ട് അതിന് സഹായിച്ച പ്രാണനായിട്ട് നിന്ന ഹനുമാൻ കൈകൂപ്പി കണ്ണടച്ച് ധാരധാരയായിട്ട് ബാഷ്പം ഇങ്ങനെ വീഴുക. എന്താ, അപ്പോൾ എവിടെയാണ് ബാഷ്പധാര ഉണ്ടാവുന്നത്? നമ്മുടെ ശരീരത്തില് ആ ജീവനും പരമാത്മാവും ചെയ്ത് കുണ്ടലിനി ശക്തിയും ആ ഇരിക്കുന്ന പരമാത്മ ശിവചൈതന്യവുമായിട്ട് ചേരുമ്പോൾ 72,000 നാഡി ഞരമ്പുകളിലൂടെ ഒഴുകുന്ന അംബ്രോസിയ, ആ അമൃതം, ആ അമൃത ശക്തി കൊണ്ട് കണ്ണുനീര് ധാരധാരയായിട്ട് ഒഴുകണം. കാരണം ആ ഒരു കൃതകൃത്യത, അറിയേണ്ടതിന് അറിഞ്ഞ സന്തോഷം, ആനന്ദം, അതിനെയാണ് ആനന്ദ കണ്ണുനീരെന്ന് പറയുന്നത്. ആ കണ്ണുനീര് ഒഴിപ്പിച്ചുകൊണ്ട് ആ പാവപ്പെട്ട ഹനുമാൻ ഒരു കൊരങ്ങനായിട്ട് നമ്മൾ കാണുന്നു. അദ്ദേഹം നമ്മുടെ പ്രാണശക്തിയാണെന്ന് അറിഞ്ഞ് കൈകൂപ്പി അവരെ രണ്ടുപേരും ഇങ്ങനെ കണ്ണ് ചിമ്മാതെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അത്രയ്ക്ക് സന്തോഷം ആ ഉള്ളില്. ഇതായിരിക്കണം നമ്മുടെ ഒരു പ്രാണന്റെ ലക്ഷ്യം, നമ്മുടെ ഈ പറഞ്ഞ ജീവിത ലക്ഷ്യം ഇതായിരിക്കണം. ഇവരെ രണ്ടുപേരെയും ഒരുമിച്ച് കാണണം, നമ്മുടെ ശിവപാർവതിമാരെ ഒരുമിച്ച് നമ്മുടെ ഹൃത്പത്മത്തിൽ കാണണം. അപ്പാണ് നമുക്ക് ആ ഒരു ജ്ഞാനിയാവുന്നത്. എങ്ങനെ ഈ പാവപ്പെട്ട കൊരങ്ങൻ, ഈ ഹനുമാൻ മഹാജ്ഞാനി എന്ന് പറയുന്നത്? ആ ജ്ഞാനത്തിന്റെ ബേസ് ആയിട്ടുള്ളത് എന്തോ അത് അദ്ദേഹം അറിഞ്ഞു കഴിഞ്ഞു. അത് കണ്ട് സന്തോഷിച്ചിട്ട്, അപ്പോഴാണ് സീത ഒരു മാല കൊടുക്കുന്നത്. മാലയെ ചുമ്മാ കടിച്ചു പൊട്ടിച്ച് കളയുക. കോടി വിലയുള്ള മാല, രാമന് വെറും നിസ്സാരമായിട്ടുള്ള കല്ല്. എന്തിനാ നീ ഇത് ചെയ്തത്? ഇതിനകത്ത് രാമനും സീതയും ഉണ്ടോ? അപ്പൊ പറഞ്ഞു, അതിന് നീ എന്തിനാ ഇങ്ങനെ പൊട്ടിച്ചു നോക്കുന്നത്? എനിക്കല്ലാത്തത് ഒന്നും വേണ്ട, എന്റെ ഹൃദയം നോക്കൂ. ഈ ഇരിക്കുന്നതിനപ്പുറമാണോ ഈ ബാഹ്യമായിട്ടുള്ള കാര്യങ്ങള്? ഈ മാല എന്റെ കഴുത്തിലിട്ട എനിക്ക് രാമനെ കിട്ടുമോ? സ്ഥിരമായിട്ട് എന്റെ ഗുരുക്കന്മാര്, ജഗത് പിതാക്കളായിട്ടുള്ള ഈ രാമനും സീതയും എന്റെ ഉള്ളിൽ ഇരിക്കുമ്പോൾ എനിക്ക് ഈ ബാഹ്യമായിട്ടുള്ളത് എന്തിന്? അതിനെ നിസ്സാരമായിട്ട് കളയുകയാണ്. ഈ ഒരു ഉറപ്പ് ഒരു സാധകന് വരണം. തന്റെ ഉള്ളിലാണ് ഇരിക്കുന്നത്. ആ ഹനുമാന്, അല്ലയോ സീതേ, ഹനുമാന് ഇരിക്കുന്ന കണ്ടില്ലേ, എന്തോ ഒരു സന്തോഷത്തിലിരിക്കുന്നു. ഈ ഹനുമാൻ ആദ്യമായിട്ട് നീ എന്ത് ചെയ്യൂ? രാമതത്വത്തെ ഉപദേശിക്കൂ. എന്റെ തത്വം നീ തന്നെ പറഞ്ഞു കൊടുക്ക. അത് കഴിഞ്ഞിട്ട് രാമഹൃദയം ഞാൻ പറഞ്ഞു കൊടുക്കാം. കാരണം എന്നിലും നിന്നിലും ശാശ്വതമായിട്ടുള്ള ഭക്തിയുള്ള ആളാണ് ഹനുമാൻ. അവിടെയാണ് ആ കാര്യം. എന്നിലും നിന്നിലും ആ പറഞ്ഞ ജീവാത്മ പരമാത്മ ഐക്യത്തെ നല്ലവണ്ണം അറിഞ്ഞ ഒരു വ്യക്തി, അവന് മാത്രമേ ഈ ആത്മതത്വത്തെ ഉൾക്കൊള്ളാൻ പറ്റൂ. അവനോട് മാത്രമേ ശ്രീവിദ്യാ മന്ത്രം പറഞ്ഞു കൊടുത്തിട്ട് ഫലമുള്ളൂ. ഇത് നീ ആർക്കാ? അപ്പൊ സീതയോട് തന്നെ, പ്രകൃതിയായിരിക്കണം സീതയോട് രാമൻ പറയണു, നോക്കൂ, ആ അഞ്ജനയൻ കൈകൂപ്പിക്കൊണ്ട് കൃതകൃത്യനായിട്ട് ബാഷ്പവാരിധിയായിട്ട് ബാഷ്പം കണ്ണിൽ നിന്ന് വീണ് നമ്മുടെ ആ ഐക്യത്തെ കണ്ട് സന്തോഷിച്ചിരിക്കുന്ന ഈ മനസ്സിനോട് പറയൂ. എന്നാലേ ആ ആഞ്ജനേയൻ ലോകത്തിന് ഇത് പറഞ്ഞു കൊടുക്കട്ടെ. ആഞ്ജനേയന്റെ വാക്കുകളിലൂടെ ഇത് നാളെ ലോകം അറിയട്ടെ എന്ന് പറയാ. നോക്കൂ, ആ ഹനുമാനോടുള്ള സ്നേഹം, ആ ഹനുമാനോട് രാമനുള്ള സ്നേഹം, അത് ആ ഒരു അമ്മയ്ക്ക് നമ്മളോട് ഉണ്ടാവണമെങ്കിൽ നമ്മളും ഇതുപോലെ കൃതകൃത്യരായ പറ്റുള്ളൂ. ഏത് ജന്മമായിക്കോട്ടെ, കാട്ടാളന്റെ ജന്മമോ ജാതിയിൽ ശൂദ്രനോ ബ്രാഹ്മണനോ എന്തോ ആയിക്കൊള്ളട്ടെ, ആ കൊരങ്ങനായിട്ടിരിക്കുന്ന ആ ഹനുമാന്റെ ദേഹം ആ ഒരു ഗാഠമായിട്ട് ആലിംഗനം ചെയ്യുന്ന രാമൻ, ആ നമ്മളെ എന്തോ വേഷത്തിലായിക്കോട്ടെ, ഏത് ദുഃഖത്തിലായിക്കോട്ടെ, ഏത് വിഷമസന്ധിയിലായിക്കോട്ടെ, കൈ മുഴുവൻ അഴുക്ക് വരേണ്ടതായിക്കോട്ടെ, അമ്മ എന്ന് പറഞ്ഞ് ഓടിച്ചെന്ന് അമ്മയുടെ പാദത്തിൽ തൊടാൻ, ഏത് പാദത്തിൽ നമുക്ക് തൊടാൻ പറ്റും? അമ്മയുടെ പാദത്തിൽ മാത്രം. അവിടെ അഴുക്കോ, നീ അഴുക്ക് പിടിച്ചതാണ്, നീ ചെയ്ത കർമ്മങ്ങളാണ്, പോ എന്ന് പറഞ്ഞ് ആട്ടി അകറ്റും അമ്മ? ഒരിക്കലും ഇല്ല. ആ സ്നേഹത്തോടെ കെട്ടിപ്പിടിച്ച്, സാരമില്ല കുഞ്ഞെ, അത് തെറ്റുകൾ എല്ലാവർക്കും സംഭവിക്കും, നീ വിഷമിക്കണ്ട എന്ന് പറയാനുള്ള ഒരു ശക്തി ആ ഭഗവതിക്ക് മാത്രമേ ഉള്ളൂ. ആ ഭഗവതിയോട് നമ്മൾ നിർലേപമായിട്ട്, നമുക്കും ഒരു കളങ്കം അവിടെ ഉണ്ടാവാൻ പാടില്ല. കാരണം കളങ്കങ്ങൾ പോണെങ്കിൽ ജ്ഞാനം വേണം, അറിവ് വേണം. ഇത് നമ്മൾ പഠിക്കണം. അപ്പോ രാമതത്വം ആദ്യമായിട്ട് പറയാൻ സീതയോട് രാമൻ തന്നെ പറയുകയാണ്,
എന്താ ആ ഒരു കൽമഷമില്ലാത്ത ആളാണ്, ഭക്തിയുള്ള ആളാണ് ഹനുമാൻ. ഭക്തി എന്ന് പറഞ്ഞ കാര്യം കാണുന്ന ഭക്തിയല്ല, സ്വസ്വരൂപ അനുസന്ധാനം ഭക്തിരിത്യവിധീയതേ. നാരദ ഭക്തി സൂത്രത്തില് വളരെ ആദ്യത്തെ രണ്ടാമത്തെ സൂത്രമായിട്ട് ഇത് പറയുന്നുണ്ട്. സ്വസ്വരൂപ അനുസന്ധാനം, നിന്റെ സ്വരൂപത്തെ അറിയുന്നതാണ് ഭക്തി. അല്ലാതെ ഈ കാണുന്ന പ്രാകൃതമായിട്ടുള്ള കാണിക്കലുകളൊന്നും ഭക്തിയല്ല. നിന്റെ സ്വരൂപത്തെ നീ അറിയണം. അപ്പൊ ഈ ഹനുമാനെ നോക്കൂ, രാമൻ പറയാണ് കൽമഷമില്ലാത്ത, യാതൊരു വിധത്തിലുള്ള കൽമഷങ്ങളോ ദുഃഖങ്ങളോ ഒന്നുമില്ലാത്ത നല്ല മനസ്സുള്ള ഈ ഒരു പാപരഹിതനായിട്ടുള്ള, അസൂയയില്ലാത്ത, ആത്മജ്ഞാനത്തിന് അധികാരിയായിട്ടിരിക്കുന്ന, അതായത് ആത്മജ്ഞാനത്തിന് എന്തൊക്കെയാണ് നമുക്ക് വേണ്ടത്? അഹിംസ വേണം, ആസ്തേയം വേണം, അപരിഗ്രഹം വേണം, സത്യം, ബ്രഹ്മചര്യം എല്ലാം വേണം. ഇതിന്റെ എല്ലാം ആകെത്തുകയായിട്ടിരിക്കുന്ന ഈ ആഞ്ജനേയനെ നോക്കൂ. അത് ബ്രഹ്മചര്യം എന്നത് ശരീരത്തിനല്ല, മനസ്സിലാക്കൂ. വിവാഹം കഴിക്കാതിരിക്കുന്നതല്ല ബ്രഹ്മചര്യം. ആ ബ്രഹ്മചര്യം ഒരു ആശ്രമമാണ്. വിവാഹം കഴിക്കുന്നിടം വരെ പഠനകാലത്തിനെയാണ് നമ്മൾ ബ്രഹ്മചര്യം. അത് കഴിഞ്ഞാണ് ഗാർഹസ്ഥ്യത്തിൽ പ്രവേശിക്കുന്നത്. ബ്രഹ്മചര്യം കൊണ്ട് ഉദ്ദേശിക്കുന്ന പണ്ട് കാലത്ത് ഈ പറഞ്ഞ വേദ പഠനങ്ങളായിരുന്നു. വേദ പാഠശാലയിൽ പോവുക, പഠിച്ച് തിരിച്ച് വീട്ടിൽ വന്നതിന് ശേഷം അച്ഛനമ്മമാരെ ഗാർഹസ്ഥ്യത്തിലേക്ക് പ്രവേശിപ്പിക്കും. ഇന്ന് അങ്ങനെയല്ല, നമ്മുടെ കലാലയ സംസ്കാരമേ മാറിപ്പോയി. അപ്പൊ നമുക്ക് അവർക്ക് ഈ പറഞ്ഞ ആ ബ്രഹ്മചര്യ സമയത്ത് അവർക്ക് എന്താ, ഈ പറഞ്ഞ വേദം കൊണ്ട് അവർക്ക് അറിവ് ലഭിക്കും. അപ്പോ ഈ ബ്രഹ്മചര്യം എന്ന് പറയുന്നത് ശരീരത്തിന്റെ ഒരു അവസ്ഥയല്ല, മനസ്സും ഇന്ദ്രിയങ്ങളും ആ ഒരു അഷ്ടാപ്രകൃതിയിൽ നിൽക്കുന്ന ആ സമയത്ത്, അതായത് ഏറ്റവും ചെറുപ്പകാലത്ത് തന്നെ ഈ സത്യത്തെ മനസ്സിലാക്കാനുള്ള ഒരു പാകത കൊണ്ടുവരിക. പിന്നെ അവർക്ക് ഒരിക്കലും ഒരു വഴിവിട്ടു പോവില്ല. ഏറ്റവും നല്ലത് എന്താ? ഒരു മെഴുകു പ്രതിമ ചൂടുകൊണ്ട് നല്ലവണ്ണം ഒന്ന് അലിഞ്ഞിരിക്കുമ്പോൾ അതിനെ ഏത് രൂപത്തിലും ആക്കാൻ പറ്റും. ലോഹത്തിന് ആ ലോഹം അഗ്നിയിൽ നീറിക്കഴിയുമ്പോൾ അതിന് ഏത് രൂപം കൊടുക്കണം? വള, മാല, മൂക്കുത്തി, എന്ത് വേണോ നമുക്ക് സ്വർണത്തിനാക്കാം. അപ്പൊ ഈ കൊച്ചുകുട്ടി എന്ന് പറയുമ്പോൾ ഒരു 20-24 വയസ്സ് വരെ അവരുടെ മനസ്സ്, 17 വയസ്സ് കഴിയുമ്പോഴേ അവരുടെ പ്രാരാബ്ധ കർമ്മങ്ങൾ അനുഭവിക്കാൻ തുടങ്ങും. മനസ്സ് വളരെ ശുദ്ധമായിട്ട് ഏത് രീതിയിലും കൊണ്ടുപോകാൻ പറ്റുന്ന രീതിയിൽ ഒരു എന്താ പറയാ, ഒരു വസ്തു പോലെ തിളച്ചും ഒരു അഗ്നിയിൽ വന്നിട്ടുള്ള ആ ജനനത്തിലൂടെ വന്ന നിർമ്മലമായ മനസ്സിനെ ആ കുഞ്ഞിന്റെ ഉള്ളിൽ എന്ത് വേണോ നമുക്ക് പരിഭാഗപ്പെടുത്തി എടുക്കാൻ പറ്റും. അതിനെയാണ് ബ്രഹ്മചര്യം. അപ്പോ അഷ്ടാപ്രകൃതികൾ, ഈ ഇരിക്കുന്ന 8 പ്രകൃതികള്, ഈ ഞാനായിട്ടിരിക്കുന്ന പഞ്ചഭൂതങ്ങളും മനസ്സും ബുദ്ധിയും ഞാനും, അപ്പൊ ഈ 8 പ്രകൃതികള് നിന്റെ ശരീരമായിട്ടിരിക്കുന്നതാണ് കുഞ്ഞെ. ഇതിൽ നിന്ന് വേറിട്ടൊരു ശക്തി ഉണ്ടെന്ന് ആ ചെറുപ്പകാലത്തിൽ തന്നെ, ആ ബ്രഹ്മചര്യം അനുഷ്ഠിക്കുന്ന സമയത്ത് തന്നെ കുട്ടികൾക്ക് മനസ്സിലാകും. ഈ പരമാർത്ഥം മനസ്സിലാക്കിയ ആളാണ് ഹനുമാൻ. അതുകൊണ്ടാണ് അദ്ദേഹം നിത്യ ബ്രഹ്മചാരി. അദ്ദേഹം വിവാഹം കഴിക്കാത്തവളാണെന്ന് വെച്ചാൽ, വിവാഹം കഴിച്ചു, ആ സുവർച്ച എന്ന് പറഞ്ഞൊരു ഭാര്യ ഉണ്ടെന്നും 2 മക്കളുണ്ടെന്നും ഒക്കെ നമ്മൾ കണ്ടു. അത് താന്ത്രികമായിട്ട് അങ്ങനെ പറയുന്നുണ്ട്, നമുക്കറിയില്ല. ഇതിൽ ബ്രഹ്മചര്യം എന്ന് ഉദ്ദേശിക്കുന്ന ഇതാണ്. അപ്പോ ഹനുമാന് പരമാർത്ഥ തത്വത്തെ ഉപദേശിക്കൂ എന്ന് രാമൻ സീതയോട് പറയുന്നു. അതായത് പ്രപന്നായ, ഏറ്റവും നല്ല പോലെ ആശ്രയിച്ച് നമസ്കരിച്ച് നിൽക്കുന്ന ഹനുമാന് മാത്രമേ ഇത് കേൾക്കാൻ യോഗ്യതയുള്ളൂ സീതേ. നോക്കൂ, പ്രപന്നായ എന്ന് പറഞ്ഞാൽ ആ എല്ലാ സമർപ്പണവും തന്റെ ഗുരുവിന്റെ പാദത്തില്, രാമപാദങ്ങളിലും സീതയുടെ പാദത്തിലും അവരെ ഒരുമിപ്പിക്കാൻ എത്രയാണോ ആത്മാർത്ഥതയോട് ചെയ്തത്, അതുപോലെ ഇനിയും എനിക്ക് എന്ത് സാധിച്ചു കഴിഞ്ഞാലും അങ്ങേ എനിക്ക് ആശ്രയമുള്ളൂ. രാമദാസനായിട്ട് നിൽക്കുന്ന, ആശ്രയിച്ച് നിൽക്കുന്ന, നമസ്കരിച്ച് നിൽക്കുന്ന ഈ ഹനുമാന് കൊടുക്കേണ്ടത് ഈ ഹനുമാനാണ്. അതുകൊണ്ട് അല്ലയോ വൈദേഹി, ജാനകി, എന്ത് ചെയ്യൂ, ഈ രാമതത്വത്തെ നിശ്ചയിക്കുന്ന രീതിയിൽ, നിനക്ക് പറയാൻ പറ്റുന്ന രീതിയിൽ ശരണാഗതനായിട്ട് നിൽക്കുന്ന ഹനുമാന് ഇത് പറഞ്ഞു കൊടുക്കൂ എന്ന് പറയാണ് സീത. ഹനുമാന് രാമന്റെ തത്വമാണ് ആദ്യം പറഞ്ഞു കൊടുക്കുന്നത്. രാമായണ കഥ മുഴുവനും സംക്ഷിപ്തമായിട്ട് ആദ്യം പറയുന്നുണ്ട് സീത. എല്ലാ സംഭവങ്ങളും പറയണു. എന്നിട്ട് പറയണു, ഇതൊന്നും രാമന്റെ കർമ്മമല്ല, അജ്ഞാനികളുടെ കൽപ്പനയാണ്. അതുകൊണ്ട് ഇത് വായിച്ചതിന് ശേഷം രാമായണം വായിച്ചാൽ ബാലിവധം, സീതാ പരിത്യാഗം, ആ ശംഭൂകവധം, ഇതൊക്കെ തന്നെ രാമൻ എന്തിനു ചെയ്തെന്ന് പിന്നെ ചോദിക്കില്ല. കാരണം ഈ ആദ്യം പറഞ്ഞ കാര്യങ്ങൾ, ഈ രാമഹൃദയത്തിന് മുമ്പേ പറഞ്ഞ കാര്യങ്ങൾ ആദ്യം പറഞ്ഞാൽ, അല്ലയോ ഹനുമാനെ, ഈ രാമൻ മനുഷ്യനാണോ, ഇതെന്തൊക്കെ ചെയ്തു എന്നുള്ള ചോദ്യം വരില്ല. അപ്പോ എന്നാലും ഈ രാമായണം മുഴുവൻ അദ്ദേഹം ജനിച്ചത് മുതൽ ആ സീതാ പരിത്യാഗം എല്ലാം തിരിച്ചു വന്നിട്ട് ഈ പറഞ്ഞ ആ ഒരു രാമന്റെ ആ ഒരു തിരിച്ചുള്ള രാമനും സീതയും രാജാവായിട്ടുള്ള അഭിഷേകം വരെയുള്ള എല്ലാ കാര്യങ്ങളും സീത എന്ത് ചെയ്യണു, പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പൊ രാമതത്വം അറിയാത്തത് കൊണ്ടാണ് ഈ ബാലിശ ചോദ്യങ്ങൾ അല്ലാത്തവരുടെ ഉള്ളിൽ വരുന്നത് എന്ന് സീത പറയുന്നു. അപ്പൊ രാമം വിദ്ധി പരം ബ്രഹ്മ സച്ചിദാനന്ദം അദ്വയം സർവ ഉപാധി വിനിർമുക്തം സത്രാമാത്രമ ഗോചരം. സീത പറയണ എന്താ? രാമം വിദ്ധി പരം ബ്രഹ്മ
സച്ചിദാനന്ദം അദ്വയം സർവ ഉപാധി വിനിർമുക്തം സത്താമാത്രമ ആമ ഗോചരം ആ വാചാമ ഗോചരം. ഇതിനെ കാണാൻ പറ്റാത്തതോ മനസ്സുകൊണ്ട് എത്തിക്കാൻ പറ്റാത്തതോ പറഞ്ഞു കണ്ടുപിടിക്കാൻ പറ്റുന്നതോ അല്ല. അത് രാമൻ ആരാണ്? സത്ത ചിത്ത ആനന്ദം, രണ്ടാമതൊന്നില്ലാത്ത സർവ ഉപാധികളിൽ നിന്ന് മുക്തമായിട്ടുള്ള കൂടസ്ഥനായിരിക്കുന്ന സത്താമാത്ര ശരീരമാണ്, അഗോചരമാണ്, ഇന്ദ്രിയങ്ങൾക്ക് വിഷയീകരിക്കാനാവാത്ത പരബ്രഹ്മമാണ് രാമൻ എന്നറിയൂ. ഇങ്ങനെ രാമനെ കണ്ടിട്ട് വേണം രാമായണം പഠിക്കുവാൻ. രാമായണം എന്നത് ആ ഒരു എന്താ പറയാ ഒരു നമ്മുടെ അടച്ചു കിടക്കുന്ന ഒരു അറ തുറക്കുവാനുള്ള താക്കോലാണ്. അതായത് നമ്മള് ഒരു അറ എന്ന് പറയുന്ന ഒരു നിലവറ എന്നൊക്കെ നമ്മൾ പറയില്ല, അടച്ചു കിടക്കുന്ന ഒരു നിലവറ തുറക്കുന്ന ഒരു താക്കോലാണ് ഈ പറഞ്ഞ രാമായണം. അപ്പോൾ സാധകൻ രാമൻ എന്ന ആ ബ്രഹ്മത്തിലേക്ക് നടത്തുന്ന യാത്രയാണെങ്കിൽ അതിനെങ്ങനെ അറിയണം? ഈ രീതിയിൽ തന്നെ നമ്മൾ അറിയണം. അല്ലാതെ വെറുതെ കഥയായിട്ട് അറിഞ്ഞാൽ ഒരു സാധകന് അവന്റെ തലത്തിൽ ഉയർന്നു പോകാൻ പറ്റില്ല. അപ്പൊ രാമായണം എന്നത് ഒരു അയനമല്ല, സാധകന്റെ രാമനിലേക്കുള്ള യാത്രയാണ്. ബ്രഹ്മാണ്ഡ പുരാണത്തിലെ 61-ാം അധ്യായത്തില് ഇപ്പോൾ വാൽമീകി ആശ്രമത്തിൽ സീത പോകുന്നത് നമ്മൾ പറയും സ്വന്തം ഇഷ്ടത്തിനാണെന്ന് സീത പറയണു. നോക്കൂ, ഇത് രാമൻ അയച്ചതല്ല, എന്റെ സ്വന്തം ഇഷ്ടത്തിനാണ് എന്ന് മന്ത്രരാമായണം പറയുന്നുണ്ട്. രാമന് കർമ്മങ്ങളില്ല. അതുകൊണ്ട് ആധ്യാത്മ രാമായണത്തിന്റെ ഏത് തർജ്ജിമയിലും ഈ സത്യം വളരെ സ്പഷ്ടമായിട്ട് എഴുതിയിട്ടുണ്ട്. അത് വായിക്കണം നമ്മള്. അത് വായിക്കാതെ രാമായണം അറിഞ്ഞാല് ഈ പറഞ്ഞ നമ്മള് വെറും കല്ല് ചുമക്കണ പോലെ ആയിപ്പോവും. ആ ബുക്ക് രാമായണം എന്നുള്ള ബുക്ക് ചുമക്കുന്നത് ഒരു കല്ലിന് സമം. നമുക്കൊന്നും ഒരിക്കലും അറിയാൻ പറ്റില്ല. അപ്പോ വാൽമീകി, രാവണൻ, താര എല്ലാവരും തന്നെ ചിലയിടങ്ങളിൽ ഈ സത്യം വളരെ സ്പഷ്ടമായിട്ട് പറയുന്നുണ്ട്. രാമൻ ബ്രഹ്മസ്വരൂപമാണ് എന്നിങ്ങനെ അറിഞ്ഞാൽ പിന്നെ സംശയങ്ങൾക്കിടയില്ല. ശബ്ദം കൊണ്ട് തന്നെ ഭാവമുണ്ടാകുന്ന രീതിയാണ് ഇതെനിക്ക് പറഞ്ഞു തരണമെന്ന് പാർവതി പറഞ്ഞത് കൊണ്ടാണ് ഈ പറഞ്ഞ ശിവൻ ഇതെല്ലാം പറഞ്ഞു കൊടുക്കുന്നത്. കുഞ്ഞ് അമ്മയുടെ ശബ്ദത്തെ തിരിച്ചറിയുന്ന പോലെ ഒരു കുഞ്ഞിന് വയറ്റിൽ കിടക്കുമ്പോൾ അറിയുന്ന സ്പന്ദനങ്ങള് തിരിച്ചറിഞ്ഞാലും ഏത് കുഞ്ഞ് ഉറങ്ങിക്കിടക്കുമ്പോഴും കരഞ്ഞാൽ ദൂരെ നിന്ന് ദാ വരണമെന്നൊന്ന് പറഞ്ഞാൽ മതി, ആ അമ്മയുടെ ശബ്ദം കേട്ട് കുഞ്ഞ് ശാന്തനാകും. അതുപോലെയാണ് നമ്മൾ ഓരോരുത്തരും. എവിടെ നിന്നാണ് നമ്മൾ വന്നത്? നമ്മൾ കുഞ്ഞുങ്ങളാണ്. ആ അമ്മയെ തേടിയുള്ള യാത്രയാണ് നമുക്ക് ഓരോരുത്തർക്കും. രാമന് ഈ പറഞ്ഞ അമ്മ ഇല്ലെങ്കിൽ ഈ രാമൻ ആരാണെന്ന് പറഞ്ഞതിന് ശേഷം സീത ആരെന്ന് ആഞ്ജനേയൻ പറഞ്ഞു കൊടുക്കുകയാണ്. ആരെന്ന് രാഞ്ജനേയന് പറഞ്ഞു കൊടുക്കുകയാണ്. അതായത് സീത ആരാണെന്ന് സ്വയം സീത തന്നെ ആഞ്ജനേയന് പറഞ്ഞു കൊടുക്കണം. എന്നെ മൂലപ്രകൃതി, അതായത് സൃഷ്ടിസ്ഥിതി സംഹാരം എന്ന വിഷയങ്ങള് ചെയ്യുന്ന സർഗസ്ഥിതി ലയം എന്ന് പറയുന്ന ആ കാര്യങ്ങളെല്ലാം ചെയ്യുന്ന, അതായത് ലയം, സുഷുപ്തി, ഗ്രഹണം, ഇതെല്ലാം ചെയ്യുന്നത് ജാഗ്രത, സ്വപ്നം, സുഷുപ്തി, ഇങ്ങനെ ഒരു ജീവന്റെ സ്ഥൂല സൂക്ഷ്മ കാരണ ശരീരങ്ങളോട് ചേർത്ത് കർമ്മം ചെയ്തിട്ട് സുഷുപ്തി എന്ന മരണത്തിലേക്ക് വീണ്ടും ജാഗ്രത എന്ന പുനർജീവിച്ച് വരുന്ന എന്റെ തത്വത്തെ നീ അറിഞ്ഞാലും. നോക്കൂ, ഇതെല്ലാം ചെയ്യുന്ന ആരാണ്? സീത തന്നെ പറയുന്നു, ഞാനെന്ന് പറയുന്ന മായാപ്രകൃതിയാണ്, ഞാൻ മൂലപ്രകൃതിയാണ്. എന്റെ ജോലി എന്തൊക്കെയാണ്? സൃഷ്ടിസ്ഥിതി സംഹാരങ്ങളാണ്. ജാഗ്രത, സ്വപ്ന, സുഷുപ്തി അവസ്ഥയിൽ ഒരു മനുഷ്യനെ കൊണ്ടുവന്ന് ഈ 3 തലത്തിലും കൂടെ ഇരുത്തിയിട്ട് എന്താ സുഷുപ്തി എന്ന് പറയുന്ന മരണതുല്യമായിട്ടുള്ള അവസ്ഥ. അതിൽ നമുക്ക് ദേഹബോധമില്ല. അതിൽ നിന്ന് സ്വപ്നത്തിൽ നിന്ന് വന്നിട്ട് ഈ ശരീരബോധമാകുന്ന ജാഗ്രതത്തിലെത്തുന്നു. അപ്പോ ഒരു മരണം കഴിഞ്ഞ് പുനർജീവിപ്പിക്കണു. എന്തുകൊണ്ട്? ഈ മായയാകുന്നു. ഇതെല്ലാം നിയന്ത്രിക്കുന്ന ആരാണ്? ഈ ഞാൻ എന്ന് പറയുന്ന മൂലപ്രകൃതിയാണ്. ഇതാണ് ജഗത്തിന്റെ ഈ ഉപാദാന കാരണം എന്ന് നീ അറിയണം. അതായത് ജഗത്തിന്റെ ആവിർഭാവം അജ്ഞാനം എന്ന മായയിൽ ആവൃതമാണ്. നമ്മൾ കണ്ടു ആവരണവും വിക്ഷേപവും. അപ്പൊ ഈ ആവരണം യഥാർത്ഥമായിട്ട് ജഗത്ത് എന്ന് പറയുന്ന ആവരണം എന്തിനെ കൊണ്ട് മറച്ചു വെച്ചിരിക്കുന്നു എന്ന് ചോദിച്ചാൽ ഈ മായയാല് ആവൃതമാണ്. ശ്രീരാമ സ്വരൂപമായ ശ്രീരാമൻ എന്ന് പറയുന്നത് ബ്രഹ്മത്തിന്റെ സ്വരൂപമാണ്. ഈ ബ്രഹ്മത്തിന്റെ സാന്നിധ്യം കൊണ്ടാണ് യാതൊരു ആലസ്യവുമില്ലാതെ ഞാൻ ഈ ജഗത്തിനെ സൃഷ്ടിക്കുന്നതും അനസ്യൂതം പ്രപഞ്ച സൃഷ്ടി നിരന്തരമായി നടക്കുന്നതും അതിനെ ഞാൻ തിരോധാനത്തിന് മറയ്ക്കുന്നതും വീണ്ടും അനുഗ്രഹത്തിലൂടെ ജന്മങ്ങൾ നടത്തിക്കൊണ്ടുപോകുന്നതും. ഈ ജഗത്ത് എന്ന് പറയുന്നത് അജ്ഞാനം കൊണ്ട് ആവൃതമാണ്. ജഗത്തിനെ അറിയാനുള്ള വിദ്യ എന്താണ്? ആത്മാവിനെയാണ് നീ അറിയേണ്ടത്. ഇതിനെ ആത്മവിദ്യ അല്ലെങ്കിൽ ബ്രഹ്മവിദ്യ എന്ന് പറയുന്നു. ഈ ജഗത്തിനെ അറിയേണ്ട കാര്യമില്ല. കാരണം എന്തൊക്കെ അറിഞ്ഞാലും ഇവിടെ ഉപേക്ഷിക്കണം. ഈ ജഗത്തിലെ ഓരോ വസ്തുവിനെ കുറിച്ച് നിങ്ങൾ ഇനി എത്ര റിസർച്ച് ചെയ്ത് കണ്ടുപിടിച്ചാലും അതെല്ലാം ശരീരം ഉപേക്ഷിക്കുന്നതിന്റെ കൂടെ ഇവിടെ ഉപേക്ഷിക്കണം. എന്നാൽ ആത്മാവിനെ അറിഞ്ഞാൽ കർമ്മങ്ങളെല്ലാം വിട്ടുപോകും. അവന് ദുഃഖമില്ല. സദാ ആനന്ദത്തോടെ ഇരിക്കാം. കർമ്മത്തില് ശ്രദ്ധിക്കുക. അതായത് എല്ലാം ശക്തി പ്രേരിതമായിട്ട്
ഫലങ്ങളെല്ലാം തന്നെ ശക്തിക്ക് വിട്ടുകൊടുക്കുക. എന്നാൽ എന്താ, ഞരമ്പുകൾക്ക് നമ്മളെല്ലാം ബലം പിടിച്ച് ഞാൻ ചെയ്യണു, ആ ഞരമ്പുകൾക്ക് ക്ഷീണം വരില്ല. അതാണ് തന്ത്രശാസ്ത്രം പറയുന്നത്. തന്ത്രം എന്താ പറയുന്നത്? ആ മനസ്സിനെ വിസ്തരിക്കാൻ വിടൂ, ശരീരം അവിടെ ഇരുന്നോട്ടെ. ശരീരത്തിൽ മനസ്സിന്റെ പല പ്രവർത്തനങ്ങളാണ് ശരീരത്തിന് രോഗമായിട്ടും രോഗമല്ലാതെ ആക്കി തീർക്കുന്നത്. സുഖാവസ്ഥ കൊടുക്കുന്ന നിന്റെ മനസ്സാണ്. അപ്പൊ അതിന് ഈ മനസ്സിന് നീ ക്ഷീണമില്ലാതെ നീ ചെയ്യുന്ന കർമ്മങ്ങളെല്ലാം നീയാണെന്ന് ഏറ്റെടുക്കാതിരിക്കൂ. അതാണ് ഈ പറഞ്ഞ തന്ത്രശാസ്ത്രത്തിന്റെ ഏറ്റവും വലിയ ലക്ഷ്യം. അപ്പോ രാമായണത്തിൽ നടന്നത്, രാമൻ ചെയ്ത കർമ്മങ്ങളൊന്നും അദ്ദേഹം ചെയ്തതല്ല. എന്താ, ആരാണ് ചെയ്തത്? ഞാനാണ് ചെയ്തത്. സീത പറയാ, ഞാനാണ്. ഇനി ഇതിൽ കൂടുതൽ എന്ത് വേണം നമുക്ക് തെളിവ്? അമ്മ പറയാണ്, ഞാനാണ് ചെയ്തത്. ആ വികാരരഹിതനായ രാമനെ മൂഢന്മാർ ഓരോന്ന് പറഞ്ഞ് ആക്ഷേപിക്കുന്നു, ആരോപിക്കുന്നു. ഞാൻ ചെയ്തത് ജഗത് സൃഷ്ടിയാണ്. ഇതെല്ലാം തന്നെ രാമന്റെ സാന്നിധ്യം കൊണ്ട്, രാമനിൽ നിന്ന് ശക്തിയെടുത്ത് ഞാൻ ചെയ്തതാണ്. പക്ഷെ ഒരിക്കലും സൃഷ്ടി രാമന്റെതല്ല. അത് വികാരരഹിതനായിട്ടുള്ള നിർഗുണ പരബ്രഹ്മമാണ് രാമൻ. ഇതൊന്നും രാമനിൽ ആരോപിക്കരുത്. രാമൻ നടക്കുന്നതോ ഇരിക്കുന്നതോ ഉള്ള ആളല്ല. ഗുണങ്ങളില്ലാത്തവനാണ്, നിർവികാരനാണ്, നിരാകാരനാണ്. ഇത് ഞാനാകുന്ന മായയുടെ പ്രവർത്തനം കൊണ്ടാണ്. രജു സർപ്പദോഷമാണിത്. ഇത് അജ്ഞാന കാരണമാണ്. ഇങ്ങനെയൊക്കെ തോന്നുന്നത് തന്നെ നന്നായി നിങ്ങൾ മനസ്സിലാക്കണം. ഇതിനെയാണ് ഞാൻ മന്ത്രരാമായണം എന്ന രാമഹൃദയം എന്റെ ഭർത്താവായിരിക്കുന്ന രാമൻ അല്ലയോ ആഞ്ജനേയ നിനക്ക് തരും പറയാണ്. ആര് പറയണു? സീത പറയാണ്. ഇനി ഇതിൽ കൂടുതൽ നമുക്ക് എന്താ വേണ്ട? ആ രാമന്റെ എന്താ പറയാ സംഭവങ്ങളെല്ലാം തന്നെ മായയിൽ നടന്നാണെന്ന് നമ്മൾ എടുക്കണം. അല്ലെങ്കിൽ എന്താ, മായയിൽ നടക്കാത്തതാണെന്ന് എടുത്താൽ നമ്മൾ എപ്പോഴും ആ രാമനെ എന്തെങ്കിലും ഒരു കുറ്റം പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെ ബ്രഹ്മത്തെ നിഷേധിക്കുന്നതിന് തുല്യമായി പോകും. ഒരിക്കലും രാമനെ ഒരു രീതിയിലും കുറ്റപ്പെടുത്ത. അദ്ദേഹം ചെയ്ത കർമ്മങ്ങളെ നമുക്ക് വാഴ്ത്താനേ പറ്റൂ. കാരണം നിയോഗമാണ്. അപ്പൊ നമ്മളെന്താ, നമ്മള് വജസ് മേലോട്ട് പറന്നിടുന്നു, വിചാരമോ താഴെ ഉഴന്നിടുന്നു. വിചാരമോടൊത്ത് കലർന്നിടാതെ വജസ് പോക പരാം പദത്തിൽ. എന്താണത്? ഹാംലെറ്റ് എഴുതിയ വാക്കുകളാണ്. ഇതിന്റെ കുഞ്ഞിക്കുട്ടൻ തമ്പുരാന്റെ ട്രാൻസ്ലേഷൻ ആണ്. വാക്കുകൾ കൊണ്ട് നമുക്ക് സ്വർഗത്തിൽ പോകാൻ എളുപ്പമാണ്. നമ്മളെന്താ, വജസ് വാക്കുകൊണ്ട് മേലോട്ട് പറക്കും. എപ്പോഴും എന്ത് പറഞ്ഞാലും മോളിലൊക്കെ അയ്യോ അമ്മേന്ന് വിളിക്കും. എവിടെ? ആകാശത്തിലിരിക്കുന്ന ദേവിയെ, ഇല്ലേ? ആ വാക്കുകൾ കൊണ്ട് സ്വർഗത്തിൽ പോകാൻ നല്ല എളുപ്പമാണ്. പക്ഷെ എന്താ, വിചാരം എവിടെ നിൽക്കണു? ഭൂമി തന്നെ നിൽക്കും. താഴെ ഉടർന്നിരുന്നു. ഇവിടെ എന്റേത്, ഞാന്, എന്റെ വീട്, എന്റെ കുട്ടികൾ, എന്റെ ബാങ്ക് ബാലൻസ്, ഇങ്ങനെ വിചാരിച്ച് ഈ ഭൂമിയിൽ നിന്നുകൊണ്ട് ആകാശത്തോട്ട് നോക്കി വാക്കുകൾ അയച്ചാൽ മതിയോ? പോരാ. വിചാരം ഭൂമിയിൽ ഇരുന്നിട്ട് കാര്യമില്ല. ഇതിൽ എന്ത് ചെയ്യണം? ഇതിൽ നിന്ന് വിടാതെ ആ വിചാരം മുകളിലോട്ട് പറക്കാതെ ഒരിക്കലും പരമമായിട്ടുള്ള പദത്തിൽ എത്തിച്ചേരാൻ പറ്റില്ല. അപ്പൊ എന്താ വേണ്ടത്? ഈ പറഞ്ഞ രാമൻ രംഗപ്രവേശം ചെയ്യാൻ പോവാണ്. അതായത് സീതാദേവി പറയുന്ന മായയാണ് ഞാനെന്ന് നിശ്ചയമായിട്ട് മനസ്സിലാക്കൂ എന്ന് ആഞ്ജനേയന് പറഞ്ഞത് കേട്ടിട്ട്, അതായത് മായ എന്ന് പറയുന്നത് അനിശ്ചിതത്വമാണ്. എന്തും സംഭവിക്കാം മായയില്. നാളെ ഞാൻ മരിക്കാം, ഞാൻ ചിലപ്പോൾ ജീവിക്കാം. അത് അനിശ്ചിതത്വമാണ്. ആർക്കും അതിനെ എന്താ പറയുക നിർബന്ധമായിട്ട് ഇതാണ് എന്ന് പറയാൻ പറ്റില്ല. അതിനെയാണ് നമ്മൾ അൺസർട്ടനിറ്റി എന്ന് പറയുന്നത്. സോ അൺസർട്ടനിറ്റി ഈസ് ദ ട്രൂത്ത്. ഇതാണ് സത്യം. ഒന്നിനും ഈ പറയുന്ന ജാതകത്തിൽ എഴുതി തന്നാലും ചിലപ്പോ 10 വർഷം കഴിഞ്ഞ് മരിക്കുന്നവരാണ്, ഞാൻ ഇന്ന് മരിച്ചെന്നിരിക്കും. ഇതെന്താ? നമുക്ക് നിശ്ചയിക്കാം. ഒരു മനുഷ്യനും നിശ്ചയിക്കാൻ പറ്റില്ല മരണം ജനനം എപ്പോഴാണെന്ന്. സോ ഈ സത്യത്തെ നീ മനസ്സിലാക്കൂ. അൺസർട്ടൺ ആയിട്ടിരിക്കുന്നതാണ് യഥാർത്ഥമായിട്ടുള്ള സത്യം. ഇനിയാണ് രാമന്റെ രംഗപ്രവേശം ചെയ്യുകയാണ്. രാമൻ ഹനുമാനോട് തന്റെ ആത്മതത്വം പറയാണ്. ഇനി യഥാർത്ഥമായിട്ടുള്ള രാമൻ തന്റെ രാമഹൃദയ മന്ത്രം ആഞ്ജനേയന് ഉപദേശിക്കുന്നത് നാളെ കാണാം. ശ്രീമാത്രേ നമഃ.